നടപ്പിലാക്കാൻ പറ്റാത്തൊരു ആശയത്തിന്റെ പിന്നാലെ ഓടുന്ന വിഡ്ഢികളാണ് കമ്മ്യൂണിസ്റ്റുകാർ. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും ഇടതുപക്ഷ വിരുദ്ധത. കമ്മ്യൂണിസം നശിക്കുകയും പിന്നീട് പിണറായിസം വരികയും ചെയ്തു. അപ്പോൾ പിണറായിസം ജനങ്ങളുമായി ചേർന്ന് പോകുന്നതല്ല. ഇപ്പോൾ KSRTCയിൽ സൗജന്യം നിങ്ങൾ കൊടുത്തോ, പക്ഷേ എങ്ങനെ എന്ന പ്ലാൻ ആദ്യം വെച്ചിട്ട് വേണം കൊടുക്കാൻ. ഒരർത്ഥത്തിൽ അവർക്ക് വരുമാനമുണ്ടാക്കാൻ ശേഷിയില്ലാത്തവരാണെന്ന് കൂടി ഒരു നിശബ്ദമായിട്ടുള്ള പറച്ചിൽ കൂടിയാണ്. രമേശ് ചെന്നിത്തലയുടെ തൂഫാൻ എന്ന് പറയുന്ന പരിപാടിയാണ് ഞാൻ നോക്കിയിട്ട് ഈ മിനിസ്ട്രി ഇപ്പോൾ എടുത്തേക്കുന്ന ഏറ്റവും മികച്ച തീരുമാനം. കാരണം അത് ഇന്നത്തേക്കുള്ളതല്ല, വരും ഭാവിക്കുള്ള ഏറ്റവും മികച്ച തീരുമാനമാണ്. അപ്പോൾ വെൽക്കം ടു ദ ഹൗസ് ഓഫ് ഭക്തൻ. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു മത്സരം ജീവിതം വഴിമാറ്റിയ ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് അഖിൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ലല്ലോ ഒരിക്കലും. രാഷ്ട്രീയക്കാരനാവാൻ ആഗ്രഹിച്ചവൻ രാഷ്ട്രീയക്കാരനാവാൻ സമൂഹം നമ്മളെ സമ്മതിക്കാതിരുന്നതിനെ തുടർന്ന് ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ പബ്ലിസിറ്റി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ജനങ്ങൾക്കിടയിൽ ഇറങ്ങാം എന്നുള്ള എൻ്റെ വാശിയാണ്. അങ്ങനെയായിരുന്നു താങ്കൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നേരിട്ടത് NDAക്കൊപ്പമായിരുന്നു. അതായത് 2020യുടെ ഭാഗമായിട്ടും NDAക്കൊപ്പമായിരുന്നു. അതെന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്? NDAയുടെ ചിന്തകൾക്കൊപ്പം എനിക്ക് നേരത്തെ ഉണ്ട്. ഇപ്പം ഞാൻ സവർക്കറെ ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ട് എനിക്ക് സവർക്കറെ തള്ളി പറയാൻ പറ്റത്തേയില്ല. രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച അന്നത്തെ മുസ്ലിങ്ങളിൽ പലരും രാജ്യം വിട്ട് പാകിസ്ഥാനിൽ പോയി. അയാൾക്കെതിരെ ആയിരുന്നു സവർക്കറുടെ പോരാട്ടമെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ നമ്മൾ തള്ളിക്കളയുന്നതിന് തുല്യമല്ലേ? നമസ്കാരം, ഷാർജിദ് ഭക്തന്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അഖിൽ മാരാർ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അഖിൽ മാരാർ പോഡ്കാസ്റ്റ് ചെയ്യാത്തതോ വീഡിയോ ചെയ്യാത്തതായിട്ട് ഞാൻ മാത്രമേ ഇനി ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. ഈ യൂട്യൂബിൽ വേറെ ആരും ഉണ്ടാവാറില്ല. സുജിത് ഭക്തന്റെ കൂടെ പോഡ്കാസ്റ്റിൽ ഇരിക്കാൻ നമ്മളാണ്. അപ്പൊ എന്തായാലും വെൽക്കം ടു ഷാർജിദ് ഭക്തൻ. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? സുഖമായിട്ട്. യെസ്. അപ്പോൾ പുതിയ വണ്ടിയൊക്കെ എടുത്ത് പുതിയ വണ്ടിയിലാണ് വന്നത്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ വീട്? എങ്ങനെയുണ്ട്? അത് ഗംഭീരമായിട്ടുണ്ട്. ഞാനത് വന്നപ്പോഴേ പറഞ്ഞില്ല. ആക്ച്വലി ഇപ്പം നിങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ലോകം മുഴുവൻ കണ്ട് നമ്മളെയൊക്കെ പണ്ട് മുതലേ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ സന്തോഷ് ഏട്ടനെ പോലെ അതിനുശേഷം സുജിത്തിനെയാണ് കൂടുതലും കേരളം ശ്രദ്ധിച്ചത്. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ കണ്ട കാഴ്ചകളും നിങ്ങളുടെ അറിവുകളും ഒക്കെ കേരളത്തിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തണം. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ഇതും ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇനി പതിയെ നിങ്ങളുടെ ചാനലിലൂടെ അല്ലാതെ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യട്ടെ. ഓക്കെ, ഞാൻ അഖിലിൻ്റെ ആക്ച്വലി നേരിട്ട് ഫസ്റ്റ് ടൈം കാണുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് അഖിൽ അവിടെ വന്നപ്പോഴാണ്. അപ്പോൾ അന്നേരം ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ ഒറ്റ ജാക്കറ്റും ഉണ്ട്. അത് കുറേ ട്രോളൊക്കെ അത് ഞാൻ ആക്ച്വലി ദുബായിക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു ഓട്ടോമോട്ടിവേറ്റീവ് അല്ലെങ്കിൽ പരിപാടിയല്ലേ എടുത്തിട്ടേക്കാതെ എഴുതിയിട്ടതാ. എന്നാലും ഞാൻ അവനെ വിളിച്ചു, സന്തോഷമായല്ലോ, കുറേ വീഡിയോസ് മില്യൺ കയറി മാർക്കറ്റ് ചെയ്യപ്പെട്ടല്ലോ. അതെ. അല്ല, അതാണല്ലോ ബേസിക്കലി എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അഖിലിനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. പക്ഷേ അഖിലിനെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്നപ്പോഴാണ്. അതിന് മുമ്പ് അഖിലിനെ അറിയാമായിരുന്നെന്ന് ചോദിച്ചാൽ കണ്ടുപോയിട്ടുണ്ടാവും. പക്ഷേ അഖിൽ എന്ന് പറഞ്ഞ വ്യക്തി, അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് ബിഗ് ബോസ് വന്നപ്പോഴാണ്. എനിക്കൊന്ന് കൂടുതൽ ആൾക്കാർ പലരും എനിക്കൊന്നൊരു സിനിമാ സംവിധായകനാണ് എന്ന് അറിഞ്ഞത് പോലും പലരും ബിഗ് ബോസിൽ വന്നതിന് ശേഷമായിരിക്കാം. സോ അങ്ങനെ ഒരു ബിഗ് ബോസ് ഫെയിം അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു മത്സരം ജീവിതം വഴിമാറ്റിയ ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് അഖിൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ലല്ലോ ഒരിക്കലും. അല്ല, തീർച്ചയായിട്ടും ആ പ്ലാൻ, അതായത് ഇപ്പോൾ ലോകത്ത് എല്ലാവർക്കും ഒരു വേദി കിട്ടണം. ഇപ്പോൾ കലാകാരനായാലും കായിക താരത്തിനായാലും ആർക്കായാലും ഒരു വേദി കിട്ടണം. ചിലർ വേദി സ്വയം സൃഷ്ടിക്കും, ചിലർ മറ്റുള്ളവർ വേദി പകർന്നു കൊടുക്കും. അപ്പം നമുക്കങ്ങനെ ഒരു വേദി ഏഷ്യാനെറ്റ് ഒരുക്കി തന്നു. ആ വേദിയിലൂടെ ജനം നമ്മളെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അഖിൽ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ ബിഗ് ബോസിലൂടെ ജനശ്രദ്ധ നേടുന്നു, ബിഗ് ബോസ് വിന്നറാവുന്നു, അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ഞാൻ ആക്ച്വലി എൻ്റെ സ്വന്തം മണ്ഡലം ആറന്മുളയാണെങ്കിൽ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് തൃക്കാക്കര മണ്ഡലത്തിലാണ്. ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു ഞാൻ പറഞ്ഞിട്ട് എൻ്റെ സ്വന്തം മണ്ഡലം ആറന്മുളയാണെങ്കിലും ഞാൻ താമസിക്കുന്നത് തൃക്കാക്കര മണ്ഡലമാണ്. ഈ വോട്ടർ ID അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റാനുള്ള പ്രോസസ്സ് ഭയങ്കര ഈസി ആയതുകൊണ്ട് ഇതുവരെ മാറ്റാൻ മടി കാരണം മാറ്റാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെയാണ് ഈസി ഒക്കെ പറച്ചിലിന് മാത്രമേ ഉള്ളൂ. ഒരെണ്ണം ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അറിയാം. ഞാൻ കുറെ തവണ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വലിയ പ്രയാസമില്ല. നമ്മളെ ഇവിടുത്തെ വാടക ചീട്ട് മാത്രം. യെസ്, അങ്ങനെ മാറ്റിയാൽ ഞങ്ങളുടെ വീട്ടിലൊരു 5 വോട്ട് ഇങ്ങോട്ടേക്ക് മാറും, ഈ മണ്ഡലത്തിലേക്ക് മാറും. എന്തായാലും ഞാൻ ഇതുവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ആറന്മുളയിൽ തന്നെ പോയാണ് വോട്ട് ചെയ്തത്. 2.5 വർഷമായി ഇപ്പോൾ എറണാകുളത്ത് താമസമാക്കിയിട്ട് ഇനി അങ്ങോട്ട് ഇവിടെ തന്നെ ആയിരിക്കും താമസവും. അപ്പോൾ തൃക്കാക്കര മണ്ഡലത്തിൽ താങ്കൾ അടുത്ത വർഷം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്നോട് വോട്ട് ചോദിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു.
അല്ല അത് അതിനകത്ത് ആ, ഒരു പറഞ്ഞോ. ചെറിയ തിരുത്തുണ്ട്. ആക്ച്വലി രാഷ്ട്രീയത്തിലാണ് ഞാൻ ആദ്യം വരുന്നത്. ഓക്കെ. ഞാൻ രാഷ്ട്രീയക്കാരനായിരുന്നു. ഓ ശരി. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു. രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. 2015 സ്വതന്ത്ര സ്ഥാനാർത്ഥി, അതായത് അന്ന് ഞാൻ ഈ പറഞ്ഞ എനിക്കൊരു റിബൽ സ്വഭാവമുണ്ട്. ഇപ്പം ചിലപ്പോൾ ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങളെ രാഷ്ട്രീയമായിട്ട് എതിർത്ത് കഴിഞ്ഞാൽ ആ ശരിക്കൊപ്പം നിന്നിട്ട് കാണിക്കുന്ന ചില റിബൽ സ്വഭാവം കാരണം അന്ന് ഞാൻ പണ്ട് വിമതനായിട്ട് മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊരു നമ്മളെ നാട്ടിലാണ്, ബ്ലോക്ക് പഞ്ചായത്തിലാണ്, 1700 വോട്ട് കിട്ടി. പിന്നീട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ തുറന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ആൾക്കാർക്കൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോ ഫേസ്ബുക്കിലോ ഒരു 100 ലൈക്ക്, ചിലപ്പോൾ 50 ലൈക്ക് കിട്ടുന്നവന് 100 ലൈക്ക് കിട്ടുന്നവനോട് പുച്ഛോ അല്ല ഒരു 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 വിരോധം സൃഷ്ടിക്കപ്പെടും. അപ്പോൾ നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ഒരു 30,000 40,000 വ്യൂസൊക്കെ കയറാൻ തുടങ്ങി. ചില രാഷ്ട്രീയ വിഷയങ്ങൾ അന്നത്തെ സമയത്ത്, ഇപ്പം ഇന്നത്തെ എനിക്ക് വ്ളോഗിങ് പരിപാടിയൊന്നുമില്ല, പക്ഷേ നമ്മൾ ചില വിഷയങ്ങൾ ഫേസ്ബുക്കിലിടും, ഇത് ലൈവ് ഇടും. അപ്പോൾ ഇത് കണ്ടിട്ട് ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നു, അവൻ ആ വിഷയം പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ഇൻറ്റൻഷൻ മനസ്സിലാക്കാതെ, നാടിന് നല്ലത് ചെയ്യണം അല്ലെങ്കിൽ ഒരുത്തിന് സഹായിക്കണം എന്ന ഇൻറ്റൻഷൻ മനസ്സിലാക്കാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ള പരിഹാസങ്ങൾ ഇങ്ങനെ കൂടാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് കഴിവുണ്ടല്ലോ, ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് പബ്ലിസിറ്റി ഉണ്ടാക്കാം. പബ്ലിസിറ്റി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് കേൾക്കേണ്ടി വരത്തില്ലല്ലോ, എന്നിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരാം. അങ്ങനെ 2018 തുടക്കത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായും ഉപേക്ഷിച്ച് സിനിമയ്ക്ക് പിന്നാലെ യാത്ര തുടങ്ങുകയാണ്. അതിനിടയിലൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് ഞാൻ വർക്കും ചെയ്യുന്നുണ്ട്. സിനിമ നമ്മുടെ മനസ്സിലുണ്ട്. അതാണ് സത്യം. അതായത് രാഷ്ട്രീയക്കാരനാവാൻ ആഗ്രഹിച്ചവൻ രാഷ്ട്രീയക്കാരനാവാൻ സമൂഹം നമ്മളെ സമ്മതിക്കാതിരുന്നതിനെ തുടർന്ന് ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ പബ്ലിസിറ്റി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ജനങ്ങൾക്കിടയിൽ ഇറങ്ങാം എന്നുള്ള എൻ്റെ വാശിയാണ് യഥാർത്ഥത്തിൽ പിന്നീട് നിങ്ങളിപ്പോൾ കാണുന്ന. ഇപ്പോൾ പലരും നമ്മൾ ചോദിക്കും, എന്താണ് അഖിൽമാരാർക്ക് മത്സരിക്കാൻ യോഗ്യത എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ എൻ്റെ ആഗ്രഹം ഇതായിരുന്നു. എനിക്ക് 2012 എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും 2013 എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും അങ്ങനെയാണ്, ഒരു നല്ല പൊതുപ്രവർത്തകനാകാൻ അനുഗ്രഹിക്കണമെന്നാണ്. അല്ലാതെ ഒരു സെലിബ്രിറ്റി ആവാനോ കലാകാരനോ ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ ബേസിക്കലി ഉണ്ട എൻ്റെ ചിന്ത, നമ്മളുടെ ഇപ്പം സ്ഥാനങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലാണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് എൻ്റെ പഴയ റൈറ്റപ്സിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു KPCC പ്രസിഡൻ്റായിരിക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വാർഡ് പ്രസിഡൻ്റായിട്ടിരിക്കുന്നതാണ്. ഇത് രണ്ടും സ്ഥാനമാണ്. ഒന്ന് വളരെ ചെറിയൊരു സ്ഥാനമാണെങ്കിൽ ഒന്ന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്ഥാനമാണ്. സംസ്ഥാനത്ത് ഏറ്റവും വലിയ സ്ഥാനത്തിരുന്നുകൊണ്ട് ആ സ്ഥാനത്തിൻ്റെ അഹങ്കാരത്തിലിരിക്കുന്ന ഒരാളെക്കാട്ടിയും ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു സാധാ പഞ്ചായത്ത് മെമ്പർ, അപ്പോൾ അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത മുഖ്യമന്ത്രിയെക്കാളും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ. ഓക്കെ. അതാണ് നമ്മുടെ ആഗ്രഹം, കാഴ്ചപ്പാട്. ഓക്കെ. ഇതിൽ അവസരങ്ങൾ കിട്ടുമ്പോൾ മാത്രമേ നമുക്കത് വിനിയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ താങ്കളുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ ഇൻ്റർനാഷണൽ കോൺഗ്രസ് സൃഷ്ടിക്കപ്പെട്ടത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ്. അന്ന് ദേശീയ ബോധമായിരുന്നു കോൺഗ്രസിനെ ഉയർത്തിപ്പിടിച്ചത്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ദേശീയ ബോധത്തിലാണ് കോൺഗ്രസ് സഞ്ചരിച്ചത്. അപ്പോൾ അത് അവരുടെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡിയോളജി. പക്ഷേ ഒരു ഘട്ടം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ കോൺഗ്രസിൻ്റെ പല രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ പല തീരുമാനങ്ങളിലും ദേശീയബോധം നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും കേരളത്തിൽ ഉമ്മൻചാണ്ടി സാറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എപ്പോഴും പറയും, ഞാൻ ലോകത്ത് ആരാധിച്ചിട്ടുള്ള 2 വ്യക്തിത്വങ്ങളേ ഉള്ളൂ, അത് ഉമ്മൻചാണ്ടിയും മഹേന്ദ്ര സിംഗ് ധോണിയുമാണ്. 2 പേരുടെയും എനിക്ക് 2 തലത്തിൽ ആരാധന തോന്നിയിട്ടുള്ളവരാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനോടുള്ള ഒരു ആരാധന, ഉമ്മൻചാണ്ടി സാറെന്ന് പറയുന്ന വ്യക്തി ജനങ്ങൾക്കിടെ പ്രവർത്തിക്കുന്നത് കാണുന്നൊരു രീതിയൊക്കെ കണ്ടിട്ട് കോൺഗ്രസിനോട് ഇഷ്ടം വല്ലോ. പിന്നീട് രമേശ് ചെന്നിത്തലയോട് തോന്നുന്ന അതേ ഇഷ്ടം. ഭയങ്കര സത്യസന്ധനായ മനുഷ്യൻ, അഴിമതി ഒരിക്കൽ പോലും വല്ല പോസ്റ്റുകളിലിരുന്നപ്പോഴും, അതായത് KSU NSUവിൻ്റെ ദേശീയ പ്രസിഡൻ്റായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻ്റായിരുന്നു. ഈ ദേശീയ തലത്തിൽ ഇത്രയും പല പദവിയിലിരിക്കുന്ന സമയത്തും രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സാണ്. ഈ കോൺഗ്രസ് പല സ്റ്റേറ്റുകളും ഭരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള 5ഓളം പേർ പിന്നീട് മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. കേരളത്തിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്നിട്ടുണ്ട്. KPCCയുടെ പ്രസിഡൻ്റായിട്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ 8 വർഷം ഇരുന്നിട്ടുണ്ട്. പലവിധ അഴിമതി ആരോപണങ്ങളും പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുകളിൽ വന്നു പോയപ്പോഴും ഇത് ഒരു രീതിയിലും മേശാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ 1989 നിയമസഭാ പ്രസംഗങ്ങൾ എന്ന പുസ്തകമുണ്ട്, രമേശ് ചെന്നിത്തലയുടെ നിയമസഭാ പ്രസംഗങ്ങൾ എന്ന പുസ്തകത്തിൽ 89 രമേശ് ചെന്നിത്തല നിയമസഭയിൽ പ്രസംഗിച്ചൊരു സാധനമാണ് ഓപ്പറേഷൻ കുബേര, ബ്ലേഡ് മാഫിയകളെ നിയന്ത്രിക്കണം. അതിൻ്റെ തലക്കെട്ട് അങ്ങനെയാണ് ആ പുസ്തകം, ബ്ലേഡ് മാഫിയകളെ നിയന്ത്രിക്കണം. ഓപ്പറേഷൻ കുബേര തന്നെയായിരുന്നോ? അതായത് 89 ചെറുപ്പക്കാരനായിരുന്ന നിയമസഭയിൽ അന്നത് പ്രസംഗിച്ച രമേശ് ചെന്നിത്തല പിന്നീട് ആഭ്യന്തരമന്ത്രിയായപ്പം അത് നടപ്പിലാക്കി. അതുപോലെ ഇപ്പം നോക്കൂ, ഓപ്പറേഷൻ തൂഫാൻ കഴിഞ്ഞ അദ്ദേഹം ഒരു MLA ആയിട്ടിരുന്ന സമയത്ത് എല്ലാ ജില്ലകളിലും ഈ മയക്കുമരുന്നിനെതിരെ ഇന്നത്തെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഒരു അഡ്രസ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണത്. അദ്ദേഹത്തിൻ്റെ കൊല്ലത്തും പത്തനംതിട്ടയിലും ഒക്കെ അത് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, കൊല്ലത്ത് ഞാൻ പങ്കെടുത്തു, പത്തനംതിട്ട എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പം
അപ്പോൾ എനിക്കിങ്ങനെ നേതാക്കന്മാരോടുള്ളൊരു ഇഷ്ടം, ഇപ്പോൾ ആശയത്തിൽ അധിഷ്ഠിതമായി ചില നേതാക്കന്മാരോട് തോന്നുന്ന ഇഷ്ടം എന്നെ കോൺഗ്രസിനോട് ചേർത്ത് നിർത്തുകയായിരുന്നു. വ്യക്തിപരമായി എൻ്റെ ആശയം, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജാതി മത രാഷ്ട്രീയമൊക്കെ ഭേദമന്യേ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ അർഹിക്കുന്നവന് നീതി നിഷേധിക്കുന്നവന് വേണ്ടിയിട്ട് നീതി നേടിക്കൊടുക്കുക, നിശബ്ദരാക്കപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുക, അല്ലാണ്ട് വികസനം കൊണ്ടുവരിക, പുതിയ തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ തൃക്കാക്കരയിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞു, എല്ലാം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചിലതൊക്കെ എനിക്ക് ഇല്ലാതാക്കണം. അതിലൊന്നും ഞാൻ ലഹരി, മയക്കുമരുന്ന്. ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നാഷണൽ തലത്തിൽ ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ട്. ബാംഗ്ലൂർ DK ശിവകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൻ്റെ പിന്നണിയിലുണ്ട്. ഇവിടുന്ന് ശശി തരൂർ സാറൊക്കെ അതിൻ്റെ ഭാഗമാകുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് 25-ാം തീയതി ഉണ്ടാകുന്നുണ്ട്. അവരതിൻ്റെ സ്റ്റേറ്റ് ചെയർമാനായിട്ട് നമ്മളെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാരണം കുട്ടികളുടെ തലച്ചോറ് കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ അവർ ഈ രോഗം കീഴടക്കും. ഈ സാധനം കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ പണി പാടും. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ തൂഫാൻ എന്ന് പറയുന്ന പരിപാടിയാണ് ഞാൻ നോക്കിയിട്ട് ഈ മിനിസ്ട്രി ഇപ്പോൾ എടുത്തേക്കുന്ന ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു കാര്യം, ഏറ്റവും മികച്ച തീരുമാനം. കാരണം അത് ഇന്നത്തേക്കുള്ളതല്ല, അത് വരും ഭാവിക്കുള്ള ഏറ്റവും മികച്ച തീരുമാനമാണ്. ഇന്ന് നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ അത്ഭുതകരമായ മാറ്റം ഈ കുട്ടികൾ തന്നെ സൃഷ്ടിക്കും. നമ്മളാരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഈ പുതിയ തലമുറ സൃഷ്ടിക്കും. പക്ഷേ അവരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവരെ തലച്ചോറിനെ പ്രാപ്തരാക്കുക എന്ന് പറയുന്നൊരു തീരുമാനം കയറിയ ഉടനെ തന്നെ എടുത്തതോടുകൂടി രമേശ് ചെന്നിത്തല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൽ ഇപ്പോൾ ഒരു ഭയങ്കര ഹീറോ തന്നെയാണ്. പിന്നെ നമ്മൾ അതിനൊപ്പം നമുക്കിപ്പം ഏത് രാഷ്ട്രീയ പാർട്ടി നിന്നാലും ഏത് മുന്നണി നിന്നാലും ആ മുന്നണിയുടെ ആഗ്രഹങ്ങളും ആ മുന്നണിയുടെ അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നതിനോടൊപ്പം തന്നെ നാടിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഓക്കെ. അപ്പോൾ ഈ കോൺഗ്രസ് ഒരു പാർട്ടിയോട് നിന്നും മാറി ഇവിടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ താങ്കൾ 2020-കൊപ്പമായിരുന്നു അല്ലേ? 2020 അല്ലേ? അപ്പോൾ ആ ഒരു കോൺഗ്രസ് ഒരു പ്രവർത്തകനായിരുന്ന താങ്കൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നേരിട്ടത് NDA-ക്കൊപ്പമായിരുന്നു. അതായത് 2020-യുടെ ഭാഗമായിട്ടും NDA-ക്കൊപ്പമായിരുന്നു. അതെന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്? അല്ല, അതിനകത്ത് ഞാനതാ പറഞ്ഞത്, ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരൊരു സീറ്റ് നൽകുന്ന സമയത്ത് ഒരുപാട് ഘടകങ്ങൾ അവർക്ക് ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പം KSU സംസ്ഥാന പ്രസിഡന്റ് സീറ്റ് കിട്ടിയിട്ടില്ല. കേരളത്തിൽ എനിക്ക് തോന്നുന്നു KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമാർ മത്സരിക്കാതിരുന്ന അപൂർവം തെരഞ്ഞെടുപ്പ് എനിക്ക് ഓർമ്മ പോലും ഇല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന പല KSU നേതാക്കന്മാരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളവർ. പക്ഷേ ഇത്തവണ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സീറ്റ് കിട്ടിയിട്ടില്ല. വളരെ സീനിയർ ആയിട്ടുള്ള പല നേതാക്കന്മാർക്കും ഇത്തവണ സീറ്റ് കിട്ടിയിട്ടില്ല. ജോസഫ് വാഴക്കനെയൊക്കെ പോലെയുള്ള, ദീപ്തി മേരി വർഗീസിനെയൊക്കെ പോലെ ഉറപ്പായിട്ടും സീറ്റ് ലഭിക്കും എന്ന് കരുതിയിരുന്ന പലർക്കും ഇത്തവണ കോൺഗ്രസിൽ സീറ്റ് ലഭിച്ചില്ല. അവിടെ അഡ്വാൻറ്റേജ് ആയത് ഘടകകക്ഷികൾക്കാണ് സത്യം പറഞ്ഞത്. അതെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവർ നോക്കുമ്പോൾ ഇപ്പം ഞാൻ ആക്ച്വലി പല നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി എനിക്കതൊന്നുമല്ല. അടിസ്ഥാനപരമായി എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും ഇടതുപക്ഷ വിരുദ്ധത എനിക്ക് ഭയങ്കരമാണ്. അതെ, ഞാനൊരു നമ്മുടെ ഉള്ളിലൊരു കമ്മ്യൂണിസം ഉണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള കമ്മ്യൂണിസം അല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എവിടെ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. ഈവൻ ചൈന, വിയറ്റ്നാം ഒന്നും അല്ല. അതെ, എവിടെക്കെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ അവിടെ നിന്ന് കമ്മ്യൂണിസം അല്ല. ക്യൂബ ഞാൻ പോയി കണ്ടതാണ്, അവിടെ കമ്മ്യൂണിസമേ അല്ല. ഒരിടത്തും ഇല്ല റിയൽ കമ്മ്യൂണിസം നടപ്പിലാക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത ആശയമാണ്. സ്ഥിതി സമത്വവാദം എന്ന കമ്മ്യൂണിസത്തിൻ്റെ ഇങ്ങനെ നടപ്പിലാക്കാൻ പറ്റും. എല്ലാവർക്കും പിണറായി വിജയനെ ഒരു ലോക്കൽ സെക്രട്ടറിയും തുല്യമാക്കിയിട്ട് ഈ പാർട്ടിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം നടപ്പിലാക്കാൻ പറ്റാത്തൊരാശയത്തിൻ്റെ പിന്നാലെ ഓടുന്ന വിഡ്ഢികളാണ് കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ അവർ കാലാനുസൃതമായി മാറണം. പിണറായി അങ്ങനൊന്നും മാറാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഈ 10 വർഷം ഭരിക്കാൻ പറ്റിയത്. അപ്പോൾ അത് കമ്മ്യൂണിസം നശിക്കുകയും പിണറായിസം വരികയും ചെയ്തു. അപ്പോൾ പിണറായിസം ജനങ്ങളുമായി ചേർന്ന് പോകുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയൻ മാറണമെന്ന് അതിശക്തമായി ആഗ്രഹിച്ചതുകൊണ്ടും പിണറായിയെ മാറ്റിയെടുക്കാൻ ശേഷിയുള്ളത് കേരളത്തിൽ നിലവിലത്തെ അന്തരീക്ഷത്തിൽ കോൺഗ്രസിനാണ്. ഭാവിയിൽ മറ്റൊരു മുന്നണി വരാം, അല്ലെങ്കിൽ NDAക്ക് സാധ്യതകളുണ്ടാവാം. പക്ഷേ നിലവിലത്തെ അന്തരീക്ഷത്തിൽ കോൺഗ്രസിനായതുകൊണ്ട് തന്നെ ഞാൻ ഈ ബിഗ് ബോസിനൊക്കെ ശേഷം എൻ്റെ ശബ്ദം കൂടുതൽ ആൾക്കാർ കേട്ടു തുടങ്ങിയപ്പോൾ അത് പരമാവധി കോൺഗ്രസിന് വേണ്ടി പ്രയോജനപ്പെടുത്തി. ഒരു പ്രതിപക്ഷ നിരയുടെ ഭാഗമായി മാറുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്വാഭാവികമായിട്ടും എന്നെ പല കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് വേദികളിലും ഒക്കെ എന്നെ അതിഥികളായി ക്ഷണിച്ചു. ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചു. ഒരു പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാർ സംസാരിക്കുന്നതിനെക്കാട്ടിയും കടുത്ത ഭാഷയിൽ ഞാൻ പിണറായി വിമർശിച്ചു. എനിക്കെതിരെ അതിൻ്റെ പേര് കേസെടുത്തു. ദുരിതാശ്വാസ നിധിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അതിശക്തമായിട്ട് നമ്മൾ സംസാരിച്ചു. പക്ഷേ പല ആശയങ്ങളും NDAയുടെ ചിന്തകൾക്കൊപ്പം എനിക്ക് നേരത്തെ ഉണ്ട്. ഇപ്പം ഞാൻ സവർക്കറെ ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. എനിക്ക് സവർക്കറെ തള്ളിപ്പറയാൻ പറ്റത്തേയില്ല. അത് സവർക്കർ എന്ന് പറയുന്ന ആളെ ഇവർ ഹിന്ദുത്വവാദി, വർഗീയവാദി എന്ന് വിളിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ ആൻഡമാൻ ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്ത സമയത്ത് സവർക്കറിനെ പറ്റി പറഞ്ഞപ്പോഴും സവർക്കറിൻ്റെ കഥ പറഞ്ഞപ്പോഴേക്കും എന്നെ ദൂരം തെറി വിളിച്ചിട്ടുണ്ടെന്ന് അറിയോ ആൾക്കാർ. റിയലായിട്ട് പഠിക്കാതെ ഞാൻ പലരിടത്തും ചോദിക്കും, നിങ്ങൾ 1950 മുൻപ് സവർക്കർ പറഞ്ഞ ഹിന്ദുത്വം എന്ന് നിങ്ങൾ പറയുന്ന കടുത്ത തീവ്ര ഹിന്ദുത്വത്തെ പറ്റി തന്നെ നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ആലോചിക്കണം, അന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിൽ വരുന്ന രാജ്യമല്ല, ഭരണഘടന എഴുതിയിട്ടില്ല. അയാൾക്കത് പറഞ്ഞുകൂടെ? ഇന്ത്യ മഹാരാജ്യത്ത് അയാൾ തെറി വിളിച്ചത് ഒരു പക്ഷേ പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളെ ആണെങ്കിലും രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച അന്നത്തെ മുസ്ലിങ്ങളിൽ പലരും രാജ്യം വിട്ട് പാകിസ്ഥാനിൽ പോയി. അയാൾക്കെതിരെ ആയിരുന്നു സവർക്കറുടെ പോരാട്ടമെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ നമ്മൾ
തള്ളിക്കളയുന്നതിന് തുല്യമല്ലേ. അപ്പം ഞാൻ സവർക്കർക്ക് വേണ്ടി ജന്മദിനാശംസകൾ എഴുതി. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് കോൺഗ്രസിന് സീറ്റ് നൽകാൻ പറ്റുക? എമ്പുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് ഗുജറാത്ത് കലാപം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ ഗുജറാത്ത് കലാപത്തിൻ്റെ കാരണമായ ഒരു ഘടകത്തെ മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു ഘടകം മാത്രം കാണിക്കുമ്പം നമ്മളെ നാട്ടിൽ അത് ചർച്ച ചെയ്യപ്പെടും. നമ്മളെ നാട്ടിൽ അത് ചർച്ച ചെയ്യപ്പെടുമ്പം 10-22 വർഷങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ നാട്ടിൽ ഹിന്ദു മുസ്ലിം കലാപത്തിന് കാരണമായ ഒരു വിഷയം വീണ്ടും ചർച്ച ചെയ്ത് മനുഷ്യർക്കിടയിൽ ആ വർഗീയ വികാരം ആളിക്കത്തിക്കാൻ ഒരു സിനിമ കാരണമാകാൻ പാടില്ല. ഇസ്രയേൽ പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ പല ഘട്ടങ്ങളിലും സഹായിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. എനിക്ക് പാലസ്തീനോട് ഒരു വിരോധവുമില്ല. പാലസ്തീനിൽ പിടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങളുടെ വേദന നമ്മുടെ വേദനയാണ്. പക്ഷേ അതിന് എനിക്ക് ഈ കേരളത്തിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ രാജ്യത്തിന്റെ ഒരു താല്പര്യം കൂടെ, രാജ്യ താല്പര്യം ആക്ച്വലി നമ്മൾ സിറ്റിസൺസ് ഒരു പരിധിവരെയൊക്കെ നോക്കേണ്ടതാണ്. നമ്മളവിടെ അങ്ങനെ ഇസ്രയേലിനോ തള്ളി പറഞ്ഞിട്ടില്ല, പാലസ്തീനെ നമ്മൾ തള്ളി പറഞ്ഞിട്ടില്ല. സെയിം സ്റ്റാൻഡ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ അത് എടുത്തതിൻ്റെ പേരിൽ നമ്മളെ ഒരു വർഗീയവാദി സംഖ്യയാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ, അതായത് ഞാൻ ഈ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് കൂടിയും സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി എഴുതി. ഞാൻ സുരേഷ് ഗോപി ജയിക്കുമെന്ന് മുൻകൂട്ടി എഴുതിയത് ആ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമാണെന്നും ഒരാളെ വളഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു പരിധിയിൽ കൂടുതൽ ആക്രമിക്കുമ്പോൾ അത് ജനങ്ങളുടെ മനസ്സ് അദ്ദേഹത്തിനൊപ്പം പോകാനും ഈ തെരഞ്ഞെടുപ്പിൽ പുള്ളി ജയിക്കുമെന്ന് കാര്യകാരണ സഹിതം ഞാൻ എഴുതിയപ്പം അപ്പോഴും പല ആൾക്കാരും നമ്മളെ സംഖ്യയാക്കി. അങ്ങനെ എന്നെ തള്ളി പറയാൻ നൂറുകണക്കിന് കാരണങ്ങൾ എപ്പോഴും കോൺഗ്രസിനുണ്ട്. പ്രത്യേകിച്ച് പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഞാൻ ശക്തമായി പറഞ്ഞു. അപ്പോൾ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എനിക്കൊരു സീറ്റ് കിട്ടുമെന്നുള്ളതൊക്കെ ഒരു വ്യാമോഹം മാത്രമാണ്. പിന്നെ അവിടെ ഞാൻ കണ്ടത് കൊട്ടാരക്കര എൻ്റെ നാടാണ്. അവിടെ മത്സരിക്കാനുള്ളൊരു അന്തരീക്ഷം എനിക്ക് 2020 ലഭിക്കുമെങ്കിൽ അതൊരു വലിയ സാധ്യതയാണ്. എന്നെപ്പോലെ ഒരാൾക്ക് കേരളത്തിൽ കിട്ടുന്ന ഒരു പൊളിറ്റിക്കൽ എൻട്രിയാണ്. പിന്നെ എന്നെ സാധിക്കായിരുന്നത് അതൊരു കാര്യം. അപ്പോൾ അതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഫെബ്രുവരി 5 ഫെബ്രുവരി 6 നമ്മുടെ വി.ഡി. സതീശൻ്റെ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ജാഥയുടെ തലേ ദിവസം രമേശ് ചെന്നിത്തല അദ്ദേഹം ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്നെ മത്സരിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. എന്നോട് സംസാരിച്ചിട്ടുള്ളപ്പോഴും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അതെന്നോട് സംസാരിക്കുകയും പ്രതിപക്ഷ നേതാവ്, ഈവൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി എന്നോട് സംസാരിച്ചപ്പോഴും അന്ന് അദ്ദേഹം പറഞ്ഞത് അഖിലിനൊരു ഓപ്പണിങ്ങിന്, കാര്യം കൊട്ടാരക്കര ഐഷാപ്പറ്റി വന്ന സ്ഥിതിക്ക് അഖിലിനെ നമുക്ക് എവിടെയാണ് നിർത്താൻ പറ്റുന്നത്, ഒരു ഓപ്പണിങ്ങിന് പറ്റിയൊരു സ്പേസ് ഉണ്ടോ എന്ന് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ കൂടെ മെയിൻ സ്ട്രീമിൽ ഉണ്ടാവണം. ഇങ്ങനെ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇവർ രണ്ടുപേരും വലിയ താല്പര്യമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇവർക്ക് എടുത്തും തിരിച്ചും നല്ല അടുപ്പമാണ്. പക്ഷേ ഫെബ്രുവരി 6 ശേഷം ഫെബ്രുവരി 8 ഇപ്പോൾ എന്നോട് കെ സി വേണുഗോപാലിനെ കൂടെ കാണണം. കാരണം എനിക്ക് കെ സി വേണുഗോപാലായിട്ട് അത്ര അടുപ്പമൊന്നുമില്ല. അപ്പോൾ കെ സിയും കൂടെ കാണണമെന്നൊക്കെ പറയുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയാവുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുക, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് സാധിക്കുമെങ്കിൽ അതല്ലേ നല്ലതെന്ന് കരുതിയിട്ട് ഞാൻ കെ സിയൊക്കെ കണ്ടതിന് ശേഷം കോൺഗ്രസ്സിലെ ചില മുതിർന്ന നേതാക്കന്മാരും ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തനമൊക്കെ എന്നോട് പറഞ്ഞു, ചില മുസ്ലിം സംഘടനകൾക്ക് അഖിലിനെ ഭയങ്കര എതിർപ്പാണ്, അതുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും അഖിലിന് സീറ്റ് തരത്തില്ല. അത് പാർട്ടിയിലെ പല നേതാക്കന്മാർക്കിടയിലും അതൊരു ചർച്ചയായിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പഴയ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കാരണമായിരിക്കാം അല്ലേ? അതെ. ഇത് കാരണം നമ്മളെ ബേസിക്കലി കഴിഞ്ഞ 3 വർഷം കൊണ്ട് സംഗീതാണല്ലോ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയാണ്, നമ്മൾ എന്തിനാണ് ഈ നേതാക്കന്മാരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവർക്ക് എനിക്കൊരു സീറ്റൊന്നും, കാരണം എനിക്കിപ്പോൾ ഒരു സീറ്റ് തരാൻ വേണ്ടി രമേശ് ചെന്നിത്തല പറഞ്ഞാൽ രമേശ് ചെന്നിത്തല സംഖ്യയാക്കും, എനിക്കൊരു സീറ്റ് തരാൻ വേണ്ടിയിട്ട് വി.ഡി. സതീശൻ പറഞ്ഞാൽ വി.ഡി. സതീശനെ സംഖ്യയാക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്കത് പറ്റാതെ വരും. വ്യക്തിപരമായിട്ട് അവർക്ക് നമ്മളോട് വിരോധമൊന്നും കാണത്തില്ല. അപ്പോൾ ഞാനും കരുതി വെറുതെ എന്ന് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛൻ വീട്ടിലിരുന്ന് ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു, വെറുതെ കരോക്കെ പോലെ. ഞാൻ അതിൻ്റെ ഒരു സ്റ്റോറി എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലിട്ടെ. അപ്പോൾ അച്ഛനെടുത്തിരിക്കുന്നൊരു കായമുണ്ട, അതിന് താഴെ എൻ്റെ നിങ്ങൾ സംഖ്യയാണോ, കാവ്യം കൊണ്ടെടുത്തിരിക്കുന്നു, എന്ത് കാവ്യം കൊണ്ടെടുത്താൽ സംഖ്യയാവോ? അതുപോലെ ആറ്റിറ്റ്യൂഡ് അവിടെ അങ്ങനെയാണ്. നമുക്കിപ്പോൾ കുറി തൊട്ട സംഖ്യ. ഇനി ചിലപ്പോൾ ഞാൻ ആക്ച്വലി മറ്റൊന്ന് ഫെബ്രുവരി 21 ഇൻ്റർനാഷണൽ യോഗ ഫെസ്റ്റാണ്. അപ്പോൾ അതിന് ദുബായിൽ ഞാനൊരു സ്പീക്കറായിട്ട് അവിടുത്തെ ഒരു മൂൺ ജ്വല്ലറി എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം അവർ എനിക്ക് തന്നതാണ് ഈ കരിങ്കാലിമാല. ഞാനിത് എടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് മനസ്സ് വിചാരിച്ചു, നീ ഇപ്പം ചാണകസംഖ്യയായി കഴിഞ്ഞല്ലടാ, അവർക്കൊരു സപ്പോർട്ടായിട്ട് പരിപാടി വരിട്ടേക്കാൻ സത്യം. അപ്പോൾ ഇത് പ്രശ്നമാണ്, കുറി തൊടുന്നവൻ അല്ലെങ്കിൽ മറ്റേ ഇത് ചെയ്യുന്നത്, ഇവരെയൊക്കെ സംഖ്യയാക്കി അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു കാലത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ചിന്തയിലേക്ക് മാറിയപ്പോൾ എൻ്റെ ആഗ്രഹം കൊട്ടാരക്കരയിൽ എൻ്റെ നാട്ടിൽ എൻ്റെ കൺമുന്നിലൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി പേർ എന്നോട് സഹായം ചോദിച്ചിട്ടുള്ളവർ, എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാതെ പോയിട്ടുള്ളത്, അവരുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ കൊട്ടാരക്കര മത്സരിക്കണം. അപ്പോഴാണ് 2020 നിന്ന് ഇങ്ങനൊരു ഓഫർ നമുക്ക് വരുന്നത്. NDAയുടെ ഒരു നാഷണൽ PR നോക്കുന്ന ഒരു ടീം എന്നെ ബന്ധപ്പെടുന്നു. കൊട്ടാരക്കര സീറ്റ് അഖിലിന് ആണ്. അങ്ങനെ അതിൻ്റെ അഖിൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ സീറ്റ് അഖിലിനാണ് എന്ന് പറഞ്ഞ് ഡൽഹിയിൽ നിന്നും സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ, 2020 എന്ന് പറയുന്നത് എനിക്ക് നേരത്തെ ഇഷ്ടമുള്ള ഒരു പൊളിറ്റിക്കൽ ആശയമായിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ്. അവർക്ക് ജാതി മതം അതൊന്നുമില്ലല്ലോ, പ്യൂർ മതേതരത്വമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി.
അവരാരുടെ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉള്ളിലല്ലല്ലോ, ബി ജെ പിക്ക് പുറത്തേക്കല്ലേ, അവർക്ക് അവരുടേതായ അഭിപ്രായം അവർക്ക് 2020 പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്വതന്ത്ര അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, എനിക്ക് എൻ്റെ മതേതര മൂല്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതേസമയം രാജ്യതാല്പര്യത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം ഭാരതീയ സംസ്കാരത്തിനൊപ്പം നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിനൊപ്പമൊക്കെ എനിക്ക് ചേർന്ന് നിൽക്കുകയും ചെയ്യാം. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 80% ബി ജെ പിയുടെ എല്ലാ കാര്യങ്ങളോടും കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആകെ ഞാൻ അവരെ എതിർത്തുകൊണ്ടിരുന്നത് അവരുടെ ചില നേതാക്കന്മാരാൽ സൃഷ്ടിക്കപ്പെടുന്ന വിഭാഗീയമായിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, ആ സ്റ്റേറ്റ്മെൻറ്റുകളോടാണ് ഞാൻ അന്നും എതിർത്തിട്ടുള്ളത്. ഇതിനു മുൻപ് ഞാൻ എതിർത്തിട്ടുള്ളത് അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളോട് മാത്രമാണ്. കാരണം അത് മനുഷ്യർക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കപ്പെടുന്നതാണ്. അത് പാടില്ല എന്ന് ഞാൻ എപ്പോഴും പറയും. രാജ്യം ഒന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ 2020 ഭാഗമായി ദേശീയതയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഇന്നലകളിൽ എന്നെ സംഘിയെന്ന് വിളിച്ചിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ അവരുടെ തന്നെ ആളായി മത്സരിച്ചാലും ജയിക്കാനുള്ള അന്തരീക്ഷം ഒരുപക്ഷെ കൊട്ടാരക്കരയിൽ എനിക്ക് ഒരുക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. അത് നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിൽ കുറേ കഥകളുണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിവാദമാവും, ബഹളമാവും. അത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വിടുകയാണ്. പിന്നെ തൃക്കാക്കരയിലേക്ക് ഞാൻ മത്സരിക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഇന്ത്യയുടെ ഭാഗമാകുന്ന സമയത്ത് നമ്മൾ അവിടെ അതിനെ പോസിറ്റീവായിട്ട് കാണണം. ഇപ്പം നമ്മൾ എവിടെ മത്സരിച്ചു, ഇപ്പോൾ പേരാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മത്സരിച്ച ശൈലജ ടീച്ചർ എന്നെ പാർട്ടി തോൽപ്പിക്കുന്ന സ്ഥലത്ത് നിർത്തിയെന്ന് പറയുകയാണ്. ആലോചിച്ച് നോക്കണം, കേരളത്തിലെ മാലാഖ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട മുഖ്യമന്ത്രിയാകും ഭാവിയിൽ എന്ന് പറയപ്പെട്ട, അതും കഴിഞ്ഞ തവണ മാറ്റി നിർത്തപ്പെട്ട, അതെ, അങ്ങനെ പലവിധ കാരണങ്ങളാൽ ജനങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം തനിക്ക് കിട്ടുമെന്നൊക്കെ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ പോലും ഇന്നൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് ബുദ്ധിമുട്ട് അറിയിക്കുകയാണ്. അവിടെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. അവിടെ ഞാൻ വന്നത് തൃക്കാക്കര മത്സരിച്ചു. രാഷ്ട്രീയത്തിൽ പൊതുവെ വളർന്നു വരുന്ന സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്നൊരു തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇത് ഗൗരിയമ്മയുടെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കാം. ഇപ്പൊ ഈ ശൈലജ ടീച്ചറിന്റെ ഒരു ഹിസ്റ്ററി. കാരണം കോവിഡ് കാലത്ത് വളരെ മികച്ച ആരോഗ്യമന്ത്രി എന്ന പേര് കേട്ട, വാട്ട് എവർ ഇറ്റ് ഈസ്, പി ആർ ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ പേര് കേട്ട ഹൈപ്പിൽ നിൽക്കുന്ന അവരെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അതിന് മുമ്പത്തെ ടേമിൽ മാറ്റി നിർത്തി. ഇപ്പോൾ അവർക്ക് തോൽക്കും എന്ന് ഉറപ്പുള്ളൊരു സീറ്റ് കൊടുത്തു. അതേപോലെ തന്നെ രണ്ടാമത്തെ ടേമിൽ വന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനെ, വീണ ജോർജൻ ഞാൻ പേഴ്സണലി ഇരുന്ന് കുറേ പോഡ്കാസ്റ്റ് ചെയ്തതാണ്. എൻ്റെ MLA ആണ്. എനിക്ക് വീണ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയോട് നമ്മളൊരാളോട് കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ എന്താണെന്ന് കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാവുമല്ലോ. എനിക്ക് നല്ലൊരു ഇമ്പ്രഷൻ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് നേരത്തെ വീണ ജോർജിനോടുള്ള ഒരു ഇമ്പ്രഷൻ ഞാനിരുന്ന് സംസാരിച്ച് പോഡ്കാസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം എനിക്കത് കുറേയൊക്കെ മാറിയെടുത്തു. അപ്പോൾ കുറച്ചൊക്കെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെയോ അല്ലെങ്കിൽ മനഃപൂർവ്വം ആരൊക്കെയോ ടാർഗറ്റ് ചെയ്ത് അവരെ ആ ഒരു രീതിയിലേക്ക്, ആ ഒരു ഇമേജ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പലർക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഏത് പാർട്ടിയാണെങ്കിലും ഉയർന്നു വരുന്ന സ്ത്രീകളെ ഇത്തരത്തിൽ ഒരു മെയിൽ ഡോമിനിസം പോലെ തന്നെ കാണിച്ച് തകർക്കാൻ ശ്രമിക്കുന്നതായിട്ട് അഖിലിന് തോന്നുന്നുണ്ടോ? അല്ല, ഇത് ഈ ആണോ പെണ്ണോ എന്നുള്ളതല്ല, നിലനിൽപ്പിന് വേണ്ടിയിട്ട് മറ്റൊരാളെ വെട്ടിയൊതുക്കുക എന്ന് പറയുന്നതാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പോളിസി. ഇപ്പം നമ്മൾ ഒരുപാട് കാലം രാജ്യത്ത് ഭയങ്കര പവർഫുൾ വനിതയായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി, ഇപ്പുറത്ത് സോണിയാഗാന്ധി, രണ്ടുപേരും വനിതകളാണ്. പക്ഷേ ഈ രണ്ട് വനിതകളും ജയലളിത, മമതാ ബാനർജി, അങ്ങനെ വനിതകൾ ഇല്ലാന്നില്ല, വനിതകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വനിതകളും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒതുക്കേണ്ടവരെല്ലാം അവർ ഒതുക്കിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ആയാലും ഒതുക്കേണ്ടവരെ ഒതുക്കിയിട്ടുണ്ട്, രാജീവ് ഗാന്ധി ഒതുക്കേണ്ടവരെ ഒതുക്കിയിട്ടുണ്ട്, ഇപ്പുറത്ത് നമ്മുടെ സോണിയാഗാന്ധി ഒതുക്കേണ്ട. അത് എപ്പോഴും രാഷ്ട്രീയത്തിലുള്ള രീതി അതാണ്. നമ്മുടെ നിലനിൽപ്പിന് മറ്റൊരുവൻ ഭീഷണിയായി വന്നാൽ അവനെ വെട്ടുക. ഇത് പൊതുവെ രാഷ്ട്രീയത്തിലുള്ളതാണ്. ഇന്നും മനോഹരമായി തുറന്നുകൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായമാണ് രാഷ്ട്രീയത്തിൽ. ശൈലജ ടീച്ചർ ഭാവിയിൽ എനിക്ക് തടസ്സമാകും എന്ന് പിണറായി വിജയന് തോന്നിയത് കൊണ്ടാണ് 100% ശൈലജ ടീച്ചറെ ഉൾപ്പെടെ, തോമസ് ഐസക്കിനെ ഉൾപ്പെടെ പല സീനിയർ നേതാക്കന്മാർ, ഒരുപക്ഷെ MA ബേബിയെ ദേശീയ സെക്രട്ടറി ആക്കിയതുപോലും ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് MA ബേബി കേരളത്തിൽ വരരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇപ്പം EP ജയരാജനെ ബന്ധു നിയമനത്തിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കി. വ്യവസായ മന്ത്രി ഒരാളെ നിയമിച്ചതിൻ്റെ പേരിൽ താഴെ ഇറക്കിയിട്ട് പിണറായി കൊടുക്കുന്നൊരു മെസ്സേജ് എന്താ? ഇത്രയേ ഉള്ളൂ ജയരാജ നീ. ഇപ്പം ജയരാജനെ പോലെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെ പോലും അയാൾക്ക് നിമിഷ നേരം കൊണ്ട് താഴെ ഇറക്കാനും തിരിച്ചു കയറ്റാനും പറ്റുമ്പോൾ താനാണ് പാർട്ടി, താൻ പറയുന്നത് ഇവിടെ നടക്കൂ എന്ന ഒരു സംഭവം പിണറായി ഇട്ട് കൊടുത്തിട്ട് അതൊക്കെയാണ് ഇവരിലൂടെ എല്ലാം നടപ്പിലാക്കിയത്. ഒന്നാലോചിച്ച് നോക്കി, ഇപ്പം തന്നെ പിണറായി ആ പാർട്ടിയോട് ചെയ്ത ഏറ്റവും വലിയ ചതി എന്താ? ഒരിക്കലും അയാൾ പ്രതിപക്ഷ നേതാവാകരുതായിരുന്നു, ഒരിക്കലും. കാര്യം ഈ പാർട്ടിയിൽ ഒരു നേതാവ് ഉണ്ടാകേണ്ട ഒരു പൊസിഷനിങ്ങിനെ അയാൾ ഇല്ലാതാക്കി കളഞ്ഞത്.
5 വർഷം കൊണ്ട് ഒരു പുതിയ നേതാവ് വളർന്ന് ഈ പാർട്ടിയെ നയിച്ച് ഒരുപക്ഷെ ഇപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹം ഒരു മോശം ഒരു പ്രതിപക്ഷ നേതാവായിരുന്നില്ല. കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു രമേശ് ചെന്നിത്തല. പക്ഷേ ഭയങ്കര വലിയ പ്രാസംഗികനോ മറ്റേ കൗണ്ടറുകൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ കൈയടി മേടിക്കാനൊന്നും പുള്ളിക്കറിയത്തില്ല. അതായത് ഒരു മികച്ച പ്രതിപക്ഷ നേതാവ് തന്നെ ആയിരുന്ന അദ്ദേഹം പരാജയം ഉൾക്കൊണ്ട് ആ സ്ഥാനത്തുനിന്ന് മാറിക്കൊടുത്തു. പകരം അത്രയൊന്നും സീനിയർ അല്ലാത്ത ഒരു പുതിയൊരാൾ പാർട്ടിയെ നയിക്കാൻ വന്നു. അത് കോൺഗ്രസിന് ഗുണം ചെയ്തു. ശരിക്കും വി ഡി സതീശനൊന്നും മന്ത്രി പോലും ആയിട്ടില്ല അദ്ദേഹം ഇതുവരെ. ഇല്ല, മന്ത്രിയായിട്ടില്ല. ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്, അതും വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത് അല്ല, അത് മുഖ്യമന്ത്രി മാത്രമല്ല. ആയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ പ്രത്യേകത നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ. കോൺഗ്രസ്സിൽ VM സുധീരൻ, ശശി തരൂർ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവരെല്ലാം ഞാൻ പറയുന്നത് ഒരു മുഖ്യമന്ത്രിയാകാൻ പൊസിഷനിങ് ചെയ്യപ്പെട്ട എത്ര നേതാക്കന്മാർ നിൽക്കുന്ന, നമുക്ക് ഇവരൊക്കെ മുഖ്യമന്ത്രി ആയാലും നമുക്ക് ആർക്കും ഒരു പ്രശ്നം തോന്നില്ല. ശരിയാണെന്നല്ലോ, ഇവരെല്ലാം മുഖ്യമന്ത്രി പക്ഷേ അർഹരാന്നൊരു ഫീൽ വരത്തില്ല. ആലോചിക്കുക. പക്ഷെ ആ ഒരു നമുക്ക് എത്ര ടി വിക്കാരും മാധ്യമങ്ങളും വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും നമുക്ക് കറക്റ്റ് ജനത്തിന്റെ ഒരു പൾസ് അറിയണമെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ മതി എന്നുള്ളത്. നമ്മൾ രണ്ട് പ്രശ്നമുണ്ട്. അത് വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള നിർണ്ണയിക്കുന്ന സമയത്ത് വി ഡി സതീശൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കിട്ടിയ ഒരു ട്രമൻഡസ് സപ്പോർട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അല്ല, ഒരു ജനകീയ പരിവേഷം, ഇന്നൊരാൾ മുഖ്യമന്ത്രി ആകണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ച, നമുക്ക് രണ്ട് രീതി ചെയ്യാം. നമ്മൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ വേണമെങ്കിൽ ഒരാളെ ഹൈപ്പ് കൊടുക്കാനും ഒരാളെ താഴ്ത്താനും ഒക്കെ പറ്റും. ഇത് ഒരു ടീം വിചാരിച്ചാലും നടക്കുന്ന കാര്യമാണ്. പക്ഷേ അതേസമയം തന്നെ നമുക്ക് കുറേയൊക്കെ സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി പുള്ളിക്കുണ്ടായിരുന്നു. അല്ല, ഞാനിത് പറഞ്ഞത് വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയെ പറ്റി പറയാനല്ല. പിണറായി വിജയൻ പാർട്ടിയോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് മൂന്നാമതൊരാൾ വരാനുള്ളൊരു സ്പേസ് കൂടി. ഇപ്പോൾ ഇത്രയും പ്രായമുള്ള പിണറായി ഒരു 5 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണോ ഇവിടെ നിൽക്കുന്നത്? ഈ പാർട്ടിയിൽ ഒരു പുതിയ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഈ പാർട്ടിയെ നയിക്കേണ്ട ഒരു രണ്ടാം നിരയിൽപ്പെട്ടവരില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ തന്നെ മത്സരിച്ച മണ്ഡലം തൃക്കാക്കരയിൽ ഓപ്പോസിറ്റ് യഥാർത്ഥത്തിൽ അരുൺകുമാർ ചാനൽ ചർച്ചകൾ വന്നിരുന്നിട്ട് എല്ലാ ചർച്ചകളിലും ആ പാർട്ടിയുടെ ഒരു ചാവേറാവുന്ന ഒരു മനുഷ്യനാണ് ഈ അരുൺകുമാർ. എടാ, അടുത്ത ചോദ്യമായിരുന്നു അരുൺകുമാറിനെ പറ്റുക. നിങ്ങൾ ഇപ്പോഴേ എടുത്ത് അല്ല, ആലോചിച്ചു, അയാൾക്കൊരു സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ എന്താണ് പ്രശ്നം? ഞാനിങ്ങനെ ചുമ്മാ ചിന്തിക്കും. അരുൺകുമാറിന് അയാൾ എന്തായാലും എനിക്ക് ഈ പുഷ്പദാസ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് സത്യസന്ധമായി പറഞ്ഞാൽ തൃക്കാക്കരയിൽ ഇടതുപക്ഷത്തിൽപ്പെട്ടവർക്ക് പോലും അറിയില്ല. അപ്പോൾ അത്രയൊന്നും സജീവമല്ലാത്ത, അത്രയൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത ഒരാളെ കൊണ്ട് മത്സരിപ്പിക്കുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ചർച്ചകളിലും വന്നിരുന്ന് ന്യായീകരിച്ച് സ്വയം ചാവേറാകുന്ന പാർട്ടിയുടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളെ. നാളെ ചിലപ്പോൾ അദ്ദേഹം ജോൺ ബ്രിട്ടാസിനെ പോലെ ചിലപ്പം ആ ഒരു രീതിയിലേക്ക് മാറിയേക്കാം. ജോൺ ബ്രിട്ടാസ് ഇപ്പൊ MP ആയ പോലെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷം ഇവിടെ നശിക്കും സുജിത്തെ. കാര്യം കേരളത്തിൽ ഇനി ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തെ നമ്മൾ കൃത്യമായി നോക്കിക്കണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റി എല്ലാവരും പറയും. പല ചർച്ചകളിൽ ഇപ്പം ശ്രീധമണിക്കർ നമ്മുടെ അടുത്ത സുഹൃത്താണ്. ഞാൻ MN കാരശ്ശേരി മാഷുമായിട്ട് ചർച്ചകളിൽ പണ്ട് ഏഷ്യാനിലൊക്കെ ഇരുന്നിട്ടുണ്ട്. ചേക്കുട്ടി ഉൾപ്പെടെയുള്ള സാറുമാരൊക്കെ അവരൊക്കെ. പക്ഷേ ഒരാളും പ്രോപ്പറായിട്ട് തെരഞ്ഞെടുപ്പിനെ ഒന്ന് അനലൈസ് ചെയ്തതിൻ്റെ ഒരു സത്യാവസ്ഥയിൽ നിന്നിട്ട് വന്നില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, 2016 മുതൽ 2021 വരെയുള്ള പിണറായി ഭരണം ഒരു മികച്ച ഭരണമായിരുന്നില്ല. ഏറ്റവും മോശം ഭരണം തന്നെയായിരുന്നു. പക്ഷേ പിണറായിയെ രക്ഷിച്ച ചില ഘടകങ്ങളായിരുന്നു പ്രളയം, കോവിഡ്, നിപ്പ തുടങ്ങിയ ചില ദുരന്തങ്ങൾ. അപ്പം ഞാൻ അന്നേ പറയുകയും ചെയ്തു, ദുരന്തങ്ങൾ രക്ഷപ്പെടുത്തിയ ഒരു നായകനാണ്. അതെ, അതേസമയം പ്രതിപക്ഷത്തിന് ആ സമയത്ത് ഉന്നയിക്കാനുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള യഥാർത്ഥത്തിൽ അല്ല, അതാ ഞാൻ കാരണം ഈ കോവിഡിന്റെ സമയത്ത് പ്രളയം വരുമ്പോൾ ഇവർ ചെയ്യുമ്പോൾ പ്രതിപക്ഷം പോയി കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് നാണക്കേട് പറ്റത്തില്ല. പക്ഷെ അതേസമയം ബ്രൂവറി ആയിക്കോട്ടെ, സ്പ്രിംഗ്ലർ ആയിക്കോട്ടെ, ഇങ്ങനെ പലതും ഇതിന്റെ ഇടയിലൂടെ കൊണ്ടുവരാൻ ഇതിനെല്ലാം പ്രതിപക്ഷം ഇടപെട്ട്, അല്ലെ രമേശ് ചെന്നിത്തല ഇടപെട്ട് ഇതിനെല്ലാം പിന്തിരിപ്പിച്ചു, തീരുമാനങ്ങളെല്ലാം പിന്തിരിപ്പിച്ചു. പക്ഷേ കോവിഡ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങൾ ഇത് മറന്നു. ഇയാൾ കിറ്റ് കൊടുത്ത് കുറേ നേതാവായി. അതിനേക്കാളെല്ലാം ഉപരി ഈ 99 സീറ്റ് കിട്ടാനുള്ള ഒരു മെയിൻ കാരണങ്ങളിലൊന്നായിരുന്നു, ആവാതിരിക്കുക എന്നുള്ളതല്ല, ഞാൻ അതിൻ്റെ ആ ഡേറ്റയാണ് ഞാനീ പറയുന്നത്. ഹിന്ദു വിരുദ്ധ നിലപാട് അതിശക്തമായി എടുത്ത സർക്കാരായിരുന്നു ഫസ്റ്റ് പിണറായി സർക്കാർ. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതായിക്കോട്ടെ, ശബരിമല വിഷയത്തിൽ പ്രതിഷേധിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തതായിക്കോട്ടെ. അപ്പം സുപ്രീം കോടതി പറഞ്ഞത് സ്ത്രീകളെ കയറ്റണം എന്നല്ല, സ്ത്രീകൾക്ക് കയറാം എന്നാണ്. കയറാം എന്ന് സുപ്രീം കോടതിയുടെ വിധിയുടെ അർത്ഥം നിങ്ങൾ നിർബന്ധിച്ച് അവിടെ കയറ്റണം എന്നുള്ളതല്ല. ഇപ്പോൾ സുജിത്ത് പറയുകയാണ്, എൻ്റെ വീട്ടിലേക്ക് സ്ത്രീകൾക്ക് കയറാം എന്ന് പറഞ്ഞാൽ നാളെ ഒരു 50 സ്ത്രീകളെ കൊണ്ടുവന്ന് ഗേറ്റും തള്ളിപ്പൊളിച്ച് ഇതിനകത്തോട്ട് കുത്തി കയറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലും വന്നാൽ കയറാം, എനിക്ക് തടസ്സമൊന്നുമില്ല. സുപ്രീം കോടതിയുടെ വിധി പ്രകാരവും അല്ലെങ്കിൽ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞാൽ പോകാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാം. താല്പര്യമുള്ള സ്ത്രീകൾ പോട്ടെ. പക്ഷേ ഭക്തരായ ഒരു സ്ത്രീകൾ പോലും താല്പര്യമില്ലാതെ മാത്രമല്ല, ഈ വിധി എതിർത്തപ്പോൾ ഭക്തരല്ലാത്ത യുക്തിവാദികളായ കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ച പുരോഗമനം പറഞ്ഞു നടക്കുന്ന ഒരു പറ്റം ആൾക്കാർക്ക് ശബരിമല കയറണം. അതിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമായിരുന്നു. അതിനെല്ലാ പിന്തുണയും കൊടുത്തു, അതിനെ എതിർത്തവരെ കേസെടുത്തു.
പിന്നീട് ഇങ്ങോട്ട് ആ സർക്കാരിൻ്റെ എല്ലാ നിലപാടുകളും അതിഭീകരമാം വിധം ഇടത് വിരുദ്ധമായിരുന്നു, ഹിന്ദു വിരുദ്ധമായിരുന്നു. ശക്തമായ BJP വിരുദ്ധ നിലപാടുകളൂടെ ഈ സർക്കാർ എടുത്തു. സ്വാഭാവികമായും കേരളത്തിലെ മുസ്ലിം സമൂഹം ഭയങ്കരമായി പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തു. ആ ഒരു ഇമ്പാക്റ്റാണ് 99 സീറ്റിലേക്ക് പിണറായി നയിച്ചത്. ഈ 99 സീറ്റ് കിട്ടിയ പിണറായി അടുത്ത 5 വർഷം എന്താ ചെയ്തത്? നേരെ ഉൾട്ടയടിച്ചു. ഹിന്ദു വിരുദ്ധ നിലപാടുകൾ മാറ്റിയിട്ട് മുസ്ലിം വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങി. മുസ്ലിം വിരുദ്ധ നിലപാടെന്ന് ജമാഅത്ത് ഇസ്ലാമിയെ വർഗീയവാദികൾ എന്ന് തന്നെ പിണറായി ഇൻ്റർവ്യൂകളിൽ പറഞ്ഞു. മീഡിയ വൺ ഒരു കാളകൂട വിഷമാണ് എന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു. ഈ ശബരിമല വിഷയത്തിൽ നേരെ പിന്നോട്ട് പോയി. അയ്യപ്പനെ നശിപ്പിക്കാൻ നോക്കിയവർ അയ്യപ്പ മഹാസംഗമം നടത്തി. ഹിന്ദു മഹാസംഗമം തിരുവനന്തപുരത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഇടത് സർക്കാരായി മാറി. വെള്ളാപ്പള്ളി നടേശൻ ആവശ്യത്തിനും അനാവശ്യത്തിനും സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടിയാണ് സംസാരിച്ചെങ്കിലും ഒരു പൊതുധ്വനി അത് മറ്റൊരു ഇതര സമുദായത്തെ ആക്ഷേപിക്കുന്നത് പോലായി മാറി. ഒരുപക്ഷെ പ്രായം കൊണ്ടാവാം താൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു കൃത്യമായ വ്യക്തത അദ്ദേഹം കൊടുക്കാതെ ഒന്ന് ഒളിച്ചു കളിച്ചപ്പോൾ നമുക്കിടയിൽ ഭയങ്കര കൺഫ്യൂഷൻ വന്നു. വെള്ളാപ്പള്ളി ഒന്ന് മുനവെച്ച് പറഞ്ഞതല്ലേ. അപ്പോൾ അങ്ങനെ മലപ്പുറം എന്ന് പറയുമ്പോഴും മുസ്ലിങ്ങൾക്കല്ലേ എന്നൊരു ധ്വനി തോന്നിപ്പിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളും ഇവിടെ ചർച്ചയായി. അപ്പോൾ ഒരു മുസ്ലിം വിരുദ്ധനായ വെള്ളാപ്പള്ളിയെ മലപ്പുറത്തുള്ളവരും മുസ്ലിം ലീഗൊക്കെ ഉയർത്തി കാണിച്ചു. അതായത് മനസ്സുകൊണ്ട് അങ്ങനെ അല്ല ചിന്തിച്ചിരുന്നെങ്കിൽ പോലും വെള്ളാപ്പള്ളി നടേശനെ ഒരു മുസ്ലിം വിരുദ്ധനാക്കി, ഒരു വർഗീയവാദിയാക്കി ഇപ്പുറത്തുള്ളവർ ചിത്രീകരിച്ചു. അങ്ങനത്തെ വർഗീയവാദിയെ കൊണ്ട് പിണറായി വിജയൻ കാറിൽ സഞ്ചരിച്ചു. സ്വാഭാവികമായിട്ടും മുസ്ലിം സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലപാടുകൾ സ്വീകരിച്ച ഇടത് സർക്കാരിനെ താഴെ ഇറക്കാൻ അവർ അട്ടപടലം തീരുമാനിച്ചതിൻ്റെ ഫലമാണ് ഈ ഉറപ്പായും 100 സീറ്റിൽ ജയിക്കാൻ കഴിയുമെന്ന് VD സതീശന് മനസ്സിലായത്. ഉറപ്പായും മന്ത്രിമാർ തോൽക്കുമെന്ന് മുൻകൂട്ടി പറയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് കൊട്ടാരക്കര ബാലഗോപാൽ ജയിച്ചത്? ധനമന്ത്രി പരാജയപ്പെടേണ്ടതല്ലേ? പരാജയപ്പെട്ടില്ല. മുസ്ലിം വോട്ട് കുറവുള്ള മണ്ഡലമാണ് കൊട്ടാരക്കര. 7000 വോട്ടേ ഉള്ളൂ. ഇനി ചിലർ പറയും അങ്ങനല്ല, ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, നിങ്ങൾ വലിയ മതേതരത്വം ഞങ്ങളിവിടെ കണ്ടു, സന്ദീപ് വാര്യർ ജയിച്ചു. സന്ദീപ് വാര്യർ ജയിക്കുന്ന സമയത്ത് പരാജയപ്പെടുത്തിയത് VPP മുസ്തഫയാണ്. അപ്പോൾ ഒരു മുസ്ലിങ്ങൾ പരാജയപ്പെടുത്തിയില്ലേ? തവനൂരിൽ KT ജലീൽ പരാജയപ്പെട്ടു, ജയിച്ചത് ക്രിസ്ത്യാനിയായ എനിക്കൊന്ന് പെന്തക്കോസാണെന്ന് തോന്നുന്നു അദ്ദേഹം, എനിക്കറിയില്ല, കൃത്യമായിട്ടറിയില്ല. എന്നാലും ഒരു ഇതര സമുദായക്കാരനായ ജോയ് ജയിച്ചില്ലേ? അത് വലിയ മതേതരത്വ മൂല്യമല്ലേ? കൊല്ലത്ത് ഇരവിപുരത്ത് വിഷ്ണുമോഹൻ ജയിച്ചു, പരാജയപ്പെട്ടത് അവിടുത്തെ പഴയ MLA നൗഷാദ്. അപ്പോൾ ഇതൊക്കെ മുസ്ലിം സമൂഹത്തിന്റെ പിണറായിയുടെ എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു? അത് ഞാൻ പറയാം. റഷീദ് അല്ല, പക്ഷെ അതിനകത്ത് റീസൺ ഉണ്ട്. അടുത്ത കേട്ടോ. യഥാർത്ഥത്തിൽ ഇവർ പറയുന്നതിനെ നമ്മൾ മതേതരത്വം എന്നല്ല പറയേണ്ടത്, അതായത് ആശയത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം BJP ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിയാൽ ഇവർ ജയിപ്പിക്കുമോ? BJP മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിയാൽ മുസ്ലിങ്ങൾ ജയിപ്പിക്കത്തില്ല. കാര്യം മുസ്ലിംസ് അവിടെ നോക്കുന്നത് BJPയുടെ ആശയം എന്താണ്, അത് ഞങ്ങൾക്ക് അനുകൂലമാണോ ഞങ്ങൾക്ക് എതിരാണോ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ ഇടതുപക്ഷം ഏത് സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നുള്ളതല്ല അവർ നോക്കിയത്. ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ആശയം എന്താണ്? ഹിന്ദു അനുകൂല നിലപാടാണോ, അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധ നിലപാടാണോ, അല്ലെങ്കിൽ മുസ്ലിം അനുകൂല നിലപാടാണോ? ഇത് നോക്കിയാണ് ഇവർ വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ ജയിച്ചത്. കാര്യം VPP മുസ്തഫ എന്ന് പറയുന്ന മുസ്ലിം കാൻഡിഡേറ്റ് അല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം ഇടതുപക്ഷം പരാജയപ്പെടുക എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് ബ്ലോക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ, അതായത് ഞാനത് ഒരിക്കലും ഇത് വർഗീയത, ഇതൊരു റിയാലിറ്റിയാണ് പറയുന്നത്. ഹിന്ദുവിൻ്റെ വോട്ടുകളും ഈവൻ ക്രിസ്ത്യൻസ് പിന്നെ വർഷങ്ങളായിട്ട് കോൺഗ്രസ്സുകാരാണ്, അവർ ക്രിസ്ത്യൻസൊക്കെ അങ്ങനെ വോട്ട് ചെയ്യും. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഉത്തരേന്ത്യയിൽ കാണുന്നത്, ഉത്തരേന്ത്യയിൽ 80% വരുന്ന ഹിന്ദു ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നോ അതുകൊണ്ട് അവിടെ BJP ജയിക്കും. അപ്പം മലപ്പുറത്ത് 50,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയ 8ഓളം ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ വോട്ടിംഗ് മെഷീൻ്റെ ക്രമക്കേടെന്ന് പറയുന്നില്ല. അവിടെ 50,000 വോട്ടിന് ഇപ്പം കുഞ്ഞാലിക്കുട്ടിക്ക് 80,000-ന് മുകളിൽ ഭൂരിപക്ഷം തൊട്ട് ഇങ്ങോട്ട് താഴെ എടുത്തു കഴിഞ്ഞാൽ 50,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയ 8 ആൾക്കാരുടെ വോട്ടിംഗ് മെഷീൻ എടുത്തു വെച്ച് പഠിക്കാൻ നമ്മൾ ആരെങ്കിലും പറയുന്നു? എന്നിട്ട് പിന്നെന്തിനാണ് ഉത്തരേന്ത്യയിൽ 80% ഹിന്ദുക്കളുള്ള സ്ഥലത്ത് വോട്ടിംഗ് മെഷീൻ എടുത്ത് പഠിക്കാൻ പറഞ്ഞത്? അവൻ അങ്ങനെ വോട്ട് ചെയ്യുന്നെങ്കിൽ ഇവിടെ നിങ്ങൾ ഇങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്. നിങ്ങൾ തീരുമാനിക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കാൻ നിൽക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നടത്തിയെടുക്കുന്നു. ഞാൻ ഒരു തെറ്റും പറയത്തില്ല, അങ്ങനെ തന്നെ വേണം, ഐക്യം വേണം. നിങ്ങളുടെ ഐക്യത്തെ ഞാൻ ഒരിക്കലും പുച്ഛിച്ച് പറയല്ല, പക്ഷേ അതായിരുന്നു റിയാലിറ്റി. അതിന് മുന്നോട്ട് പോയാൽ ഇപ്പം വെള്ളാപ്പള്ളി നടേശനെ ടാർഗറ്റ് ചെയ്തിട്ട് നടക്കുന്ന അറ്റാക്കുകൾ, SNDPയും മുസ്ലിം സമൂഹവും തമ്മിൽ എവിടെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ ഇടതുപക്ഷം ആർക്കൊപ്പം നിൽക്കും? ഇപ്പം തന്നെ ഇടതുപക്ഷത്തിലെ ഒരു വിഭാഗം മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിലേക്കും കോൺഗ്രസിലേക്കും പോയി തുടങ്ങി. അവർക്ക് ഇതിനുള്ളിൽ സർവൈവ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ പല രീതിയിൽ വന്നു തുടങ്ങി. അതൊരു സത്യമാണ് സുജിത്തെ. ആ സത്യത്തെ അംഗീകരിച്ച് നമുക്കിനി കേരളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ.
തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എങ്ങനെ ഏറ്റവും മനോഹരമായ തീരുമാനം എടുക്കാം എന്ന് ഒരു പറ്റം ആൾക്കാർ തീരുമാനിക്കുന്നതിനെ വർഗീയതയെന്ന് ഞാൻ പറയുന്നില്ല, അത് അവർ എടുത്തോട്ടെ. പക്ഷേ തിരിച്ചറിയാനുള്ള ബോധം മലയാളികൾക്ക് ഉണ്ടാകണമെന്നേ ഞാൻ പറയും. ഞാൻ അഖില് വരുന്നതിന് മുമ്പ്, ഞാൻ സാറിന് എൻ്റെ അടുത്ത് വരുന്ന എല്ലാ ഗസ്റ്റും അതിന് മുമ്പ് അവർ വരുന്നതിന് മുമ്പ് അവരുടെ വിക്കിപീഡിയ ഒന്ന് വായിച്ചു നോക്കാറുണ്ട്. സാധാരണ ഭൂരിഭാഗം വരുന്ന മിക്ക ആൾക്കാർക്കും വിക്കിപീഡിയ ഉണ്ടാവും. അഖിലിൻ്റെ ഒരു വിക്കിപീഡിയ ഞാൻ കണ്ടില്ല. സാറിന് ഇത്രയൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടൊരു വിക്കിപീഡിയ കാണാണ്ടാണ്. അത് ഒരു ടീം എൻ്റെ അടുത്ത് വിക്കിപീഡിയ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ചോദിച്ചു ന്യൂസ് കഴിഞ്ഞ സമയത്ത്. ഞാനന്നേരം പൊതുവേ ഈ അങ്ങനൊന്നും ഒരു അത്തരത്തിലുള്ള കാരണം ആവശ്യത്തിനൊക്കെ പോപ്പുലാരിറ്റി കിട്ടിയതൊന്നും വേണ്ട. അപ്പം ഞാൻ ഇവരെ ഒന്ന് വെറുപ്പിച്ചു. അവരെന്തോ പാര വെച്ച് ഇതിട്ടേക്കാണ്. പിന്നീട് ഞാൻ ശ്രമിച്ചതുമില്ല. അപ്പം വെറുപ്പിച്ച് കഴിഞ്ഞാൽ ഇത് വിക്കിപീഡിയ എനിക്കും വിക്കിപീഡിയ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പണ്ടെപ്പോഴും ആരോ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇതൊരു ടീമുണ്ട്. ആ ഒരു ടീം ഒരു ലോബി പോലെ പ്രവർത്തിക്കുകയാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഞാനൊരു പുസ്തകം എഴുതി ഇത്ര പൈസയൊക്കെ തന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞു. അത് ശരിക്കും ഒരു ലോബി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു പുസ്തകമൊക്കെ എഴുതിയ ഒരാളായതുകൊണ്ട് എനിക്കും വേണമെങ്കിൽ ഒരു വിക്കിപീഡിയ പേജൊക്കെ കിട്ടേണ്ടതാണ്. ഇവിടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വിക്കിപീഡിയ പേജ് ഇല്ലാത്തത്. ബാക്കി എല്ലാ രാജ്യങ്ങളിലും പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് വിക്കിപീഡിയ കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള വിക്കിപീഡിയ മോഡറേറ്റേഴ്സ് അക്കാര്യത്തിൽ കുറച്ച് എനിക്ക് പൈസ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓൾ മണി ഗെയിം അങ്ങനെയാണെന്ന് അതുപോട്ടെ. അപ്പോൾ ശരിക്കും അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി എന്തായിരുന്നു പണ്ട്, അതായത് ഈ പൊളിറ്റിക്സിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്നതിന് മുമ്പ് എന്താ പഠിച്ചതൊക്കെ? അപ്പം ഞാൻ നമ്മുടെ ഫാത്തിമ കോളേജിൽ ഡിഗ്രിയാണ് പഠിച്ചത്, BSc മാത്സ്. ഞാനത് നമ്മൾ +10ാം ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിക്കുന്നു. എൻ്റെ ഇങ്ങനെയുള്ള പേഴ്സണൽ കഥകളൊക്കെ സത്യത്തിൽ ഒരു വിധപ്പെട്ട എന്നെ അറിയാവുന്നവർക്കെല്ലാം നന്നായിട്ട് അറിയാം. അപ്പം 10ാം ക്ലാസ്സിൽ നമ്മൾ സ്കൂളിൽ നല്ല മാർക്കോടെ പാസ്സായി. അന്ന് ഹൈ ഡിസ്റ്റിങ്ഷൻ മാർക്ക് 10ാം ക്ലാസ്സിൽ കിട്ടി. +2 കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതനുസരിച്ചൊരു ജോലി ചെയ്യണം. അപ്പം നമ്മൾ ഒരുപാട് സാമ്പത്തികമായിട്ട് വളരെ മോശം ഫാമിലിയിൽപ്പെട്ടതായതുകൊണ്ടും അച്ഛനൊക്കെ എന്തായിരുന്നു? അച്ഛന് ഒരു 8 വയസ്സ് വരെയൊക്കെ അച്ഛൻ സാധാ കൂലിപ്പണി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഒന്നും ഗൾഫിൽ പോയി സൗദിയിലായതുകൊണ്ട് വലിയ ശമ്പളമൊന്നുമില്ല. 3000 രൂപ 4000 രൂപ അന്നത്തെ എന്താ ശമ്പളമുണ്ട്. അപ്പം നമുക്കന്ന് വീടോ കാര്യങ്ങളോ അന്തരീക്ഷം ഒന്നുമില്ല. പല സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കുക എന്ന് പറയുന്ന അന്തരീക്ഷമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതങ്ങനെ ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല. അവിടെ നിന്ന് അങ്ങനെ പോയപ്പോൾ നമ്മളുടെ എവിടെ ഇറങ്ങിയാലും പരിഹാസങ്ങളാണ്. പിന്നെ ഞാൻ ആകെ നന്നായിട്ട് പഠിക്കും. പിന്നെ എൻ്റെ സ്വഭാവത്തൊക്കെ അന്നും ഇങ്ങനെയൊക്കെ തന്നെ അത്യാവശ്യം ഒരു വഴക്കാളിയും ബഹളക്കാരനൊക്കെയാണ്. അപ്പം നമ്മുടെ ഈ ക്യാരക്ടറിൻ്റെ കുഴപ്പം കൊണ്ട് പരിഹാസം കുറച്ചുകൂടെ കൂടും. പിന്നെ വീട്ടുകാർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടും ബുദ്ധിമുട്ടായതുകൊണ്ടും അതിൻ്റെയും കൂടെ നമുക്ക് കിട്ടും. നീ ഇന്നവളുടെ മോൻ തന്നല്ലേ, അല്ലെങ്കിൽ നീ എന്തുകൂടെ കിടന്ന് പൊങ്ങാ, നീ ആരടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങളും ഇതൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും ആകണം. ഇപ്പോൾ എല്ലാവരുടെ ഒന്ന് റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ജോലി കിട്ടണം. അപ്പം ഞാൻ കരുതി എന്നാൽ SI ആവാം. അപ്പം ആൾക്കാരെയൊക്കെ പേടിപ്പിക്കാമല്ലോ. അപ്പോൾ അത് 10ാം ക്ലാസ്സിലുള്ള ചിന്ത SI ആവാന്നുള്ളതാണ്. +2 ഒക്കെ ആയപ്പോഴത്തേക്ക് SI ആയിട്ടും കാര്യമൊന്നുമില്ല, IPS എങ്കിലും എടുക്കണം. അങ്ങനെ സിവിൽ സർവീസ് ആണ് ആഗ്രഹിച്ചത്. സിവിൽ സർവീസ് അപ്പോൾ ഞാൻ നന്നായി പഠിക്കും. അപ്പോൾ എനിക്ക് വഴങ്ങുന്ന സാധനമാണ്. ഞാനങ്ങനെ സിവിൽ സർവീസ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫാത്തിമ കോളേജ് ഡിഗ്രിക്ക് പോകുന്നത്. പക്ഷേ അവിടെ വെച്ച് എൻ്റെ ലൈഫ് അട്ടപടലം മാറുകയാണ്. നന്നായി പഠിച്ച് മാത്സിനൊക്കെ 100ൽ 100 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ കുഴപ്പമാണ് എന്ന് കരുതിയിരുന്ന ഞാൻ BSc മാത്സ് പാസ്സായില്ല. അത് ഇംഗ്ലീഷ് എഴുതാത്തതുകൊണ്ടാണ്. മാത്സൊക്കെ ഞാൻ പാസ്സായി. പക്ഷേ ഞാൻ ഇംഗ്ലീഷ് എക്സാം എഴുതിയില്ല. അവിടെ ഞാൻ ഡിഗ്രി പാസ്സായതുമില്ല. അങ്ങനെ എൻ്റെ ഡിഗ്രി പഠനം ഇല്ലാണ്ടാവുകയും ഒരു പെൺകുട്ടിയായിട്ടുള്ള പ്രണയം, അവളെ വിവാഹം കഴിക്കണമെങ്കിൽ ജോലിക്ക് പോകണം. അങ്ങനെ 2009 തന്നെ ഞാൻ മെഡിക്കൽ റെപ്പായിട്ട് ജോലിക്ക് കയറി. പിന്നെ അവിടെ നിന്ന് ആ കമ്പനി നിന്നുകൊണ്ട് തന്നെ ശമ്പളം കൂടുതൽ കിട്ടുമെന്നുള്ള ആഗ്രഹത്തിൽ ഒരു US കമ്പനി ട്രൈ ചെയ്തു. ദൈവം അനുഗ്രഹിച്ച് ആ കമ്പനി കിട്ടി. അങ്ങനെ 2010 തന്നെ 54,000 രൂപ ശമ്പളം കിട്ടത്തക്ക രീതിയിൽ കമ്പനി ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രണയം ഇല്ലാണ്ടാവുന്നു. അന്നേരം എനിക്കൊരു തോന്നൽ, ഞാൻ എന്തേ കാണിച്ചത്? എൻ്റെ ലൈഫ് ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനി കൊണ്ട് ഞാൻ തളച്ചോ? ഞാൻ ഈ മരുന്ന് കച്ചവടക്കാരനായിട്ട് ജീവിതം ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ജീവിതം ഏതാണ്ടൊക്കെ ഒരു പരിവാകും. കാരണം കമ്പനിക്ക് എന്നെ വേണ്ടാതാവും. അത്യാവശ്യം കുറച്ച് കഴിവും കാര്യങ്ങളൊക്കെ ഈശ്വരൻ തന്നു. ഇതൊന്നും ഉപയോഗിക്കാതെ പഠിക്കാതെ സ്വയം നശിച്ച് ഇപ്പം ആ ജോലിയും കൂടെ ഒക്കെ കളയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് എതിർപ്പ്. എന്നാൽ നമുക്കൊന്നും ഇല്ലല്ലോ, നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ആ സമയത്ത് ആകെ ഉള്ളത് 500 സ്ക്വയർ ഫീറ്റ് ഓടിട്ട വീടാണ്, വഴി പോലും ഇല്ലാത്തൊരു കൊച്ചു വീട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ സ്വയം നശിച്ചങ്ങ് ഇല്ലാണ്ടായി പോകാന്നല്ല. അപ്പോൾ എന്തെങ്കിലും ആവണ വാശിയായി. ആ വാശിയിൽ പെട്ടെന്ന് പണ്ട് നാടകം എഴുതുമായിരുന്നു. 5ാം ക്ലാസ് തൊട്ട് ഞാൻ നമ്മൾ സ്വന്തമായിട്ട് നാടകം എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച് സ്കൂൾ വരെ 10ാം ക്ലാസ് വരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ജില്ലാ തലത്തിൽ സെക്കൻഡൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പം വിചാരിച്ചു എന്നാൽ തിരക്കഥ എഴുതാം. അങ്ങനെ ആദ്യമായിട്ടൊരു തിരക്കഥയൊക്കെ എഴുതി. വിനീത് ശ്രീനിവാസനെ കാണാൻ വേണ്ടി 2010 ചെന്നൈക്ക് പോയി. അങ്ങനെ അവിടെ നിന്ന് സിനിമയിലെത്തണം, തിരക്കഥ എഴുതണം. അങ്ങനെ തിരക്കഥ എഴുതണമെന്നാണ് ആദ്യം ആഗ്രഹിച്ചത്. സംവിധാനം ചെയ്യാനുള്ള ധൈര്യമൊന്നും നമുക്ക് അന്നത്തെ സ്വപ്നത്തിൽ പോലും ഇല്ല. അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. അങ്ങനെ യാത്ര തുടങ്ങി 2013 കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങൾ കണ്ട് അതിൻ്റെ ഇടയിൽ പോയി ഇടപെട്ട് അവിചാരിതമായി രാഷ്ട്രീയക്കാരനാവുകയാണ്. ഓക്കെ.
എനിക്കൊരു രാഷ്ട്രീയമില്ല കേട്ടോ. എനിക്ക് കോളേജിലൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല. ഞാൻ KSU യൂത്ത് SFയിൽ ഒന്നുമില്ല. എനിക്ക് രാഷ്ട്രീയം ഒന്നിൻ്റെ ചിന്തയിൽ പോലും ഇല്ല. എൻ്റെ ചുറ്റിനും നിന്ന് ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ പോയി ഇടപെട്ട് അത് ചോദിക്കാൻ ചെന്നപ്പോൾ നീ ആരുടെയാണെന്ന ചോദ്യം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് സാറിനാവാൻ ശ്രമിച്ചു. അങ്ങനെ യൂത്ത് കോൺഗ്രസ് സാറിനായി. വിഷ്ണുനാഥാണ് അന്ന് നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കുറേ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണം ഒരു വാശിക്കയുടെ പിന്നാലെ ഓടി 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 ഇവിടം വരെയൊക്കെ എത്തിയാണ്. ഓക്കെ, ഇപ്പം ഇത്രയും നാളത്തെ താങ്കളുടെ ഈ ഒരു ലൈഫിൽ താങ്കൾ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കണ്ടത് എന്താണ്? ഇതുവരെ താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ചതിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നത്? ഈ ബിഗ് ബോസിൽ ഒരു ഫാദേഴ്സ് ഡേ വിഷസ് വരുന്ന സമയമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം അകത്ത് നിൽക്കുന്ന സമയത്ത് പുറത്ത് നമ്മളെ വീട്ടുകാരുടെ വിഷസ് വരുമല്ലോ. അപ്പം എൻ്റെ അച്ഛൻ, ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരുത്തനായതുകൊണ്ട് ഞാൻ പഠിച്ച് രക്ഷപ്പെട്ട അച്ഛനൊരു അഭിമാനമാകും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ സ്കൂൾ ലെവസ്റ്റൊക്കെ ആയിരുന്നു. അപ്പം അതിനകത്ത് ഭയങ്കര രസകരമായൊരു കഥയുണ്ട്. എൻ്റെ അച്ഛന് കിട്ടിയ മാർക്ക് ഞാൻ പറയുന്നില്ല. അച്ഛൻ പഠിച്ച സമയത്ത് ആ സ്കൂളിൽ ഏറ്റവും കുറച്ച് മാർക്ക് കിട്ടിയ ഒരാളും പിന്നീട് അതേ അച്ഛൻ്റെ മകൻ അതേ സ്കൂളിൽ പഠിച്ച് അതേ സ്കൂളിൽ തന്നെ ഏറ്റവും ഉയർന്ന മാർക്കും വാങ്ങി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നമ്മളുടെ പേരിൽ പഠിക്കുന്ന മകൻ എന്ന പേരിലൊക്കെ അഭിമാനിച്ച് നിന്നിടത്ത് നിന്ന് ഞാൻ ഈ തോന്നിയതാണ് രാഷ്ട്രീയം സിനിമ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നശിക്കുന്നവനായി തുടങ്ങിയപ്പോഴത്തേക്ക് അഭിപ്രായ വ്യത്യാസങ്ങളായി, അത് കടുത്തു. അപ്പോൾ അത് ശാപമായി. അപ്പം നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പലതവണ നീ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല, ശപിക്കുമെന്നൊക്കെ പറയുകയും ചൂടാവുകയും, അത് അച്ഛൻ്റെ ദേഷ്യം വിഷമം ഒരു അച്ഛനെന്ന നിലയിൽ മകൻ വഴിതെറ്റി പോകുന്നു എന്ന് കാണുമ്പോൾ ഒരു പ്രശ്നം കൊണ്ടാകാം. അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് ഞാൻ പിന്നീട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഓടി ഞാൻ സിനിമ എടുത്തല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ ഒരാളുമില്ലാതെ അത്യാവശ്യം കേരളത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു നടനാണ് ജോജു ജോർജ്. കാര്യം നമ്മുടെ ജോസഫ് കഴിഞ്ഞു, പൊറിഞ്ചു മറിയം കഴിഞ്ഞു, നായാട്ട് കഴിഞ്ഞിട്ട് ജോജുവിൻ്റെ അടുത്ത പടം ഡേറ്റ് എനിക്ക് തരുമ്പോൾ ജോജു അന്ന് ഏറ്റവും ഡിമാൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഇന്നും അത്യാവശ്യം നല്ല ഡിമാൻഡഡ് ആർട്ടിസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഒരാളെയൊക്കെ വെച്ച് കേരളത്തിലൊരു 168 തിയേറ്റർ റിലീസ് ചെയ്യുന്ന ഒരു സിനിമ ഞാൻ ഇറക്കി ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം ഞാൻ ചെയ്തിറക്കുന്നത് കൊച്ചു കാര്യമൊന്നും ആയിരുന്നില്ല എന്നെ സംബന്ധിച്ച്. പക്ഷേ അച്ഛൻ ആ സമയത്ത് സിനിമ തിയേറ്ററിൽ പോലും പോയി കണ്ടോന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ തമ്മിൽ കുറച്ച് മറ്റൊരു വിഷയത്തിൻ്റെ പേര് വഴക്കൊക്കെ ഉണ്ടായി. അങ്ങനെ നിരന്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിന്ന് അച്ഛൻ പിന്നീട് ബിഗ് ബോസിൽ ഫാദേഴ്സ് ഡേക്ക് എനിക്കൊരു വിഷ് തരികയാണ്. ഇന്ന് നിൻ്റെ മകൻ എന്ന പേരിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ ലാലേട്ടനോട് ഞാൻ പറഞ്ഞു, സ്ഫടികം സിനിമയിലെ അങ്ങയുടെ കഥാപാത്രത്തിൻ്റെ അതേ അവസ്ഥയാണ് എനിക്ക്. അപ്പോൾ ഈ ഒരിക്കൽ ചെകുത്താനെന്ന് വിളിച്ച് ആക്ഷേപിച്ച അച്ഛനാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് വന്നിട്ട് മകൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞൊരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്, ആ വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ വെച്ചാൽ കുഴപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും നല്ല സന്തോഷമായിട്ടുള്ളത് എന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ, ബിഗ് ബോസിന് ശേഷം എന്നെ ഭയങ്കരമായി തെറി വിളിച്ച ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ടു. ഇന്നും എന്നെ ധാരാളം പേര് തെറി വിളിക്കുന്നുണ്ട്. പക്ഷേ അവരെന്നെ ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല തെറി വിളിക്കുന്നത്. അതിലെനിക്ക് വിരോധമില്ല കേട്ടോ. ഒരിക്കലും എന്നെ വ്യക്തിപരമായിട്ടല്ല. എൻ്റെ അടുത്ത് ഇന്നും വന്ന് പറയും എനിക്ക് ഞങ്ങൾക്ക് അഖിലിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾ രാഷ്ട്രീയം, കാരണം അത് അവരുടെ രാഷ്ട്രീയത്തെ ഞാൻ തള്ളി പറയുന്നതുകൊണ്ടാണ്. ഇപ്പോൾ പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നെ വ്യക്തിപരമായി ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഞാൻ പിണറായിയെ തള്ളി പറയുമ്പോൾ അവർക്ക് എന്നെ അനുകൂലിക്കാൻ പറ്റുമോ? വ്യക്തി എന്ന നിലയിലല്ല അവിടെ എന്നെ എതിർക്കുന്നത്. അവരുടെ എതിർപ്പ്, അവരിഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ എതിർക്കുന്നത് കൊണ്ടും അവരുടെ രാഷ്ട്രീയത്തെ ഞാൻ എതിർക്കുന്നത് കൊണ്ടും അവർക്ക് എന്നെ എതിർത്തേ പറ്റൂ. പക്ഷേ അതേ ആൾക്കാർ എന്നോട് പേഴ്സണലി സംസാരിക്കുമ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് വലിയ കാര്യമാണ് നിങ്ങളെ, പക്ഷേ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാൻ നിങ്ങളുടെ ഈ സ്വഭാവം സമ്മതിക്കത്തില്ലെന്ന് പറയുന്നതല്ല. അത് പറയുമ്പോൾ വീണ്ടും കണക്ട് ചെയ്യിക്കാൻ സംഭവം, അതായത് ഈ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തിയെ പ്രത്യേകിച്ച് ബിഗ് ബോസിന് ശേഷം ഫെയിം കിട്ടുമ്പോഴാണല്ലോ നമ്മൾ ടാർഗറ്റഡ് ആവുന്നത്. ഫെയിം ഇല്ലാത്ത ഒരാളെ ആരും ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളെ ഒരു കൂട്ടം ആൾക്കാർ ടാർഗറ്റ് ചെയ്ത് ഒരു കോമാളിയാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളെല്ലാം എടുത്തിട്ട് നിങ്ങളെ ഒരു കോമാളിയായിട്ട് പോർട്രേ ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി പലതും കാണുമ്പോൾ തോന്നാം. അത് ഇപ്പം ഞാനെന്നല്ല സുജിത്തെ, ഇപ്പം ഈ ശ്രീധരൻ സാർ കേരളം കണ്ട ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങളുള്ള ഒരാളാണ്. അദ്ദേഹം ഒരുപക്ഷെ BJPയിൽ തുടർന്നിരുന്നെങ്കിൽ ഇന്ന് ഇതേപോലെ അദ്ദേഹത്തെ പോർട്രേറ്റ് ചെയ്തേനെ. ഇനി ഇന്ത്യ കണ്ട ഏറ്റവും മഹത്തായ വ്യക്തിത്വങ്ങളിലൊന്നും അബ്ദുൽ കലാം സാർ, അദ്ദേഹം ഇന്ന് BJPയിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനും ഇതേ അവസ്ഥയുണ്ടായേനെ. സ്വാമി വിവേകാനന്ദനുണ്ടായേനെ, ശ്രീനാരായണ ഗുരുവിനുണ്ടായേനെ, മഹാത്മാഗാന്ധിക്ക് ഉണ്ടായേനെ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മതം വലിയ രീതിയിൽ ഇടപെടുന്നൊരു ഭാഗമായതുകൊണ്ട് സമൂഹത്തിൽ അത്യാവശ്യം വിവരവും ബോധവും ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ BJPയുടെ ഭാഗമായാൽ അയാളെ ഏത് വിധേനയും ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കൂ. കാരണം അവർ സൃഷ്ടിച്ചുകൊണ്ടുവരുന്ന നറേറ്റീവുകളെ പൊളിക്കാൻ ശേഷിയുള്ള ഒരുവനും BJPക്കോ NDAക്കോ വേണ്ടി സംസാരിക്കാൻ പാടില്ല. അവർ ശ്രീജിത്ത് പണിക്കർക്കെതിരെ ഒരു സമയത്ത് കൊണ്ടുവന്നു, പക്ഷേ ശ്രീജിത്ത് ഇതുവരെയും BJPയുടെ ഭാഗം പ്രോപ്പറായിട്ടായിട്ടില്ല.
പക്ഷേ അയാളായി നോക്കിയാൽ കാരണം നമ്മളൊരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളിൽ 10 സെക്കൻഡ് 20 സെക്കൻഡ് 30 സെക്കൻഡ് നമ്മൾ അടർത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കോമാളിയാക്കുമോ ബുദ്ധിജീവിയാക്കുമോ എന്തുകൊണ്ടെങ്കിലും ആർക്കും ചെയ്യാം. ഹീറോ ആക്കണമെങ്കിൽ ഹീറോ ആക്കാം, കോമാളിയാക്കണമെങ്കിൽ കോമാളിയാക്കാം. അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾക്കെതിരെ കണ്ടന്റ് സൃഷ്ടിക്കുന്നവരുടെ സ്വയം താല്പര്യങ്ങളാണ്. എനിക്കതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മളെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളൊരു നെഗറ്റീവ് മെസ്സേജ് കൊടുക്കരുത്. അത്തരത്തിലൊന്നായിരുന്നു ഞാനൊരു പഴയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ സ്ത്രീകളുടെ പ്രസവവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് കണ്ടൻറ്റിനെ എടുത്തു വെച്ചിട്ട് ഇവർ ആഘോഷിച്ചത്. ഞാൻ അന്ന് പറഞ്ഞത് വളരെ ഗുരുതരമായൊരു കാര്യമാണ്. ആരോഗ്യരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകൾ. ഒരാൾക്ക് ഇപ്പം ഞാൻ മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്ത ആളാണ്, അത് റിസർച്ച് കമ്പനി വർക്ക് ചെയ്ത ആളാണ്. അപ്പം ഒരു കമ്പനിയുടെ നിലനിൽപ്പെന്ന് പറയുന്നത്, ഒരു കമ്പനിയുടെ ആയാലും ഒരു ബിസിനസ്സിൻ്റെ ആയാലും ആദ്യം വേണ്ടത് മാർക്കറ്റ് സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കോവിഡ് വന്നാൽ ടൂറിസത്തിൻ്റെ മേഖലയിൽ വരുമാനം ഉണ്ടാക്കാൻ നിൽക്കുന്ന സുജിത്തിന് വരുമാനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ കോവിഡ് വന്നാൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, വാൾമാർട്ട് തുടങ്ങിയ ലോകത്തെ കാര്യം വീട്ടിലിരുന്ന് ഇവനെല്ലാം പർച്ചേസ് ചെയ്യും. യൂട്യൂബിനും ഫേസ്ബുക്കിനും ഒക്കെ വരുമാനമാണ്. അപ്പം ഒന്ന് ഒരാൾക്ക് ഗുണം ചെയ്യുമ്പോൾ ഒന്ന് മറ്റൊരാൾക്ക് ദോഷം ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മളെ പെൺകുട്ടികൾക്ക് ഗർഭകാലം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും സന്തോഷകരമാക്കുന്ന ഒരു നല്ല നിമിഷമാക്കി അവരുടെ മനസ്സിലേക്ക് എത്തിയാൽ അവരെ വെച്ച് കാശുണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആശുപത്രികൾക്ക് അതൊരു വലിയ തടസ്സമായി മാറും. അവരുടെ മനസ്സിൽ ഭയം വന്നു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഭയം വന്നാൽ, ഉത്കണ്ഠ വന്നു കഴിഞ്ഞാൽ അവന് രോഗമുണ്ടാവും. ഇതൊരു ശാസ്ത്രമാണ്. ഇപ്പോൾ നമ്മളെ മരുന്നുണ്ടാക്കുന്ന സമയത്ത് ഗ്രാന്യൂൾസ് അത് വെറും പഞ്ചസാര തിരികൾ പോലത്തെ സാധനമായിരിക്കും. അതായത് അതിൻ്റെ മനസ്സിലായി. അത് ടെസ്റ്റിങ്ങിന് വേണ്ടി കൊടുക്കുന്ന, അത് കൊടുത്താലും ഡോക്ടറാണ് കൊടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ചേഞ്ചസ് വരും. ഓക്കെ, അതായത് മെഡിസിൻസ് ഇല്ലാത്ത മെഡിസിൻ അതിനകത്തൊന്നും കാണത്തില്ല. പെട്ടെന്ന് ഞാൻ മറന്നു. അപ്പോൾ അതാണ് നമ്മളെ മാനസികമായിട്ട് നമുക്കുണ്ടാവുന്ന എഫക്റ്റുകൾ നമ്മളെ ശാരീരികമായിട്ട് ബാധിക്കും. അപ്പം അതുകൊണ്ട് ഈ പുതിയ കുട്ടികൾ, പുതിയ സ്ത്രീകൾ, പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ, അവർ മാനസികമായിട്ട് എത്രത്തോളം ധൈര്യത്തിലിരിക്കുന്നു അവർക്ക് അത്രയും കുറച്ച് ആശുപത്രികളെ ആശ്രയിച്ചാൽ മതിയാവും. ഇങ്ങനൊരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള വിഷയം സംസാരിച്ചപ്പോൾ വെറുതെ ഒന്ന് കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞൊരു സാധനത്തെ എടുത്തു വെച്ച് നമ്മൾ ട്രോളുന്നതിൽ പ്രശ്നമില്ല. ട്രോളുന്നതിലൂടെ ഈ പറയുന്ന നമ്മൾ ആരോഗ്യരംഗത്തെ കള്ളന്മാർ, നല്ലവർ എല്ലാവരും ഉണ്ട്, നല്ല ഡോക്ടേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമ്മളുടെ ശരീരത്തെ വിറ്റ് കാശാക്കണമെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു വലിയ മാഫിയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ അഖിൽമാരെ ട്രോളുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അതിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ മാഫിയകളെയാണ്. അവർ നിങ്ങളെ ഭയപ്പെടുത്തി പരമാവധി മരുന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോവിഡ് സമയം വാക്സിൻ വന്നു, ഞാൻ അതിശക്തമായി എതിർത്ത ഒരാളാണ്. വാക്സിനെ അല്ല എതിർത്തത്, നിർബന്ധിതമായി ഇത് നടപ്പിലാക്കിയതിനെയാണ് എതിർത്തത്. ഇപ്പോൾ എൻ്റെ ശരീരത്ത് എന്ത് കുത്തിവെക്കണം എന്ത് കുത്തിവെക്കേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാവണ്ടേ ജനാധിപത്യ സംവിധാനത്തിൽ? അതില്ലാതെ നീ ഇത് കുത്തിവെക്കണം എങ്കിലേ നിനക്ക് വിദേശത്ത് പോകാൻ പറ്റൂ എന്ന് ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ പറയാൻ പാടില്ല. പിന്നീട് സ്റ്റഡികളെല്ലാം വരുന്നു. കൃത്യമായ ക്ലിനിക്കൽ ട്രയലുകൾ നടത്താതെ പെട്ടെന്നൊരു അന്തരീക്ഷത്തിൽ ഇത് കൊണ്ടുവരേണ്ട സാഹചര്യത്തിൽ കൊണ്ടുവന്ന വാക്സിനുകളാണെന്ന്. കൊണ്ടുവന്നോ, കുഴപ്പമില്ല. പക്ഷേ എന്തിനു നിർബന്ധിതമാക്കണം? 40,000 കോടി രൂപയാണ് അന്ന് ഗവൺമെൻറ് ഇവർക്ക് കൊടുത്തത്. അപ്പോൾ ഇതിനെയൊക്കെ ഞാൻ നേരത്തെ എതിർക്കും. ഇപ്പം ജനിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു വാക്സിൻ പോലും എടുക്കുന്നില്ലല്ലോ. കോവിഡ് വാക്സിൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഇല്ലാതായില്ലേ? ഞാൻ 4 ഡോസൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. കോവിഡ് ആക്ച്വലി നമ്മൾ പറഞ്ഞാൽ ഇതൊക്കെ അതിനകത്തൊക്കെ സംസാരിക്കാൻ ഒരുപാട് ശരിക്കും ഒരു കാര്യം ഒറ്റ സാധനമുണ്ട്. ഇപ്പോൾ അതേപോലെ ഇപ്പോൾ ഇലക്ഷൻ്റെ ഇടയിൽ ഒരു ബാഡ്മിൻ്റൺ കളിയുടെ ഇടയിൽ ബാഡ്മിൻ്റൺ സ്മാഷ് ചെയ്യുന്ന ഒരു സാധനം അത് ഞാൻ കണ്ടു. അത് രസമാണ്, അതൊന്നും തമാശയാണ്. പക്ഷേ ഇതിൻ്റെ അടി കമൻ്റ് ഇടുന്നവരെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ബാൾ ബൗൾഡായി, വിരാട് കോഹ്ലി ഒരു ക്യാച്ച് കളഞ്ഞു. നിങ്ങൾ ആ മനുഷ്യനെ പരിഹസിക്കാൻ ഇത് മാത്രം എടുത്ത് കാണിച്ചാൽ എങ്ങനെ ഇരിക്കും? പക്ഷേ ഇത് കാണുന്നവരുടെ കോമൺ സെൻസാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പം നമ്മളാരും ഇതിലൊന്നും എക്സ്പെർട്ടൊന്നുമല്ല, നമ്മളാരും വലിയ സ്പോർട്സ് താരങ്ങളൊന്നുമല്ല. പക്ഷേ നിങ്ങൾ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന് കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് പരിഹസിച്ചോ, ക്രിയാത്മകമായി പരിഹസിച്ചോ, അപ്പോൾ നമുക്ക് തിരുത്താൻ പറ്റും. ഇതെന്താ സംഭവം? ഞാൻ വെറുതെ ഇപ്പോൾ യൂട്യൂബ് എടുത്തിട്ട് അഖിൽ മാരാർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് കിട്ടുന്ന സംഭവങ്ങളാണ്. അതായത് ക്യാപ്ഷൻസ് ഞാൻ വായിക്കാമേ. അതായത് അവർ എന്നെ കുടുക്കിയതാണ്, പിന്നെ മക്കളെ കൂടെ ഇരുത്തി പൂരത്തെറി, വേറെ കുറച്ച് ആൾക്കാർ, ഇതൊക്കെ ഭയങ്കര വ്യൂവർഷിപ്പ് ഉള്ള വീഡിയോ ആണ്. പിന്നെ നീ പ്രസവിച്ചിട്ടുണ്ടോ മാരാറെ, അത് ഞാൻ ഇപ്പം കുറച്ച് പിന്നെ നിങ്ങളുടെ കുറച്ച് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ചിരിച്ചുകൊണ്ടല്ല കരഞ്ഞുകൊണ്ടും അങ്ങനത്തെ ഒരു ടൈപ്പ് ഇരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ വെച്ചുള്ള കുറേ തംബ്നെയിലുകൾ, പിന്നെ അങ്ങനെയുള്ള, അതായത് അഖിൽമാരെ പറ്റിയുള്ള പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇലക്ഷൻ സമയത്ത് കണ്ടന്റുകളാണ്. ഇലക്ഷൻ സമയത്ത് റീസെന്റ് കണ്ടന്റുകളാണ്. ഇപ്പം ഏറ്റവും റീസെന്റ് ആയിട്ട് വരുന്നതാണല്ലോ ഇതിന്റെ മേളിൽ കയറി വരുന്നത്. അതേസമയം 89 ലക്ഷം വ്യൂസ്, 1 കോടി വ്യൂസിനടുത്തൊക്കെ പോയിട്ടുള്ള അതുണ്ട്. ഒരുപാട് കണ്ടന്റുകൾ അല്ലാതെ കാണും. ഞാൻ പറഞ്ഞത്
എപ്പോഴും മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാനാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൂടെ അവർ ആഘോഷിക്കുന്നത് എന്താണെന്ന് അറിയാം, ഇത് ആക്ച്വലി നമ്മളെ പരിഹസിക്കുന്നതിലൂടെ ഇവർ ആഘോഷിക്കുന്നത് കേരളത്തിൽ ഒരു NDA കാൻഡിഡേറ്റിനെ പരിഹസിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അവരതിലാണ് ആനന്ദം കണ്ടെത്തുന്നത്. അല്ല, എനിക്കിതുകൊണ്ട് വ്യക്തിപരമായിട്ട് നഷ്ടമൊന്നുമില്ലല്ലോ. നമ്മളിത് കാണുമ്പോൾ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് അല്ല, പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് നമ്മളൊരു ഫെയിം ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടല്ലേ. നമ്മളൊരു ഫെയിം ഉണ്ടായി വന്നു കഴിഞ്ഞാൽ ആ ഫെയിം നിലനിർത്താനല്ലേ ഏറ്റവും വലിയ പ്രയാസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫെയിം നിങ്ങളുടെ ഫെയിമിനെ അഫക്റ്റ് ചെയ്യില്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ? അല്ല, ഫെയിം നിലനിർത്താൻ നമ്മൾ ഈ വനിതയിൽ ഓരോ പടം റിലീസാകുമ്പോഴും അവിടെ പോയി മതി. അത് ഫെയിമൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാനിവിടെ അല്ല, നമ്മുടെ വ്യക്തിത്വം നിലനിർത്താൻ മാത്രമേ ഞാൻ ശ്രമിക്കാറുള്ളൂ. ഞാൻ ഒരിക്കലും എനിക്ക് ഞാൻ എല്ലാവരുടെ പറയും, ഫിനാൻഷ്യലി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കൊണ്ട് എന്താ ഗുണം? ഇപ്പം എൻ്റെ വൈഫിന് അവളിടുന്ന വീഡിയോസിനൊക്കെ മില്യൺസ് വ്യൂസാണ്, 5, 6, 7 മില്യൺസ് കിട്ടും. അതിലൂടെ അവൾക്ക് വരുമാനം, അത് അവൾ ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, പക്ഷേ അതിലൂടെ അവൾക്ക് വരുമാനമില്ലെങ്കിൽ ആ മില്യൺസ് വ്യൂസ് കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? ഞാൻ യൂട്യൂബിലൊരു കണ്ടൻറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് എനിക്ക് കാശ് തരും, അതൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ എനിക്ക് എന്നെ വെച്ച് പല ആൾക്കാരും കാശുണ്ടാക്കുമ്പോഴും യൂട്യൂബിൻ്റെ സാധ്യതകളെ നാളിതുവരെ ഉപയോഗിക്കാത്ത ഒരാളാണ് ഞാൻ. ഓക്കെ. ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതിന് എനിക്ക് അഡീഷണൽ കിട്ടുന്നൊരു സപ്പോർട്ട് മാത്രമാണ് ഫേസ്ബുക്ക് തരുന്ന പൈസ. അല്ലാതെ ഫേസ്ബുക്കിലൂടെ പണം ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളല്ല. അങ്ങനെ അത് എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞ സമയം മുതൽ എനിക്ക് യൂട്യൂബ് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അപ്പം ഇന്ന് വരെ ഞാനത് ശ്രമിച്ചിട്ടില്ല. പിന്നെ പബ്ലിസിറ്റി ഒന്നും എന്നെ സംബന്ധിച്ചൊരു മാറ്ററേ അല്ല. അങ്ങനെ ആണെങ്കിൽ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആ ഇൻ്റർവ്യൂ മുതൽ ഇപ്പം ഏറ്റവും റീസെൻ്റ് ചെയ്ത സ്ഥലത്ത് വരെ ഒരു ഓൺലൈൻ ചാനലുകളെയും എൻ്റെ ഒരു പരിപാടിക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഇല്ല. ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടം പോലെ പലയിടത്ത് കാണാമല്ലോ. അത് അവർക്ക് റീച്ച് ഉണ്ടായതുകൊണ്ടാണ്. അവർക്ക് എന്നെ വെച്ചാൽ റീച്ച് കിട്ടുന്നതുകൊണ്ട്. എന്നെ ബഹിഷ്കരിച്ചവരാണ് അവർ, അതറിയത്തില്ലേ? ഞാൻ ഒരു വർഷം മുമ്പ് ഇവരെ വിമർശിച്ചപ്പോൾ എന്നെ ബഹിഷ്കരിച്ചവരാണ്. ഞാൻ അങ്ങനെ നോക്കിയാൽ എൻ്റെ പക്ഷേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഉദ്ഘാടനത്തിന് വന്നപ്പോഴത്തേക്കിന് എന്റെ വീഡിയോ എടുക്കാൻ ആകെ ഒരു പയ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ബുള്ളറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി. കാരണം നിങ്ങളെ വെച്ചാൽ കണ്ടന്റ് കിട്ടുന്നുള്ളതുകൊണ്ടായിരുന്നു. ഞാനെന്ന് പറയുന്നത് എനിക്കിതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല. നമ്മൾക്ക് പറയാം, ഇപ്പം ഒരാൾ എന്നെ തെറി വിളിച്ചതുകൊണ്ട് എനിക്ക് നഷ്ടമുണ്ടാകുമ്പോഴല്ലേ ഞാൻ ആ തെറി വിളിയെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. ഓക്കെ. പണ്ട് നമ്മൾ ഒരു സ്റ്റേജിൽ കയറി നമ്മളൊരു പാട്ട് പാടുമ്പോൾ നമ്മുടെ താഴെ ഇരിക്കുന്ന വേദി കാണികളിരുന്ന് കൂവും. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം പരിഹാസമാണല്ലോ നമുക്ക് വേദിയിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ നമ്മൾ മികച്ച രീതിയിൽ പാടിയെങ്കിലേ ഇവൻ നമ്മളെ കൈയടിക്കും. പക്ഷേ ഈ കൂവുന്നത് ഇന്ന് റീച്ചാണ്. അത് ശരി. അവിടെ ആ റീച്ച് ഇന്ന് കൺവേർട്ടായിട്ട് ക്യാഷായി മാറുകയാണ്. അപ്പോൾ പരിഹാസം ക്യാഷായി മാറുമ്പോൾ പരിഹസിക്കപ്പെടുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ, പരിഹസിക്കുന്നവർ വിഡ്ഢികളും. അഖിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടമാണോ? ഞാൻ പാപ്പരാസീസ് ആയിട്ടുള്ള ആളല്ല, എനിക്കിഷ്ടമല്ല. അഖിലിന്റെ വീഡിയോസ് എടുത്തിടുന്നത് അഖിലിന് ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരെ പരമാവധി ഞാൻ ഒഴിവാക്കുന്നത്. പരമാവധി ഞാൻ. പക്ഷെ അങ്ങനെ ഒഴിവാക്കാനും പറ്റില്ലല്ലോ. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയി ഇവർ നമ്മുടെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവരെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇവരെ അവോയ്ഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരെ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. അല്ലാതെ ഇവരെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ എല്ലാ ഇൻ്റർവ്യൂവും കാശ് മേടിച്ചിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ സാധാരണ ആൾക്കാർ, ഇപ്പോൾ സുജിത്തിനറിയാം, സുജിത്തിന് അങ്ങോട്ട് കാശ് തന്നിട്ടായിരിക്കും സുജിത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ഒരാൾ സ്വാഭാവികമായിട്ട് താല്പര്യം കാണിക്കും. കാര്യം അവർക്ക് ശ്രദ്ധ കിട്ടണം. ഞാൻ എൻ്റെ ആദ്യ ഇൻ്റർവ്യൂ മുതൽ ഇപ്പം ഈ രാഷ്ട്രീയം വന്നതിന് ശേഷം മാത്രമാണ് ആ പരിപാടിയൊക്കെ ഞാൻ വിട്ടത്. അതിന് മുൻപ് വരെ എല്ലാ ഇൻ്റർവ്യൂവും 1 ലക്ഷം രൂപ വെച്ച് മേടിക്കുന്ന ഒരാളാണ് ഞാൻ. ഓൺലൈൻ ചാനൽ ചോദിച്ചു നോക്കും. എനിക്ക് തോന്നുന്നത് ഒരു 10, 20, 25 ഇൻ്റർവ്യൂസ് തന്നെ കിടപ്പുണ്ടായിരിക്കും. ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരുടെ അടുത്തും പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ, പരിപാടികളോട്ടെ എല്ലാം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് മാത്രം പോയപ്പോഴാണ് അങ്ങനെ പേയ്മെൻറ്റ് അങ്ങനെ പോകും. അല്ലാതെ അതെന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്? എനിക്ക് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾക്ക് അങ്ങനെ വിളിച്ച ഉടനെ പൊക്കൂടെ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എത്ര പേര് വിളിച്ചു? ഒരിടത്ത് ഞാൻ പോയില്ല. അത് സുജിത്തിനോടുള്ള റെസ്പെക്റ്റ് കൊണ്ടും നിങ്ങളൊരു ക്വാളിറ്റി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടുമാണ് ഞാൻ അവിടെ വന്ന് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ വരാൻ തയ്യാറായത്. ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് പേര്. അപ്പോൾ പല മേഖലകളിൽ ഉണ്ടല്ലോ, അതായത് സംവിധായകനായിട്ടുണ്ട്, ബിഗ് ബോസ് ഫെയിം ഉണ്ട്, ഒരു പൊളിറ്റീഷ്യനായി. ഇപ്പം അതായത് ഇപ്പോൾ ഒരു സീസൺ അല്ലാണോ? കളി ക്രിക്കറ്റ് കളിയിലുണ്ടത്. അതെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ഫുൾ ടൈം ആയിട്ട് അഖിലിന് ഇനിയിപ്പോൾ അങ്ങോട്ട് അഖിൽ ആരായിട്ട് നിൽക്കാനാണ് താല്പര്യം? അതായത് ഒരു പൊളിറ്റീഷ്യനായിട്ട് മുന്നോട്ട് പോകാനാണോ അഖിലിൻ്റെ താല്പര്യം? അതോ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ പോയാൽ മതിയോ? എന്താണ് അഖിലിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാനുകൾ? ഇപ്പം നമ്മളിത് എന്തായാലും, ഇപ്പം ഞാനിപ്പം സിനിമാ നടനായാലും സംവിധായകനായാലും ഇനി ആരായാലും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി എന്ന നിലയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് രാഷ്ട്രീയമായി. ഇപ്പം ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ഇടപെടുന്നത് രാഷ്ട്രീയമാണല്ലോ.
നാടിന് വേണ്ടി സംസാരിക്കുന്നത് രാഷ്ട്രീയമാണല്ലോ. പാവങ്ങൾക്ക് ഇതൊക്കെ നമുക്ക് ഏത് പൊസിഷനിൽ ഇരുന്നാലും ചെയ്യാൻ പറ്റും, അതിനൊന്നും ഒരു തടസ്സമല്ല. പക്ഷേ ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ അതിന് നിയമസഭയിൽ എനിക്ക് പറ്റും, സോഷ്യൽ മീഡിയയിലൊക്കെ കുറേയൊക്കെ നമുക്ക് പറ്റും. പക്ഷേ റിയൽ ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ ഇപ്പം രമേശ് ചെന്നിത്തല MLA എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പരിപാടികളെ കാട്ടിയും എഫക്റ്റീവ് ആകുന്നത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാനാണ് സ്ഥാനങ്ങൾ. അതിനുവേണ്ടി മാത്രമാണ് ഇപ്പം ഇവിടെ നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നതിനെക്കാട്ടി എഫക്റ്റീവായിട്ട് ഞാൻ കേരള നിയമസഭയിൽ നിന്ന് സംസാരിക്കുകയും എൻ്റെ നാടിന് വേണ്ടിയും വരും തലമുറയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയും ചെയ്താൽ അതൊരു ചർച്ചയ്ക്ക് കാരണമായാൽ അത് ചേഞ്ച് ഉണ്ടാവും. അപ്പം മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സ്പേസുകളിലേക്ക് നമ്മൾ എത്തിപ്പെടണം. ഇതൊരാഗ്രഹമാണ്. അത് ഇപ്പോൾ ഇല്ലെന്ന് വെച്ചോ, എനിക്ക് ഒരു വ്യക്തിപരമായ ഒരു നഷ്ടവും ഇല്ല. എനിക്ക് ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുന്നു. എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചെടുക്കത്തക്ക രീതിയിൽ മുന്നോട്ട് പോകുന്നു. എന്നെ വിളിക്കുന്ന ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന് കൊടുക്കുന്നു. ഒരു സിനിമ എഴുതി സംവിധാനം ചെയ്യണമെന്നത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. പക്ഷേ അത് ഇനി ഞാനൊരു സിനിമ ചെയ്യുമ്പം എന്തിന് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം ഒരു സിനിമ സംവിധാനം ചെയ്താൽ കിട്ടുന്ന ഒരു പൈസ, ഇപ്പോഴത്തെ എന്നെ സംബന്ധിച്ച് ഒരു വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ കിട്ടുന്ന ഒരു സംവിധായകൻ അതിൽ കിട്ടുന്ന ഒരു ശമ്പളം ഉണ്ടല്ലോ, അത് എനിക്കൊരു പക്ഷേ 2-3 മാസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൈസയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പം പണത്തിന് വേണ്ടി എനിക്കൊരു സിനിമ സംവിധാനം ചെയ്തിട്ട് കാര്യമില്ല. 2, പബ്ലിസിറ്റിക്ക് വേണ്ടി ലോകത്താരും സിനിമ സംവിധാനം ചെയ്ത ചരിത്രമില്ല. അപ്പം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും എനിക്ക് സിനിമ സംവിധാനം ചെയ്യേണ്ട കാര്യമില്ല, സിനിമയിൽ അഭിനയിക്കേണ്ട കാര്യമില്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം അഭിമാനം നിലനിർത്താനും ആൾക്കാരെ കൊണ്ട് കയ്യടി മേടിക്കാനും അംഗീകാരത്തിനും വേണ്ടിയിട്ട് ഞാനൊരു സിനിമ എടുക്കാൻ പോകുമ്പോൾ അതൊരു മികച്ച സിനിമയാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മളൊരു സിനിമ എടുത്ത് നാളെ സിനിമയുടെ കുറേ റിവ്യൂവേഴ്സ് വന്നിരുന്ന് തെറി പറഞ്ഞ് ആക്ഷേപിച്ച് അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിനിമ എടുക്കുന്നത് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ചെയ്യേണ്ടത് കൃത്യമായ അളവിൽ ചെയ്യേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യണം. ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്. നിയമസഭയിൽ മുന്നോട്ട് മത്സരിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ അവസരം തന്നാൽ തീർച്ചയായിട്ടും അത് ചെയ്യും. ജനങ്ങൾക്കിടയിൽ നിന്ന് സംസാരിക്കും. ഇപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇപ്പോഴും ചെയ്തു കൊടുക്കാറുണ്ട്. അതൊക്കെ നോർമലി നമ്മൾ മുന്നോട്ട് പോകും. അതിലെല്ലാം നമ്മൾ സന്തോഷം കണ്ടെത്തും. ശരി, അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്തൊരു 5 വർഷം മുന്നിൽ കണ്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ തൃക്കാക്കര തന്നെ താങ്കളുടെ ഒരു മണ്ഡലമായിട്ട് താങ്കൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കാനുള്ള എന്തെങ്കിലും പ്ലാനുകൾ അല്ലെ പദ്ധതികൾ മനസ്സിൽ വിഭാവനം ചെയ്തിട്ടുണ്ടോ? അത് തൃക്കാക്കരയിൽ നമുക്ക് ആക്ച്വലി അങ്ങനത്തെ പ്ലാനുകളോ പദ്ധതികളോ ഒന്നും തയ്യാറാക്കി പ്രവർത്തിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ളൊരു മണ്ഡലമാണ്. ഇവിടെ എന്ത് ചെയ്താലും ഒന്നും ചെയ്തില്ലെങ്കിൽ ജയിക്കുകയുള്ളൂ. അതുകൊണ്ടല്ല, അതെന്തുകൊണ്ടാണെന്നറിയാമോ? അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു 10 ലക്ഷം ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സുജിത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വോട്ട് വല്ല നാട്ടിലുമാണ്. ഞാനിവിടെ കാണുന്നവരുടെ എല്ലാ വോട്ട് പല സ്ഥലങ്ങളിലാണ്. ഇവിടെ വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളേരിയ താമസിക്കുന്ന ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം ഇവരുടെ ഇടയിലേക്ക് ഒരു സിറ്റി ആയതുകൊണ്ട് തന്നെ നോർമൽ ഇപ്പം കൊട്ടാരക്കര പോലത്തെ ഒരു സ്ഥലമായിരുന്നുണ്ട്. എൻ്റെ ഒരു പ്ലസ് എന്ന് വെച്ചാൽ ഞാൻ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്നത് മുഴുവൻ നമ്മുടെ വോട്ടേഴ്സാണ്. ഏത് സ്ഥലത്ത് പോയാലും എനിക്ക് അവർക്കിടയിൽ നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. എനിക്കപ്പം അങ്ങനത്തെ ഒരു മണ്ഡലമല്ല തൃക്കാക്കര. തൃക്കാക്കരയിൽ വളരെ അവിചാരിതമായിട്ട് ഞാൻ വന്ന് മത്സരിക്കുന്നത് മറ്റൊരു സാഹചര്യത്തിലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പലർക്കും ബുദ്ധിമുട്ട് വിഷമമുണ്ടാവുന്നത് ഞാൻ പറയുന്നില്ല എന്നുള്ളത്. ഇപ്പം നമ്മൾ സുരേഷ് ഗോപിയുടെ ഒരു കേസ് എടുത്ത് നോക്കാം. അദ്ദേഹം ആദ്യത്തെ ഒരു തവണ അവിടെ മത്സരിച്ചു, പരാജയപ്പെട്ടു. 2ാമത്തെ തവണ അദ്ദേഹം അവിടെ നല്ല രീതിയിൽ ഗ്രൗണ്ട് വർക്ക് ചെയ്തു. ആ ഒരു വർക്കിൻ്റെ റിസൾട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ച ആ ഒരു ജയം. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, നമ്മൾ കണ്ട് അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു സ്ഥലം അഖിൽമാരാർ മുന്നിൽ കണ്ട് വർക്ക് ചെയ്യാനുള്ള പ്ലാനുകളുണ്ടോ? അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി എനിക്ക് തോന്നുന്നു നാളിതുവരെ ആർക്കും അങ്ങനെ അവസരം കൊടുത്തിട്ടില്ല. BJP എന്തുകൊണ്ടാണ് പലയിടത്തും ജയിക്കാത്തത്? എപ്പോഴും എവിടെയെങ്കിലും ഒരാളെ കൊണ്ട് ചാത്തന്നൂർ നമ്മുടെ മാഷ് ജയിച്ചു, ഗോപേട്ടൻ ജയിച്ചു. അദ്ദേഹം അവിടെ കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് നിന്ന് പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ ബന്ധമുണ്ടാക്കിയെടുത്തതിൻ്റെ ഒരു ഫലം കൂടിയാണ് ആ വിജയം എന്ന് പറയുന്നത്. സുരേഷ് ഏട്ടനും അങ്ങനെ തന്നെ മണ്ഡലത്തിൽ കൃത്യമായി പ്രവർത്തിച്ച് ഇടപെട്ട് കൃത്യമായ കാര്യങ്ങൾ വേണ്ടടുത്ത് ചെയ്തു. അതിനെ വലിയ രീതിയിൽ കേന്ദ്രം ബാക്കപ്പ് ചെയ്തു. കാര്യം നരേന്ദ്രമോദി തുടർച്ചയായിട്ടുള്ള വരവ്, കല്യാണത്തിനുൾപ്പെടെ പങ്കെടുത്തത്, മറ്റ് പല ഇമ്പാക്റ്റുകൾ, ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥി TM പ്രതാപൻ അവിടെ ചെയ്തു വെച്ചിട്ടുള്ള വിവരക്കേടുകൾ തുടങ്ങിയ പല ഘടകങ്ങളും സുരേഷ് ഗോപിക്ക് അനുകൂലമായി വന്നു. അപ്പോൾ അതുപോലെ പല ഫാക്ടേഴ്സും തിരഞ്ഞെടുപ്പിൽ വിജയത്തിന് അനുകൂലമായിട്ട് വരും. ഞാനീ പറഞ്ഞില്ല, ഇപ്പം കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ, മതപരമായ ഒരു ധ്രുവീകരണം ഉണ്ടായതൊക്കെ ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ ഫാക്ടേഴ്സാണ്. എല്ലാ തിരഞ്ഞെടുപ്പിൽ നടക്കും മതവും ജാതിയും എല്ലാം വർക്ക് ചെയ്യും. ഇപ്പം ഞാൻ പോയി മുൻകൂട്ടി മത്സരിക്കാൻ വേണ്ടി ഒരിടത്ത് പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ഏത് രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കും? ഒരു രാഷ്ട്രീയ പാർട്ടിയും താങ്കളെ അംഗീകരിച്ച ഒരു പാർട്ടി ഉണ്ടല്ലോ. അല്ല, അവരെന്നല്ല, ഒരു കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിലവിലത്തെ ഒരു സിറ്റിംഗ് MLAക്ക് അടുത്ത പ്രാവശ്യം മത്സരിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധ്യത അല്ലാതെ പരാജയപ്പെട്ട ഒരാൾക്ക് പോലും അടുത്ത തവണ ഞാൻ മണ്ഡലം കൊടുക്കുമെന്ന് മുൻകൂട്ടി പറയത്തില്ല. കാരണം അവനാണ് മത്സരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം അവനകത്ത് പണി തുടങ്ങും.
അതുകൊണ്ടൊക്കെ പിന്നെ പൈസ. ഇപ്പം ഞാൻ വളരെ സിമ്പിൾ കാര്യം പറയാം. ഇപ്പം ഞാനൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനൊരിടത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ വരുന്നൊരു കുഴപ്പമെന്നറിയാമോ? 4 വർഷവും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കുള്ള പൈസയും ഞാൻ കണ്ടെത്തണം. ഓരോ മനുഷ്യൻ വന്ന് അവൻ്റെ പ്രശ്നം പറയുമ്പോഴും ആ ഓരോ വോട്ടിന് വേണ്ടിയിട്ടും ഞാൻ പൈസ, അതായത് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനത നമ്മുടെ മുന്നിൽ വരികയല്ലേ, ഇതിന് ഞാൻ വ്യക്തിപരമായി പൈസ കണ്ടെത്തി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവനെൻ്റെ ശത്രുവായി മാറും. അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ പലപ്പോഴും തെരഞ്ഞെടുപ്പിന് 1-2 മാസം മുൻപ് മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമ്മളവിടെ ജനങ്ങൾക്കിടയിൽ സജീവമായിരിക്കണം. അതായത് സ്ഥാനാർത്ഥിയായിട്ടോ അല്ലാതെയോ അല്ല, അല്ലാതെ തന്നെ ജനങ്ങൾക്കിടയിൽ ബന്ധം ഉണ്ടാവണം. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ, ഇപ്പം വിജയ് ഒരു സുപ്രഭാതത്തിൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിൽ വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം വന്നതല്ല. അതുപോലെ ഒരു പുതിയ തരംഗം ഒരുപക്ഷെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടും. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വേവ് ഒരു പുതിയ തലമുറയുടെ, ഇപ്പം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതിന് പുറത്തേക്ക് ഗ്രൗണ്ടിലേക്കൊന്നും ഇത് വന്നില്ല, പക്ഷേ എന്നാലും അവരുടെ ഒരു മനസ്സിലെ തോട്ടാണത്. പക്ഷെ അതൊക്കെ ആ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെയുള്ള സംഭവം നേപ്പാളിലൊക്കെ സംഭവിച്ചതുപോലെ ഉയർന്നു വന്ന് സംഭവിക്കാൻ ഇന്ത്യ പോലൊരു രാജ്യത്ത് വളരെ എളുപ്പമാണ്. ഇവിടെ അങ്ങനെ ഒരു വേവ് ആൾക്കാരുടെ മനസ്സിലുണ്ടാവും, പക്ഷേ അത് ഗ്രൗണ്ടിലേക്ക് വരുത്തുന്നത് എത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഡൽഹിയിൽ ഇവർ പരിപാടിക്കും ആളും ഇല്ലാതെ പോയത്. യഥാർത്ഥത്തിൽ പഴയ ആം ആദ്മി പാർട്ടിയുടെ ആൾക്കാർ ഇതിനെ ബാക്കപ്പ് ചെയ്ത് ഇതിനെ ആളി കത്തിച്ച് സോഷ്യൽ മീഡിയയിലിട്ട് ആളി കത്തിക്കും. ഈ സോഷ്യൽ മീഡിയയിൽ ആളി കത്തിക്കൽ വൺസ്, ഞാൻ പറഞ്ഞ തമിഴ്നാട്ടിലേക്ക് പോലെ വൺസ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വോട്ടിങ്ങിൽ സംഭവിച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വോട്ടിലൂടെ ഒരു ചേഞ്ച് ചിലപ്പോൾ സംഭവിക്കും. പരമ്പരാഗത രാഷ്ട്രീയ ആശയങ്ങൾ ഇല്ലാതാവും. കമ്മ്യൂണിസം പൂർണ്ണമായും ഇല്ലാതാവും. കമ്മ്യൂണിസം പൂർണ്ണമായും ഇല്ലാതായി കേരളത്തിൽ BJPക്ക് ഒരു സ്പേസ് സൃഷ്ടിക്കപ്പെടും. ആ സ്പേസിൽ BJPക്ക് 20 മുതൽ 30 വരെ സീറ്റ് ജയിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവും. 20 മുതൽ 30 വരെ സീറ്റിൽ BJP ജയിച്ചു കഴിഞ്ഞാൽ NDA എങ്ങനെ അധികാരത്തിലെത്തണമെന്നും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അവർ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ അവർക്കിവിടെ വേണമെങ്കിൽ മറ്റുള്ള ഘടകകക്ഷികളെ കൂടെ കൂട്ടി അധികാരത്തിലെത്താനുള്ള സാധ്യതകളും ഇവിടെ ഉണ്ടാവും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിന്ന് ഇല്ലാതാവും. അതില്ലാതായേ പറ്റൂ. അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇന്നൊരു കമ്മ്യൂണിസത്തിനുള്ള സാധ്യതകളില്ല. നമ്മൾ ഇന്നിവിടെ AI-യുടെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കമ്മ്യൂണിസം എവിടെയാണുള്ളത്? സാധാരണ ഇപ്പം ജാതീയമായ വിഭാഗീയത ഒരു മനുഷ്യർക്കിടയിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ മനുഷ്യനെ ജാതീയമായി ഒരുത്തൻ താഴ്ത്ത് കെട്ടുന്നു എന്ന് പറയുന്നിടത്ത് അവന് വേണ്ടി സംസാരിക്കാൻ ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ടായി. മതപരമായ ഭിന്നത, അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടി സംസാരിക്കുക, മുതലാളിമാരുടെ ഉച്ചനീചത്വങ്ങളിൽ നിന്നുകൊണ്ട് ശബ്ദമുയർത്താൻ വേണ്ടി വന്നു. അങ്ങനെ വിവിധ ദാരിദ്ര്യം ഒരു ഘടകമായിരുന്നു. ഇന്ന് പതിയെ ഇതൊക്കെ മാറി വരികയാണ്. ഇവിടെ ആകെ ഇത് നിലനിൽക്കുന്നത് ജാതി മാത്രമാണ്. ജാതി മതത്തെ ആളി കത്തിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറേയൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതായത് ഹിന്ദു ഒന്നിക്കാതിരിക്കാൻ വേണ്ടി ഹിന്ദുവിലെ ജാതീയത ആളി കത്തിച്ച് നീ താഴ്ന്നവനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് അവൻ്റെ മനസ്സിൽ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആളി കത്തിച്ച് അവനെ ഇവർക്കൊപ്പം ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് ഒരു വിഭാഗം ദളിത് സമൂഹം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ അവർക്കൊരല്പം കഴിയുന്ന അവർക്ക് ബോധം ഉദിക്കും. കാര്യം ഞങ്ങളുടെ ജീവിതം ഈ വിധത്തിൽ നശിപ്പിച്ച് കളഞ്ഞത് ഇവരാണെന്നുള്ളൊരു തിരിച്ചറിവ് ഇപ്പം തന്നെ അവർ പലർക്കും ഉണ്ടായി കഴിഞ്ഞു. അവരുടെ പല കുട്ടികൾക്കും കേസിൽപ്പെട്ട് പാസ്പോർട്ട് പോലും ഇല്ല. ഇവർ ഉയർന്നു വരാത്ത രീതിയിൽ ഇവരെ ഇല്ലാതാക്കിയിട്ടത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് തങ്ങളുടെ, ഇപ്പം നമുക്ക് ജീവിക്കണമെങ്കിൽ ആഹാരം വേണം, ഒരു ചെടിക്ക് വളരണമെങ്കിൽ വളം വേണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരണമെങ്കിലുള്ള വളമായിരുന്നു ഇവരെല്ലാവരും. ഈ പാവങ്ങളുടെ ജീവിതമായിരുന്നു ഇവരുടെ വളം. ഞാൻ ഇത് പറഞ്ഞപ്പോൾ റിലേറ്റഡ് ആയിട്ട് പറയാൻ പറ്റിയൊരു കാര്യമുണ്ട്. ഞാൻ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഇല്ല, പോകാൻ പറ്റുവാണെങ്കിൽ പോകണം. ഓസ്ട്രേലിയയിൽ ഞാൻ 2 തവണ പോകാൻ പറ്റിയിട്ടുണ്ട്. ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണല്ലോ. അല്ലേ? സൈസ് ഏരിയ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇറ്റ്സ് ബിഗർ ദാൻ ഇന്ത്യ എന്നാണ് എനിക്ക് തോന്നുന്നത്. പോപ്പുലേഷൻ വൈസ് അല്ല, അത് നോക്കുമ്പോൾ. ഈ ഓസ്ട്രേലിയയിലുള്ള ആദിമ മനുഷ്യരെന്ന് പറയുന്നത് അബോറിജിനൽസ് എന്ന് പറയും. ആദിമ മനുഷ്യർ, അതായത് ശരിക്കും പറഞ്ഞാൽ അവർ കറുത്ത വർഗ്ഗക്കാരാണ്. അതിൻ്റെയൊക്കെ ഹിസ്റ്ററിയും ജിയനറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഈ റെഡ് ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇന്ത്യൻസ് ആയിട്ടുള്ള മാച്ച് സിമിലാരിറ്റി ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെ നമുക്ക് കാണാൻ സാധിക്കും ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും. അവിടെ ഈ യൂറോപ്യൻസ് അല്ലെ വെള്ളക്കാർ വന്ന് കൈയടക്കിയ ഒരു ദ്വീപാണ് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഒക്കെ. അപ്പോൾ ഈ അബോറിജിനൽസ് എന്ന് പറയുന്ന ആൾക്കാരെ ഇപ്പോഴും അവർ സത്യം പറഞ്ഞാൽ ഈ ഫ്രീബീസ് ഒക്കെ കൊടുത്ത് അവർക്ക് ധാരാളം പൈസ വെറുതെ കൊടുക്കുകയും അവർക്ക് ഫ്രീബീസ് കൊടുക്കുകയും അവരെ ഇങ്ങനെ അവരാണ് എല്ലാം ഞങ്ങൾ, അതായത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവർ എന്ത് ഗവൺമെൻറ് പ്രോഗ്രാംസ് ആണെങ്കിലും ഇത് തുടങ്ങുന്നതിന് മുമ്പ് അബോറിജിനൽസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവർക്ക് അവരുടെയാണ് ആ ലാൻഡ് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഒരു ഏരിയ ഒരു 10-50 കിലോമീറ്റർ ചുറ്റുള്ള ഒരു ഏരിയ, ആ ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റവന്യൂവിൻ്റെ വലിയൊരു ഹ്യൂജ് പെർസെൻറ്റേജ് ഈ അബോറിജിനൽ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കും. അവർക്കെല്ലാം ഭയങ്കര പൈസയാണ്. പക്ഷേ ഇവർക്ക് പൈസ ഉണ്ടെങ്കിലും ഇവരെ പൈസ കൊടുത്ത്
എല്ലാം കൺട്രോൾഡ് ആണെന്ന് പറയും, ലിക്കർ കൺട്രോൾഡ് ആണെന്ന് പറയും. പക്ഷേ ഇവരൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട്, അതായത് ഞാൻ പറയുന്നത് റിയൽ ആയിട്ട് ഒരു ഉയർന്നു വരാൻ പാടില്ല. ഉയർന്നു വരാൻ പാടില്ല എന്നുള്ള, എനിക്കങ്ങനെ പേഴ്സണലി തോന്നിയത് അങ്ങനെയാണ്. അതായത് നമ്മൾ ഒരാൾക്ക് രണ്ട് രീതി സഹായം ചെയ്യാം. ഒന്ന്, ഇപ്പം ഞാൻ അഖിലിനെ സഹായിക്കാം, അഖിൽ രക്ഷപ്പെടും എന്നുള്ള ഉദ്ദേശത്തോടെ എനിക്ക് അഖിലിനെ സഹായിക്കാം. ഇല്ലെങ്കിൽ നീ അങ്ങനെ രക്ഷപ്പെടണ്ട, ഞാൻ നിനക്ക് വേണ്ടത് ഇട്ട് തന്നോടേ ഇരുന്നോളാം എന്ന് പറഞ്ഞ രണ്ട് തരത്തിലുള്ള സഹായം ഇവിടെ ഉണ്ട്. നമ്മൾ അട്ടപ്പാടിയിൽ അല്ല, എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ പറഞ്ഞത് അതായത് സൗജന്യം കൊടുക്കുന്നത് അതാണ് ഒരു തരം കണക്ട് ചെയ്ത് വരുന്നത്. നമ്മൾ ഈ അട്ടപ്പാടിയിലെ സഹായങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എനിക്ക് തോന്നുന്നു അതൊക്കെ കൂടുതലും ഏകദേശം അങ്ങനെയൊക്കെയാണ്. സഹായം വേണം ഒരു പരിധി വരെയൊക്കെ, അത് ഉന്നമനത്തിന് വേണ്ടിയായിരിക്കണം, അല്ലാതെ ഒരു സമൂഹത്തെ തളർത്തിയിടാൻ വേണ്ടിയുള്ള സഹായങ്ങളും മറ്റും ആകരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അഖിലിനും അതേ കാഴ്ചപ്പാടായിരുന്നു. 100%. ഞാൻ യഥാർത്ഥത്തിൽ KSRTC സൗജന്യം കൊടുക്കുമ്പം നമ്മൾ ഒരർത്ഥത്തിൽ അവർക്ക് വരുമാനമുണ്ടാക്കാൻ ശേഷിയില്ലാത്തവരാണെന്ന് കൂടി ഒരു നിശബ്ദമായിട്ടുള്ള പറച്ചിൽ കൂടിയാണത്. എന്ത് കാര്യത്തിലായാലും ഇപ്പം ഈവൻ സംഭരണത്തിൽ പോലും കാലാനുസൃതമായി അതും പരിഷ്കരിക്കണം. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളെ രണ്ടുപേരെയും കൂടെ ഒന്ന് എടുത്ത് നിർത്തിയിട്ട് സുജിത്തെ നീ ഒരു 500 രൂപ വെച്ചോ. അപ്പം ഞാൻ ചോദിക്കും എനിക്കെന്താ പൈസ ഇല്ലാത്തത്? എടാ അവൻ ഗതിയില്ലാത്തവനല്ലേടാ, അവൻ 500 രൂപ ഞാൻ കൊടുത്തത് അവൻ ജാതിയിൽ താന്നവനായതുകൊണ്ട് അതിനെ അറിഞ്ഞൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചെറുതാക്കുന്നതിന് തുല്യമല്ലേ? നിങ്ങൾക്ക് ആ പൈസ, അതേസമയം നിങ്ങൾക്ക് ആ 500 ഉണ്ടാക്കാനും 5000 ഉണ്ടാക്കാനുമുള്ള ശേഷി ആർജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്? ഇവിടെ നമ്മളെപ്പോഴും ഞാൻ പറയും, കുട്ടികളെ നിങ്ങൾ വളർത്തുമ്പോൾ രക്ഷകർത്താക്കൾ ദയവ് ചെയ്ത് സമ്പാദിച്ച് വെക്കരുത്. അവരെ നിങ്ങൾ സ്വയം പര്യാപ്തമാക്കുക, അതിന് വേണ്ടിയിട്ട് നല്ല ആരോഗ്യം കൊടുക്കുക, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവർ മിടുക്കരായി വളരും. അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഭാവിയിൽ സമ്പാദിക്കാൻ യാതൊരു ശേഷിയുമില്ലാത്ത കഴുതകളാണെന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമ്പാദിക്കുന്നു എന്ന് ഏത് രക്ഷകർത്താവ് ചിന്തിച്ചാലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ വില കുറച്ച് കാണുന്നതുകൊണ്ടാണ്. അപ്പം അത് എൻ്റെ കാഴ്ചപ്പാടാണ്. അതേസമയം ഇപ്പം നല്ല മികച്ച കോച്ചുകൾ അവർ പരിശീലിപ്പിക്കുന്ന കുട്ടികളോട് ഭയങ്കര കയർത്ത് സംസാരിക്കും, ഭയങ്കര മോശമായിട്ട് സംസാരിക്കും. അതിൻ്റെ അർത്ഥം അവർ ഡെവലപ്പായി വരാൻ വേണ്ടിയിട്ടാണ്. അതിനെ മോശമാക്കി എന്നെ ഇയാൾ ആക്ഷേപിച്ചല്ലോ എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ചില കർക്കശക്കാരായ അധ്യാപകർ കുട്ടികളോട് കടുപ്പിച്ച് സംസാരിക്കും, അത് നീ നന്നാകാൻ വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ അവൻ ആ അധ്യാപകനോട് സ്നേഹം തോന്നുന്നു. നേരെ തിരിച്ച് ചിന്തിച്ചാൽ പണി പാളും. ഇവിടെ ഇപ്പോൾ സുജിത്തിന് എന്നോട് ഇപ്പോൾ എന്തുകൊണ്ട് എന്നെ ആൾക്കാർ എതിർക്കുന്നു? മെയിൻ റീസൺ അതാണ്, നിങ്ങളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ അംഗീകരിച്ച് നോക്കും. നിങ്ങൾക്ക് എന്നോട് എന്തിനാ എതിർപ്പ്? ഒരു എതിർപ്പുമില്ല. നിങ്ങൾ 100% എന്നെ കൈയടിക്കും. കേരളത്തിലെ എല്ലാ ആർട്ടിസ്റ്റുകളെയും കണക്ക് ഞാൻ പെരുമാറിയാൽ മതി. ഒരക്ഷരം വാതൊന്നും മിണ്ടാതെ, ഒരു രാഷ്ട്രീയ അഭിപ്രായം പറയാതെ, എല്ലാവരെയും സുഖിപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ ആരോടാണ് വിരോധം? ആർക്കും ആരോടും ഒരു വിരോധം ഉണ്ടാകത്തില്ല. അഭിപ്രായം പറയുമ്പോൾ മാത്രമേ എതിരഭിപ്രായം ഉണ്ടാകത്തുള്ളൂ. ഞാൻ അഭിപ്രായം പറയുന്നതുകൊണ്ട് എതിരഭിപ്രായം വരുന്നതാണ്. അപ്പം അത് പറയാതിരിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണമെന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. നമ്മളിങ്ങനെ മിണ്ടാതെ നമ്മുടെ കാര്യം മാത്രം നോക്കി, എനിക്ക് കാശ് കിട്ടുന്നുണ്ട്, എനിക്ക് സുഖമായിട്ട് കഴിയാം, ആൾക്കാരെന്നെ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവായിട്ട് പറയും, എനിക്ക് മിണ്ടാതിരുന്ന് പോകാം. ഞാനിതെല്ലാം പറയുന്നത് എപ്പോഴെങ്കിലും 10 പേർക്കെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ചിന്തിക്കട്ടെ. അവനാ പറഞ്ഞതിനകത്ത് ചിന്തിക്കാനുള്ളൊരു കാരണമില്ലേ? നമ്മളത് ചിന്തിക്കേണ്ടതല്ലേ? ഇപ്പം വിദ്യാഭ്യാസം, ഇപ്പം നമ്മളെ കൃഷി, ഞാൻ ഇന്നാളെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത്. നമ്മുടെ നാട്ടിൽ എത്ര തരിശു നിലങ്ങളാണ് കൃഷിഭൂമി, ഇവിടെ കൃഷി ചെയ്യാതെ തരിശു നിലങ്ങൾ ഇവിടെ കിടക്കുകയാണ്. നിങ്ങൾ ആ തരിശു നിലങ്ങളെ കൃഷിഭവൻ്റെ അണ്ടറിൽ ഏറ്റെടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെറുപ്പക്കാർക്ക് PSC വഴി ജോലി കൊടുക്കുക. PSC വഴി ജോലി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ കിളയ്ക്കും. PSC വഴി ജോലി കൊടുത്താൽ ഇവൻ ഞാറ് നടും. ഇവന് സർക്കാർ ജോലി കിട്ടിയാൽ മതി. അപ്പോൾ ഇവൻ ഞാറ് നടും, ഇവൻ കിളയ്ക്കും, ഇവൻ വാനം തോണ്ടും, ഇവൻ എല്ലാ പണിയും ചെയ്യും. മണ്ണ് എല്ലാ പണിയും ഇവൻ എടുക്കും. ആ എടുക്കുന്നതിലൂടെ നീ ഉണ്ടാക്കുന്ന കൃഷിവിളകൾക്ക് കൃഷിഭവൻ, അതായത് അളവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തും വിൽക്കാം, എക്സ്പോർട്ടും ചെയ്യാം. വേണമെങ്കിൽ നാളെ തമിഴ്നാട് നമ്മളുടെ കയ്യിൽ നിന്ന് പച്ചക്കറി മേടിക്കുന്ന അവസ്ഥ നമുക്കിവിടെ സൃഷ്ടിക്കാം. അത്രയേറെ ഭൂമി ഇവിടെ കിടപ്പുണ്ടെന്ന്, തരിശു നിലങ്ങളായിട്ട് കിടപ്പുണ്ട്. അപ്പം ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒരേ സമയം കേരളത്തെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തക്ക രീതിയിൽ വിഷരഹിതമായ പച്ചക്കറി കേരളത്തിൽ വരുമ്പോൾ ആരോഗ്യം ജനങ്ങൾക്ക് ഉണ്ടാവും. ആരോഗ്യമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിക്കാനും തൊഴിലവസരം സൃഷ്ടിക്കാനും അതോടൊപ്പം തന്നെ നാടിന് സാമ്പത്തികമായിട്ട് മെച്ചം ഉണ്ടാകാനുമുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇതെല്ലാ മേഖലയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ KSRTCയിൽ സൗജന്യം നിങ്ങൾ കൊടുത്തോ, പക്ഷേ എങ്ങനെ എന്ന പ്ലാൻ ആദ്യം വെച്ചിട്ട് വേണം കൊടുക്കാൻ. നിങ്ങൾ ആ ഒരു പ്രിയദർശിനി, ആ ഒരു പദ്ധതിയെ പറ്റി എല്ലാം കൊടുത്തോ? ശരിക്കും എന്താണ് ഞാൻ പറഞ്ഞത്, ഗവൺമെൻറ് ഇപ്പം തൊഴിലുറപ്പ് പദ്ധതി പണ്ട് കൊണ്ടുവന്നു. ഇപ്പം നമ്മൾ പ്രിയദർശിനി പദ്ധതി മാറ്റി വയ്ക്കുകയെ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു. ഈ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തെ കോടിക്കണക്കിന് രൂപ എടുത്ത് സ്ത്രീകൾക്ക് കൊടുക്കുന്നൊരു പരിപാടിയാണ്. ഇത് എഫക്റ്റീവ് ആക്കിക്കൂടെ? അതായത് ഞാൻ ഒരു 100 കോടി രൂപ
സഹായമായി കൊടുക്കുന്നതിന് പകരം ഒരേ സമയം സഹായവും അതേ സമയം അതിനെ മാർക്കറ്റിൽ നിന്ന് തിരിച്ചുൽപ്പാദിപ്പിക്കത്തക്ക ഒരു ഒരു ബിസിനസ് കാഴ്ചപ്പാടോടുകൂടി ലാഭം വേണ്ട എനിക്ക്. ഞാൻ 100 കോടി കൊടുക്കുന്നത് എനിക്ക് 50 കോടി നഷ്ടമാണ്. പക്ഷേ 50 തിരിച്ച് കിട്ടിയാൽ മണി ഇങ്ങനെ സൈക്കിൾ ചെയ്ത് തിരിച്ചു വരികയല്ലേ. ആ പൈസ രാജ്യത്തിന്. അതേസമയം മറ്റേത് 100 പോകും. ഇത് എഫക്റ്റീവ് ആകുന്നില്ല. ഒരു സമയം വരെ തുടർ പദ്ധതി എന്താ? റോഡ് സൈഡിലെ പുല്ല് എത്തുക, റോഡ് സൈഡിലെ അങ്ങനെ ക്ലീൻ ചെയ്യുക, സ്വകാര്യ വ്യക്തികളുടെ പറമ്പ് ക്ലീൻ ചെയ്യുക, ഗവൺമെൻറ്റിൻ്റെ പൈസ എടുത്തുകൊണ്ട് കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ വസ്തുക്കൾ ക്ലീൻ ചെയ്ത് കൊടുക്കാനും അവരുടെ വസ്തുക്കൾ വൃത്തിയാക്കി കൊടുക്കാനുള്ള പദ്ധതിയായിട്ട് ഇപ്പോൾ ഇത് മാറിയില്ലേ? ഇത് എഫക്റ്റീവ് ആണോ? പക്ഷേ സ്ത്രീകൾ, ഞാനിത് പറഞ്ഞ സ്ത്രീകൾ കണക്ട് ചെയ്ത ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചേക്കുന്ന ഇന്നും തൊഴിലുറപ്പിന് പോകുന്ന ആളാട്ടോ. എൻ്റെ അമ്മ ഇന്നും തൊഴിലുറപ്പിന് പോകുന്നതാണ്, തൊഴിലുറപ്പിൻ്റെ മേറ്റാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളിത് ചെയ്തോ. ഇതേ പദ്ധതിയെ ക്രിയാത്മകമായിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് ചെയ്യും. ഇപ്പം ഓണക്കിറ്റിനെ കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ജനങ്ങളെ സഹായിക്കാൻ ഓണക്കിറ്റ് കൊടുക്കുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ആ 1000 രൂപ നിങ്ങൾ നേരിട്ടങ്ങ് കൊടുത്താൽ ആ 1000 രൂപയ്ക്ക് അവനവൻ്റെ ചുറ്റുപാടൊന്നും സാധനം മേടിക്കും. അവൻ്റെ നാട്ടിലുള്ള ഒരുത്തൻ്റെ കച്ചവടം നടക്കും. എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ആവശ്യമുള്ള സാധനം ഞാൻ മേടിക്കും. മറ്റേത് ഗവൺമെൻറ് 1000 രൂപ എന്ന് പറഞ്ഞിട്ട് 600 രൂപയ്ക്ക് ഹോൾസെയിൽ റേറ്റ് ഇതെല്ലാം മേടിച്ച് ഇത് ചാക്കിനകത്ത് കയറ്റി എക്സ്പോർട്ടിങ്, ട്രാൻസ്പോർട്ടേഷൻ, മറ്റേതേ മറിച്ചതേ സമയബന്ധിതമായി ഇത് എത്തത്തതുമില്ല. അത് ഗവൺമെൻറ്റിന് താല്പര്യമുള്ള സാധനങ്ങൾ നിർബന്ധിച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കുകയാണ്. മറ്റേത് പൈസ ഇന്ന് നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കാൻ തീരുമാനിച്ചാൽ നാളെ അവൻ്റെ അക്കൗണ്ടിൽ നമുക്ക് പൈസ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതേ പൈസ മറ്റേത് ഏതെങ്കിലും തട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവൻ പുറത്ത് നിൽക്കുകയും കള്ളന്മാരകത്ത് കയറുകയും ചെയ്യുമ്പോൾ കള്ളന്മാർക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയവും മതവും വർക്ക് ചെയ്യുന്നൊരു കാലത്ത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എന്തിന് നമ്മൾ ആർക്ക് വേണ്ടി സംസാരിക്കണം? ഇത് സംസാരിക്കുന്നുണ്ട് നഷ്ടങ്ങൾ മാത്രം, എതിർപ്പ് മാത്രം. പിന്നെയും നമ്മളിതൊക്കെ പറയുന്നത് ഇതെൻ്റെ ഒരു ഉത്തരവാദിത്തമായതുകൊണ്ടാണ്. ആ 10,000 പേര് തെറി വിളിച്ചാലും 10 പേർ എന്നെ കാണുമ്പോഴത്തേക്ക് അഖിലേ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് എന്ന് എത്രയോ പേര് എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് എത്രയോ മനുഷ്യരുണ്ട്. അവരാരും സോഷ്യൽ മീഡിയയിലെ തൊഴിപ്പിനകത്ത് വന്ന് കമൻ്റ് ഇടാനോ കമൻറ്റിന് റിപ്ലൈ ചെയ്യാനോ നിൽക്കത്തില്ല. കാരണം ഇത്തരക്കാരെന്ന് പറയുന്നത്, ഞാൻ വളരെ ലളിതമായി പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു വീട് വെച്ച് താമസിക്കുമ്പം ആ വീടിൻ്റെ പറമ്പിൽ വന്നിട്ട് നമ്മളെ അപമാനിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് പറമ്പിൽ വന്നിട്ട് തൂറി വെച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇവനോടൊക്കെ നീയൊക്കെ മര്യാദയ്ക്ക് ചന്തിയെങ്കിലും കഴിവിട്ടിറങ്ങി പോടാ എന്നല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് അത്തരം മലീമസമായ മനസ്സുമായി ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ കമൻറ്റ് ബോക്സിലെ 10 കമൻറ്റ് കണ്ടിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിൽ 3-3.5 കോടി ജനത ഉണ്ട്. അതിലൊരു 2 കോടി ആൾക്കാർ ഇന്ന് ആക്റ്റീവായിട്ട് നമ്മളെ പൊതുസമൂഹത്തിൽ നമ്മൾക്കിടയിലുണ്ട്. ഈ 2 കോടി ആൾക്കാരിൽ ഞാൻ പിണറായിയെ പറയുമ്പോൾ ഒരു 100 കമൻറ്റ് വന്ന് എന്നെ തെറി വിളിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബാക്കി എല്ലാവരും അംഗീകരിക്കുന്നതിന് തുല്യമല്ലേ അത്? ഓക്കെ, നമ്മളെ തെറി വിളിക്കുന്നതിന് പുറത്തൊരു വലിയ സമൂഹം കിടക്കുകയല്ലേ? അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ ഒരു ബിഗ് ബോസ് ഫെയിം എന്ന് തന്നെ എപ്പോഴും എല്ലാവരും പറയുന്ന അഖിൽ മാരാർ ഇനിയിപ്പോൾ അടുത്ത ബിഗ് ബോസ് തുടങ്ങാൻ പോവാണ്, മലയാളം ബിഗ് ബോസ് അല്ലേ? ബിഗ് ബോസ് അടുത്ത സീസൺ ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ വീണ്ടും ബിഗ് ബോസ് ചർച്ചകളിലേക്ക് കടക്കും. ബിഗ് ബോസ് ഒക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ അതുമായിട്ടുള്ള ട്രോളുകളും ബാക്കിയുള്ള പരിപാടികളും പിന്നെ കുറേ ഫാൻ ഫൈറ്റ്സ്, മറ്റുള്ള സംഭവങ്ങൾ. അപ്പോൾ വീണ്ടും പഴയ കാലങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകും. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന മൊത്തം ബിഗ് ബോസ് ആണ്. ഈ രാഷ്ട്രീയവും ഈ ചാനൽ ചർച്ച എല്ലാം എടുത്തു നോക്കുകയൊക്കെ എല്ലാത്തിനെയും നമ്മളൊരു പ്ലാറ്റ്ഫോമിലോട്ട് ചുരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളം ഒരു ബിഗ് ബോസ് ഹൗസാണ്. ഇവിടെ കിടന്ന് അടിക്കുകയാണ് പലരും. അതിൽ ആരൊക്കെയോ ജയിക്കുന്നു, ആരൊക്കെയോ തോക്കുന്നു. ഞാൻ എപ്പോഴും ഒരാളെ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു മണിക്കൂർ നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെ നിങ്ങളൊരു 10 തവണയെങ്കിലും മിനിമം ഫോൺ നോക്കുന്നുണ്ടാവും. ഒരു 10 മിനിമം കോളെങ്കിലും അതിനകത്ത് വന്നിട്ടുണ്ടാവും. ഇത്രയും ദിവസമൊക്കെ ഈ ഫോണൊന്നും നോക്കാതെ എങ്ങനെ അതിനെ തിരിക്കാൻ പറ്റുന്നത്? ഫോൺ കിട്ടൂല്ലല്ലോ, കിട്ടത്തില്ലല്ലോ. എങ്ങനെ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റത്തില്ല. എൻ്റെ മാനസികത തന്നെ തെറ്റിപ്പോവും. എനിക്കും ഈ ഫോൺ നോക്കാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. പോണോ? എനിക്ക് തോന്നാം, ഞാൻ പോകുന്നില്ല. എനിക്ക് പോണം. അതല്ല ഫോൺ മറ്റേതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആക്ച്വലി അതൊരു വലിയ ടാസ്ക്കാണത്. അത് തന്നെ ഒരർത്ഥത്തിൽ ഭയങ്കര ചിന്തിച്ചാൽ ഭയങ്കര രസമാണ്. നമ്മളിവിടെ നിന്നങ്ങ് മരിച്ച് വേറൊരു ലോകത്ത് പോകുന്ന ഫീലാണ്. എനിക്കാണെങ്കിൽ മറ്റേ ഇത് ചെയ്യണമെന്നൊക്കെ ഭയങ്കര താല്പര്യമൊക്കെ ഉള്ള ആളാണ്. എനിക്ക് പലപ്പോഴും ഈ വിപാസന എന്ന് പറഞ്ഞ ഒരു മെഡിറ്റേഷൻ പരിപാടി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതായത് വിപാസന അറിയാമല്ലോ, അതായത് നമ്മളൊരു വീട് അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ആയിരിക്കും. അവിടെ കുറേ ആൾക്കാരുണ്ടാവും. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കില്ല. എല്ലാം ആംഗ്യങ്ങളിലൂടെയും പിന്നെ യോഗ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. എനിക്കത് ചെയ്യാൻ പോലും എന്നെ കൊണ്ട് പോകാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റാതെ ഇരിക്കില്ല എന്നുള്ള പരിപാടിയാണ്. ബിഗ് ബോസ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സംസാരം മാത്രമേ ഉള്ളൂ. അത് അതൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് അതിനകത്ത് ഇപ്പം ഈ
ബിഗ് ബോസിലേക്ക് കയറ്റി വിടുന്നതിന് തൊട്ട് മുമ്പ് ഒരു മൊമെൻ്റ് ഉണ്ട്. അതാണ് ഞാൻ അതിനകത്ത് ആദ്യത്തെ നമുക്കൊരു ടെൻഷൻ വരുന്നത്. കാര്യം നമ്മുടെ ഫോണല്ല ഇവരൊന്ന് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ ശേഷം ഈ ക്യാരവാനിൽ ലാലേട്ടൻ വിളിക്കുന്നതിന് മുന്നേ ഒരു 3-4 മണിക്കൂർ നമ്മളിങ്ങനെ ഇരുത്തും. അതൊരു ഭയങ്കര ഇറിറ്റേഷനാണ്. കാര്യം ഒറ്റയ്ക്കോ? ആ വെറുതെ ഇരുത്തും. വെറുതെ ഇരുത്തുന്ന വെച്ചാൽ അതൊരു പരീക്ഷണമാണ്. കാര്യം ചില ആൾക്കാർ ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോകാൻ തോന്നും. ഓക്കെ. കാര്യം ലാലേട്ടൻ അവിടെ ഷൂട്ട് നടക്കുമായിരിക്കും, നമ്മളിതിനകത്ത് ഇവരിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും. നമ്മളൊരു 3 മണി തൊട്ട് നമ്മളിങ്ങനെ ഇരിക്കും. ചിലപ്പോൾ 8 മണി 8:30 ആയിട്ടായിരിക്കും ചിലപ്പം ലാലേട്ടൻ്റെ അടുത്തേക്ക് വിളിക്കുന്നത്. അത് തന്നെ അത് ഭയങ്കരമായിട്ട് ഭ്രാന്ത് പിടിക്കും. കാര്യം ഒറ്റയ്ക്കൊരു ക്യാരവനകത്ത് മൊബൈലും ഇല്ല, ഒന്നുമില്ല, ഒരു വല്ലാത്ത അവസ്ഥയാണ്. മാത്രമല്ല ഇങ്ങനെ അന്നേരം നമ്മളിങ്ങനെ വിചാരിക്കും, ദൈവമേ ഇനി എന്തായിരിക്കും അവസ്ഥ, നാട്ടിൽ ആരുമായിട്ടും ഫോണും. അതാ ഞാൻ ഒരു തരം മരിച്ച അവസ്ഥ. കാര്യം നമുക്ക് സമൂഹമായിട്ടുള്ള എല്ലാ ബന്ധവും കട്ടായില്ലേ. മൊബൈൽ ഫോൺ പോയതോടുകൂടി നമ്മുടെ എല്ലാ ബന്ധങ്ങളും കട്ടായി പോയൊരവസ്ഥയല്ലേ. നമ്മൾ ഇങ്ങനെ ഇല്ല മരിച്ച് വേറൊരു സ്ഥലത്ത് ഇരിക്കുന്ന കണക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും മറ്റേ സിനിമയിൽ തിലകൻ പറയുന്ന പോലെ സൈക്കോസിന്റെ ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോകും. അത് ആ മൊമെന്റൊക്കെ എനിക്ക് അന്നേരം ഒരു വല്ലായ്മ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒറ്റയ്ക്ക് അങ്ങനെ കുറേ സമയം ബിഗ് ബോസിൽ ഇത്രയും ദിവസം ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ ഒക്കെ പോകും, പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. നമ്മൾ ആ മൊമെന്റ് എൻജോയ് ചെയ്തു. നമ്മൾ പറഞ്ഞേ ഏത് സ്ഥലത്തെയും ഞാനതിന് എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ ഞാൻ എടുക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ, ഇതിനെക്കാട്ടിയും വലിയൊരു അവസ്ഥ സർവൈവ് ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇപ്പം ഞാൻ പണ്ട് ഈ കൈതക്കാട്ടിൽ കൈതച്ചക്ക പറിക്കാൻ കയറി. ഞാൻ വളരെ കൂളായിട്ട് കയറിയത്. അപ്പം ഇത് ബേസിക്കലി കൈതക്കാട്ടിൽ കയറിയിട്ടുണ്ടോ? ഇത് കയറിയിട്ടുണ്ടോ? ഭയങ്കര അതായത് മുള്ളുകളിങ്ങനെ ഇടതൂർന്ന് വടിവാളുകൾ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ കൈതക്കാടിൻ്റെ ഇടയിലൂടെ. ഞാൻ ഡ്രോൺ പറത്തി കണ്ടിട്ട്. അതപ്പം ഇതിനകത്ത് ആക്ച്വലി ചക്ക പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെയും അന്നേരം ഇവർക്ക് വിളയാതെ നിൽക്കുന്ന പല ചക്കകളും ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പലതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴുത്ത് നിൽക്കും. അപ്പോൾ ഇത് പറിക്കാനാണ് നമ്മൾ കയറുന്നത്. നോർമലി കച്ചവടക്കാരത് പറിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇത് കാണും. ഇതിനകത്തും ചിലപ്പോൾ ഒരു 500 ചക്ക അവിടെ ഇവിടെയൊക്കെ ഇട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറിച്ച് വരാൻ പറ്റത്തില്ല. ഞാനൊരു ഒരിക്കലും കൈലി കൊടുത്ത് ഇവർ കയറുന്നത് എങ്ങനെ, വലിയ ഷൂസും ഇട്ട് ജാക്കറ്റും ഒക്കെ ഇട്ട് ഗ്ലൗസും ഒക്കെ ഇട്ടാണ് കയറുന്നത്. കാര്യം ഫുള്ള് മുള്ളല്ലേ, വലിയ വാളും കൊണ്ട് വെട്ടിയാണ് പോകുന്നത്. ഞാനിതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കൈലി കൊടുത്തുകൊണ്ട് ഇതിനകത്ത് കയറിയിട്ട് പോകുന്ന വഴിയിൽ ഈ കൈതമുള്ളെല്ലാം കൂടെ കയറി പുറത്തു കൊണ്ട് ശരീരം മൊത്തം വരിഞ്ഞ് കീറാൻ തുടങ്ങി. അപ്പം ഞാൻ ചിന്തിച്ചെന്നറിയോ, ചില ഹോളിവുഡ് സിനിമകളിലൊക്കെ ചില നായകന്മാർ സർവൈവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൈയും കാലും ഒക്കെ മുറിച്ചും ചില വെടി കൊണ്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ ഇരുന്ന് അറുത്ത് മുറിച്ചിട്ടൊക്കെ രക്ഷപ്പെടുന്ന സീനുകളൊക്കെ ഇല്ലേ. അങ്ങനെയൊക്കെ ഇരുന്ന് ആലോചിച്ച് ഞാൻ പിന്നെ ചിന്തിക്കും, പാകിസ്ഥാൻകാർ എന്നെ പിടിച്ചുകൊണ്ട് പോയി, അവരെന്നെ ശിക്ഷിക്കുക, ഇതിനെ അതിജീവിച്ചല്ലേ പറ്റൂ. ഇപ്പം മനസ്സിൽ ഭാരത് മാതാക്ക് ജയ്യൊക്കെ വിളിച്ച് കൈതച്ചക്കയെ പറിച്ചുകൊണ്ട് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് മറ്റൊരു സാഹചര്യത്തിൽ ഞാൻ പെട്ടുപോയതാണെന്നും ഇവിടെ നിന്ന് തിരിച്ച് വന്നെങ്കിൽ മാത്രമേ എനിക്ക് ജീവിതമുള്ളെന്നും ഞാനിങ്ങനെ മനസ്സിലങ്ങ് ലോക്ക് ചെയ്യും. പിന്നെ ഇതിനെ ഞാൻ അതിജീവിക്കണമല്ലോ. ഇതിനെ അതിജീവിക്കാൻ വേണ്ടി ഞാൻ മനസ്സിനെ പ്രാപ്തമാക്കും. അന്നേരം എന്നെ സംബന്ധിച്ച് അതൊരു ചലഞ്ചിങ് ആയിട്ട് മാറും. അപ്പം നമ്മൾ ആ മൊമെൻ്റ് അവിടെ എൻജോയ് ചെയ്യും. എനിക്ക് എങ്ങനെയാലും ഒന്ന് ബിഗ് ബോസിൽ കയറണം എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട് നടക്കുന്ന കുറേ ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. ശരിക്കും ഇനിയിപ്പോൾ അടുത്ത ബിഗ് ബോസ് വരുന്നുണ്ട്. അഖിൽമാരാർ ഈ ബിഗ് ബോസുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഇനിയിപ്പം എന്തെങ്കിലും വേറൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അത് ഫൈനലായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചിലപ്പോൾ ഉറപ്പില്ല, ചിലപ്പോൾ അതിനകത്ത് മറ്റൊരു രീതിയിൽ ഭാഗമായിരിക്കും. ഓക്കെ, ശരി. അപ്പം എന്തായാലും ബിഗ് ബോസ് ഇട്ടിട്ടുള്ള അത് എല്ലാ വർഷവും ഇതുണ്ടായതുകൊണ്ട് ഈ ബിഗ് ബോസിന് അതൊരു പ്രത്യേകതയാണ്. എല്ലാ വർഷവും ഉണ്ടായതുകൊണ്ട് ഇതിങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. വർഷം ഇതൊരു ചർച്ചാ വിഷയമായിരിക്കും. ശരിക്കും ചില സമയത്ത് നമ്മൾ ചില ആൾക്കാരെ ഈ ബിഗ് ബോസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അവരുടെ ആ ഒരു ഇമേജ് ഇങ്ങനെ അതിനകത്തുണ്ടായ ഇമേജ് അതിങ്ങനെ നിലനിർത്താൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നത് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു കൂട്ടം ആൾക്കാർ അതിനകത്തുണ്ടായ അവരുടെ തകർക്കപ്പെട്ട ഇമേജിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നൊരു മാറ്റം വളരെ വലിയൊരു മാറ്റമല്ലേ ഇത്? ശരിക്കും നമ്മളെ എങ്ങനെ വേണേൽ നമ്മളെ ഇത് അഫക്റ്റ് ചെയ്യാമല്ലോ. ചിലപ്പോൾ ഒരാളുടെ ജീവിതം വളരെ ഇപ്പം പേളിമാണി ഒരു എക്സാമ്പിൾ അല്ലേ. പേളിമാണിയുടെ ജീവിതം എൻറ്റയർലി മാറി, ഇപ്പം നിങ്ങളുടെ ജീവിതം എൻറ്റയർലി മാറി. പക്ഷെ ചില ആൾക്കാരുടെ ജീവിതം തകർന്നു പോയി, അല്ലെങ്കിൽ അവരൊന്നും വല്ലാണ്ടായി, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ശരിക്കും ജീവിതം തന്നെ മാറിപ്പോകുന്ന ഒരു ഷോ. ഇനി ബിഗ് ബോസിൽ വരാനുള്ളവരോട് എന്താണ് അഖിൽ പറയാനുള്ളത്? ഇത് ഇപ്പം ഫസ്റ്റ് സീസണിൽ സെക്കൻഡ് സീസണിലൊക്കെ ഇപ്പം പേളിയൊക്കെ ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഒരു ലൈം ലൈറ്റ് പ്രൊഫൈൽ അവരുടെ ഇൻകമും കാര്യങ്ങളൊക്കെ സ്റ്റേബിളായിരുന്നു. അപ്പോൾ എനിക്കൊരു പ്ലസ് ഉണ്ടായിരുന്നത്, ഞാൻ ഭയങ്കര സീറോയിൽ നിന്നതുകൊണ്ട് എനിക്ക് കിട്ടിയതെല്ലാം പ്ലസ് ആയിരുന്നു. എന്തെങ്കിലും ഉള്ളവനാണ് ഈ നഷ്ടങ്ങളെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യം. ഇത്തവണത്തെ സീസണിൽ അല്ലെങ്കിൽ വരാൻ പോകുന്നവരടുത്തും കയറാൻ നിൽക്കുന്നവരടുത്തൊക്കെ നമ്മൾ ഒന്നിനെക്കുറിച്ച് ആലോചിച്ചും വറീഡാവാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചോദിച്ചത്. എൻ്റെ ഒരു ലൈഫ് എന്ത് നഷ്ടം വന്നാലും എനിക്ക് ദൈവം തന്നു, അതെടുത്തു, തിരിച്ചെടുത്തു, ഇനി പുതിയത് ഞാൻ ചെയ്യുക. അപ്പം എൻ്റെ ഒരു പൊതു രീതി എന്ന് പറയുന്നത്, ലൈഫിൽ
ഇന്നത്തേക്കേ ഉള്ളൂ സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതം. അപ്പം നമ്മൾ ഇന്നത്തേക്ക് അങ്ങ് ജീവിക്കുക. അനാവശ്യമായിട്ട് നമ്മൾ വരാൻ പോകുന്നതിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക, ഇന്നലകളെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. ഞാനെപ്പോഴും എൻ്റെ ഒരു പൊതു രീതി അതാണ് ഞാൻ ബിഗ് ബോസിൽ പോയപ്പം എൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയ ഒരു നല്ല ഉപദേശമായിരുന്നു. ക്രിക്കറ്റ് കളിക്കുന്ന ആളല്ലേ അഖിലേ, ഒരു ബൗളർ ഏത് ബോളാണ് എറിയുന്നതെന്ന് മുൻകൂട്ടി ജഡ്ജ് ചെയ്തല്ലല്ലോ നമ്മൾ ബാറ്റ് ചെയ്യുന്നത്. ആ ബോൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ ബാറ്റ് ചെയ്യാൻ. ഫുൾ ടോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ ബാറ്റ് ചെയ്യണം, ഓർപ്പിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബാറ്റ് ചെയ്യണം, യോർക്കർ ആണെങ്കിൽ അങ്ങനെ ബാറ്റ് ചെയ്യണം, ബൗൺസർ ആണെങ്കിൽ അങ്ങനെ ബാറ്റ് ചെയ്യണം. ബൗൺസർ ആണെന്ന് കരുതി നമ്മൾ ചിന്തിച്ചിരുന്നിട്ട് ബാറ്റ്സ്മാൻ ബൗളർ യോർക്കർ എറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, നമ്മൾ ഔട്ടായി പോകും. ഇപ്പോൾ ലൈഫിലും നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളെയും ആ പന്തുകളായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്ന് ചിന്തിച്ച് ഒന്നും ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് കുറച്ച് പേർ അഖിലിനെ തെറി വിളിക്കും, അതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കണം, കുറച്ച് പേർ അഖിലിനെ പറ്റി നല്ലത് പറയും, അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണം. അങ്ങനെയൊന്നുമില്ല. ഞാനാണ്. അതാണോ നിങ്ങളുടെ നിലപാട്? പലരും നിങ്ങളെ കളിയാക്കാറുണ്ട്, നിലപാടില്ലാത്തൊരു വ്യക്തിയാണെന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നിലപാട് കൂടുന്നതുകൊണ്ടാണോ? അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായൊരു കാര്യമാണ്, കേരള രാഷ്ട്രീയത്തിലെ ഒരൊറ്റ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചർച്ചകളോ അഭിപ്രായങ്ങളോ ഒന്നും തന്നെ നമ്മുടെ പുതിയ തലമുറയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലുള്ള കുട്ടികളൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല, കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നത്, ഉച്ചയ്ക്ക് പറയുന്നതല്ല വൈകിട്ട് പറയുന്നത്. അവരാകെ കൂടുതലും കേട്ടിട്ടുള്ള ആൾക്കാരിൽ ഒരാളായിരുന്നു ഞാൻ. അവരതിൽ കേട്ട 2 കാര്യങ്ങളാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പോയി എന്നുള്ളൊരു സാധനം. പിന്നെ നമ്മൾ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ നമ്മൾ എടുക്കുന്ന സത്യത്തിനൊപ്പം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡിനെയാണ് നമ്മൾ നിലപാടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് അറിയില്ല എന്താണ് നിലപാടെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം ചിലർ പറയും ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർ ആയിരുന്നില്ല. ആദ്യം അത് മനസ്സിലാക്കണം. കോൺഗ്രസിൻ്റെ മെമ്പറായ ഒരാൾ ആ പാർട്ടി വിട്ട് പോകുമ്പോൾ മാത്രമേ അയാളുടെ രാഷ്ട്രീയത്തിൽ ചേഞ്ച് വരുന്നുള്ളൂ. ഞാനൊരു പ്രതിപക്ഷ രാഷ്ട്രീയ സ്വരമെന്ന നിലയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അനുകൂലമായി ഞാൻ സംസാരിച്ചു. ഞാൻ നാളിതുവരെ ഒരു വർഗീയമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും മതപരമായ ഒരാളെ വിഷമിപ്പിക്കുന്ന സത്യം പറയും. സത്യം പറയുമ്പോൾ ചിലർക്ക് പൊള്ളും, പക്ഷേ ബോധമുള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു നിലപാടുകളും മാറി എന്ന് പറഞ്ഞ് ഇവർക്ക് വരാൻ പറ്റില്ല. കാര്യം എൻ്റെ അടുത്ത് നിങ്ങൾ കൃത്യമായി പോയിൻ്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ ചോദിച്ചോ, ഇന്നലകളിൽ ആ അഭിപ്രായത്തോട് മാറ്റമുണ്ടോ? അപ്പോഴല്ലേ ആ അഭിപ്രായം മാറത്തുള്ളൂ. ചിലത് അഭിപ്രായമായിരിക്കും, ചിലത് ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പം നിലപാടെന്ന് പറഞ്ഞാൽ ഒരു 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 2 പേർ തമ്മിലൊരു പ്രശ്നം നടക്കുമ്പോൾ ഒരാളുടെ ഭാഗത്തായിരിക്കും സത്യം, പക്ഷേ ആ സത്യം ഉള്ളവൻ്റെ ഒപ്പം ആരും ഇല്ലെന്ന് വെച്ചോ, പക്ഷേ ഞാൻ അവൻ്റെ ഒപ്പം നിൽക്കും. എനിക്ക് ആൾക്കൂട്ടത്തിന് വേണ്ടിയിട്ട് മറ്റവൻ്റെ കൈയിടി എനിക്ക് വേണ്ട. ആരുടെ ഭാഗത്താണോ സത്യം ആ സത്യത്തിനൊപ്പം നിൽക്കും. അതാണ് എൻ്റെ നിലപാട്. അത് അന്നും ഇന്നും എന്നും. നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തില്ല, ഡോക്ടർ അരുൺകുമാറിൻ്റെ കാര്യം. അത് ശരിക്കും അരുൺകുമാർ ആർക്കും കൊടുക്കാത്തൊരു പ്രാധാന്യം താങ്കൾക്ക് ആ ഒരു ദിവസം 2-3 തവണയായിട്ട് തരികയും ചെയ്തു. പക്ഷെ അരുൺകുമാർ പറഞ്ഞ 1-2 കാര്യങ്ങൾ എനിക്കൊരു ഡൗട്ടുണ്ട്. അതായത് ഡൗട്ടല്ല, ഇതുണ്ട്. ലൈക്ക് ഐ റെസ്പെക്ട് ബോത്ത് ഓഫ് യു. ഇപ്പം നിങ്ങൾ ഒരു ഇലക്ഷന് മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അണികളെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ഊർജ്ജം കൊടുക്കുക, കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പലതും പറയും. എല്ലാ ആളും അതിപ്പം 100% തോക്കും ഉറപ്പുള്ള ഒരാളും ഞാൻ ജയിക്കും എന്നല്ലേ പറയുള്ളൂ, അങ്ങനെ പറയുള്ളൂ. അപ്പോൾ മത്സരത്തിലാണ് ഇറങ്ങുന്നത്. അപ്പം ഞാൻ ജയിക്കും, എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ ജയിക്കും, നമ്മൾ ജയിക്കും എന്നേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ പല സ്റ്റേറ്റ്മെൻറ്റ്സും പറഞ്ഞു. പിന്നെ നിങ്ങൾ അരുൺകുമാറിനെ ടാർഗറ്റ് ചെയ്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അത് അരുൺകുമാർ എടുത്തിട്ട് ഇലക്ഷൻ ദിവസം പറഞ്ഞു. പക്ഷേ അവിടെ ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഞാൻ കുറച്ച് മണ്ഡലങ്ങളിലെ റിസൾട്ട്സ് കമ്പയർ ചെയ്തപ്പോഴത്തേക്കിനും കഴിഞ്ഞ വർഷം ഇവിടെ BJP നേടിയ സീറ്റിൽ വോട്ടിലും കൂടുതൽ വോട്ട് നിങ്ങളിവിടെ നേടിയില്ലേ? അല്ല, അത് അതായത് ഇത് നമ്മളൊരു നേട്ടം എന്നോ കോട്ടമെന്നോ പറയുകയല്ല. ഒന്ന്, ഇവിടെ താമര ചിഹ്നത്തിൽ വർഷങ്ങളായിട്ട് വോട്ട് ചെയ്തിരുന്ന BJPയുടെ അനുഭാവികൾ, അവരുടെ മുന്നിലേക്ക് ചക്ക എന്നൊരു ചിഹ്നമാണ് വരുന്നത്. അവർ ചക്കയിൽ കുത്തുമെന്നുള്ള കാര്യത്തിൽ എന്താണ് ഉറപ്പ്? പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഇവിടെ താമര ചിഹ്നത്തിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന BJPയുടെ ഒരു 12,000, 13,000 അല്ലെങ്കിൽ 15,000 വോട്ടർമാരെ കൊണ്ട് ചക്കയിലേക്ക് കുത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ മനസ്സിനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. കാരണം അവരങ്ങനെ ശീലിച്ചിട്ടില്ല. നമ്മുടെ UDF പോലെയോ LDF പോലെയോ ഒരു മുന്നണി സംവിധാനത്തിലല്ല BJP പ്രവർത്തിച്ചത്. ഒരു സീറ്റ് പോലും കിട്ടാതിരുന്ന കാലത്തും BJP ഇവിടെ BJP ആയിട്ടാണ് നിന്നത്. ഞങ്ങൾക്ക് 100 വോട്ട് മതിയെങ്കിൽ ആ 100 വോട്ട് ഞങ്ങൾ താമരയ്ക്ക് കുത്തു. അവരുടെ മനസ്സിൽ അത്രയും അടിയുറച്ച് അവരുടെ ആശയത്തോടും അതായത് അധികാരത്തെക്കാട്ടി ഉപരി ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ BJPക്കാർ. അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവർക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാമല്ലോ, പല സ്ഥാനമാനങ്ങളും തേടി പോയിട്ടില്ലല്ലോ, അവരെ കൊണ്ട് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ 21,500 വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഞാനെന്ന് പറയുന്ന വ്യക്തിക്കല്ല കിട്ടുന്നത്, NDA എന്ന് പറയുന്ന മുന്നണിക്ക് കിട്ടുന്ന വോട്ടാണ്.
ആ മുന്നണിക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടി ഇവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന കോൺഫിഡൻസ് മാത്രമാണ് ആസ് എ കാൻഡിഡേറ്റ് എനിക്ക് പുറമേ നിന്ന് ഇത്ര വോട്ടും കൂടെ കിട്ടും, നിങ്ങൾ ധൈര്യമായി നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കൂ എന്ന് പറയുന്ന ഒരു ഇമ്പാക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അരുൺകുമാർ അത് നമ്മൾ പുള്ളി പൊതുവേ ഈ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ ഒന്നും സത്യം പറയത്തില്ല, വാർത്തകളെ വളച്ചൊടിക്കും, സമൂഹത്തിൽ അനാവശ്യമായ ഭീതി സൃഷ്ടിക്കും, വിഷയങ്ങളിൽ വൈകാരികത കുത്തിക്കയറ്റും. ഒരു മാധ്യമപ്രവർത്തകൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പക്ഷവും പറയാൻ പാടില്ലാത്ത ആളാണ് ആക്ച്വലി മാധ്യമപ്രവർത്തകർ. അപ്പം ഈ ഒരു ചാനൽ പെട്ടെന്ന് ഒരു ബിഗ് ബോസ് സംസ്കാരം കൊണ്ടുവരികയാണ്. ഈ റിപ്പോർട്ടർ ചാനലാണ് ആക്ച്വലി ഒരു ബിഗ് ബോസ് സംസ്കാരം കൊണ്ടുവരുന്നത്. കാരണം ഇവർ 4 പേരും കൂടി ഇരുന്നിട്ട് 4 അഭിപ്രായങ്ങൾ പറയുകയാണ്. ഇതാണല്ലോ ഞാൻ പറഞ്ഞത്, ബിഗ് ബോസ് ഇതാണല്ലോ. ഈ 4 അഭിപ്രായം പറയുമ്പോൾ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കും. ഈ തമ്മിലടി കാണാൻ വേണ്ടിയിട്ട് 4 പേരുടെ ആൾക്കാരും വന്നിരിക്കും. അപ്പം BJPയുടെ ഓഡിയൻസിനെയും ഓഡിയൻസിനെയും നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഓഡിയൻസിനെയും എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തി ഞങ്ങളുടെ ചാനലിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാധ്യമ സംസ്കാരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് പുതിയൊരു സംവിധാനം കൊണ്ടുവന്ന് മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയം പറയാൻ തുടങ്ങി. ഇവരുടെ അടുത്ത് ആരാ പറഞ്ഞ കോൺഗ്രസിനെ അനുകൂലിച്ച് സംസാരിക്കേണ്ടി ഇവരാരാണ്? ഇവർ BJP അനുകൂലിച്ച് എന്താണ് മാധ്യമപ്രവർത്തനം? നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന വിഷയങ്ങളെ സത്യസന്ധമായി ജനത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക. ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറച്ചു വിളിച്ച് പറയുക. അവർക്ക് എന്തിനാണ് പക്ഷം ചേരേണ്ട കാര്യം? എന്തിനാണ് PR വർക്ക് മാധ്യമങ്ങൾ നടത്തേണ്ട കാര്യം? പക്ഷേ ഇന്ന് ദീപസ്തംഭം മഹാചര്യം, എനിക്കും കിട്ടണം പണം, ഇത് തന്നെയാണ് ഈ ഒരുവിധപ്പെട്ട പല മാധ്യമങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരുതരം താല്പര്യ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളായി മാറിക്കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ നോക്കിയാൽ അവരുടെ വാർത്താ അവതരണ രീതി നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനെ എങ്ങനെങ്കിലും ഒന്ന് ന്യായീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പല വിഷയങ്ങളും ഞാനത് കണ്ടിട്ടുണ്ട്. ഇപ്പം വേടനുമായിട്ട് അരുൺകുമാർ നടത്തിയ ഇൻ്റർവ്യൂവിൽ വേടൻ പറഞ്ഞൊരു കാര്യത്തെ പുള്ളി ശരിവെച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രാഹ്മണിക്കൽ ഹിജിമണി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഈ നാട്ടിൽ വിഭാഗീയ സൃഷ്ടിക്കുക, ഇങ്ങനെയൊക്കെ പല ഘട്ടങ്ങളിലും പുള്ളിയുടെ പല കാര്യങ്ങളും പുള്ളിയുടെ പല വാർത്താ അവതരണ രീതികളും ഒരുപാട് അറിവുള്ള മനുഷ്യനാണ്. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ആൽഫ്രഡ് നോബൽ, അപ്പം അദ്ദേഹം ഈ സാധനം കണ്ടുപിടിച്ചത് ലോകത്തിന് ഗുണമല്ല, ദോഷകരമായിട്ട് ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒരുപാട് അറിവുള്ള ആളാണ് ഒസാമ ബിൻ ലാദനും. അല്ലെങ്കിൽ പിന്നെ ഈ സാമാനം എടുത്താൻ അതുകൊണ്ട് കയറ്റാൻ പറ്റും. നല്ലൊരു പ്രസന്ററാണ്. മനോഹരമായ ഒരു വിഷയത്തെ തൻ്റെ താല്പര്യങ്ങളെയും തനിക്കിഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങളുടെയോ തനിക്കിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളെയോ മനോഹരമായി അവതരിപ്പിച്ച് ജനങ്ങൾക്ക് ശേഷി. അരുണിപ്പം ചാനൽ മാറി വേറെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മാറാം. പക്ഷേ ഞാൻ പുള്ളിയെ മീഡിയ കൊണ്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ പുള്ളി കുറേയൊക്കെ ജെന്യൂനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ആളായിരുന്നു. എസൻസിൻ്റെ ഈ യുക്തിവാദികളും പ്രൊഫസർ രവിചന്ദ്രനും ചിദാനന്ദപുരി സ്വാമിയും കൂടെ മീഡിയ നിങ്ങളെ റോസ്റ്റ് ചെയ്തിട്ടുള്ളതല്ലേ? അത് നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. ഇപ്പം കുറച്ച് തീവ്രവാദികളെല്ലാം കൂടെ ചേർന്നിരുന്ന് നമ്മളെ തെറി പറഞ്ഞാൽ നമ്മൾ അത്രയും ദേശീയബോധമുള്ള ആളായിട്ടല്ലേ നമുക്ക് നമ്മളെ കാണാൻ പറ്റും. അതിലൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. ഈ രവിചന്ദ്രൻ മാഷും ചിദാനന്ദപുരി സ്വാമിയും തമ്മിലുള്ള ഒരു ഡിബേറ്റിനെ ഇയാൾ മോഡറേറ്റ് ചെയ്തിട്ടുണ്ട്, അരുൺകുമാർ. ഇതൊക്കെ ഞാൻ 3.5 മണിക്കൂറൊക്കെ നീണ്ട ഡിബേറ്റൊക്കെ ഞാനിരുന്ന് ഫുള്ള് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് നമുക്ക് അരുൺകുമാർ ചാനൽ ഇയാൾ മാധ്യമപ്രവർത്തനാകുന്നതിന് മുന്നേ നമുക്കറിയാം. പുള്ളി ചെറിയ ചെറിയ പരിപാടികൾ കണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ നോട്ട് ചെയ്യത്തക്ക രീതിയിലൊരു ഓറ പുള്ളിക്കുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ദൗർഭാഗ്യവശാൽ തൻ്റെ കഴിവ് നാടിന് ദോഷകരമാവുന്ന രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കൂടുതൽ സമയം പ്രവർത്തിച്ചളയും, കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചളയും. അവിടെയാണ് കുഴപ്പം. കച്ചവടം മാറിയിട്ട് നല്ല മനുഷ്യനായി കഴിഞ്ഞാൽ അയാളെ കാട്ടി നല്ല മാധ്യമപ്രവർത്തകർ പക്ഷേ കേരളത്തിൽ കാണത്തില്ല. കാര്യം അത്രയും മിടുക്കനാണ് പുള്ളി. ശരിക്കും നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തനം കുറേയൊക്കെ മാറി. ഇപ്പം അവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട്. ഇപ്പോൾ ഈ ഓൺലൈൻ മീഡിയാസിനെ കുറ്റം പറയാറുണ്ട്, പാപ്പരാസികളെ കുറ്റം പറയാറുണ്ട്. പക്ഷേ അതുപോലെ ആയി സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി അവരും അതൊക്കെ തന്നെ കാണിക്കുന്നത്. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ ചർച്ചയ്ക്ക് പോയായിരുന്നു. എനിക്കവിടെ സംസാരിക്കാൻ വളരെ ലിമിറ്റഡ് സ്പേസ് ആണ് കിട്ടിയത്. എനിക്ക് പല കാര്യങ്ങളും പറയാൻ പോലും പറ്റുന്നില്ല. കാരണം അവിടെ അത്ര ആൾക്കാർ ഇരിക്കുകയാണല്ലോ. ഒരു 6-7 പ്രാവശ്യം ആ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. 4 മണിക്ക് തുടങ്ങുന്ന ഷോ ആണെന്ന് പറഞ്ഞ് കറക്റ്റ് ഞാൻ 4 മണിക്ക് അവിടെ ചെന്ന് ഷോ തുടങ്ങുന്നത് രാത്രി 8 മണിക്ക്. അത്രയും നേരം നമ്മളവിടെ പോസ്റ്റാണ്. ലൈക്ക് ദേ ട്രീറ്റ് യു വെൽ, ബട്ട് അത്രയും നമ്മുടെ ഒരു ദിവസം അവിടെ പോയി കിട്ടുകയാണ്. നമ്മുടെ സമയം അവിടെ പോയി, നമ്മൾ അത്രയും നേരം അവിടെ പോസ്റ്റാണ്. പിന്നെ കുറേ ആൾക്കാർ ചേർന്നിരിക്കുന്ന ഒരു ഷോ ആണ്. നമുക്കവിടെ നമ്മൾ വളരെ ലിമിറ്റഡ് സ്പേസേ കിട്ടുള്ളൂ. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ടോപ്പിക്ക് മാറി അടുത്ത ആളിലേക്ക് പോകും. എന്നെ വിളിച്ചത് 7-8 പ്രാവശ്യം വിളിച്ചത്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണാർത്ഥത്തിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു സ്പേസ് അങ്ങനെയാണ്. പിന്നെ 8-10 പേർക്കിടയിൽ വന്നിരുന്ന് നമ്മൾ ഈ ബേളം വയ്ക്കുമ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ ടോട്ടൽ കോണ്ടെക്സ്റ്റിൽ ആൾക്കാരെ എത്തുന്നില്ല. ഞാൻ ശ്രീകണ്ഠ സാർ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 1.5 മണിക്കൂറുകൾ ഞാനും പുള്ളിയും തമ്മിൽ മാത്രം ഉള്ള ഷോ ഏതാണ്ട് 17 ലക്ഷം വ്യൂസ് കിടപ്പുണ്ട്. യൂട്യൂബിലും കിടപ്പുണ്ട് 17 ലക്ഷം വ്യൂസ്. അവരുടെ ചാനൽ ഹിറ്റായിരുന്നു. ഞാൻ ഹാഷ്മിയും തമ്മിൽ ഡിബേറ്റ് നടന്നിട്ടുണ്ട്. അത് ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ സമർത്ഥിക്കാൻ പറ്റും. 10 പേര് അഭിപ്രായം പറയുമ്പോൾ നമ്മളിൻ്റെ ഇടയ്ക്കൂടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ആൾക്കാർ കേൾക്കത്തില്ല.
അവസാനം അത് വിവരക്കേടായിട്ട് ഞാൻ പിന്നെ പോയതെന്നറിയോ, ഞാൻ പണ്ട് ചെറുപ്പം മുതലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആയിരുന്നല്ലോ നമ്മൾ നമ്മൾ തമ്മിൽ കൊണ്ട് അപ്പം ഈ ഇദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്ത ഒരു എന്തൊക്കെ പറഞ്ഞാലും ഹീസ് എ ലെജൻഡ്. പിന്നെ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്നത് മലയാള ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ വലിയൊരു എന്താ ഏഷ്യാന്റെ ഏഷ്യാണ്ടാക്കിയത്, ഇടയ്ക്ക് മഴവിൽ മനോരമ അതാക്കി, ഇന്ന് ഈ ചാനൽ പിന്നെ ഭയങ്കര ഹൈലി ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഷോ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ മാത്രം ഞാൻ പോയതാണ്. സാറ് ഗംഭീര മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒക്കെ ടാലന്റും അദ്ദേഹത്തിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. ഇന്നും ഈ പ്രായത്തിലും ഇത്ര എനർജറ്റിക് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളൊന്നും കേരളത്തിലുണ്ടാവും. കാരണം അദ്ദേഹം നമ്മളെയൊക്കെ കാണുന്നത് ആ ഫ്ലോറിൽ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. നമ്മുടെ ഒന്നും പേര് പോലും പുള്ളിക്ക് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ആൾക്കാരെ കാണുന്ന ആൾക്കാരെ എല്ലാവരുടെയും പേരും ഡെസ്റ്റിനേഷനും ഒന്നും ഓർത്തൊക്കത്തില്ല. ചെവിയിലൊരു സാധനം ഇല്ല. ഇതിലെങ്ങനെയോ ബാക്കിൽ ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടൊക്കെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ ഒരു സിംഗിൾ ടേക്കിൽ പോകുന്ന സംഭവങ്ങളാണ്. ഇടയ്ക്ക് കട്ടോ പരിപാടികളൊന്നും ഇല്ല. അത് അങ്ങനെയൊക്കെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയാ, അത് കഴിവാട്ടോ. പുള്ളി ഇന്ന് ഇപ്പോഴും അത്രയും എനർജറ്റിക്കലി കൈകാര്യം ചെയ്യുന്നില്ലേ. ഈ പുതിയ തലമുറയിലെ പല ആൾക്കാർക്കൊപ്പം പുള്ളി ഇപ്പോഴും പിടിച്ചിരിക്കുന്നുണ്ട്. ഈ അരുൺകുമാറിനൊക്കെ കൂടെ പിടിച്ചിരിക്കണ്ടേ? ഹീസ് ഡൂയിങ് ഇറ്റ്. എന്തായാലും കൊള്ളാം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനിയിപ്പം എന്തായാലും അഖിൽമാരാറിൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് തുടർന്നും നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാവട്ടെ. രാഷ്ട്രീയത്തിൽ നല്ല രീതിയിൽ ഒരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് യു ഹാവ് സം സ്പേസ് ദെയർ. നിങ്ങൾ വർക്ക് ചെയ്യണം. അല്ല, നമ്മൾക്ക് ഒരു സ്പേസ് ജനങ്ങൾ തരണം, നമുക്കൊരു സ്പേസ് രാഷ്ട്രീയ പാർട്ടികൾ തരണം. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒറ്റയ്ക്ക് നമ്മളെല്ലാവരും കൂടെ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇറങ്ങി ഒരു പുതിയൊരു ആശയത്തിൻ്റെ പിന്നാലെ നമ്മൾ സഞ്ചരിക്കണം. ഇപ്പം നിലവിൽ ഞാൻ ആക്ച്വലി ഇപ്പോൾ 2020 പോയെങ്കിലും അവരുടെ അങ്ങനെ പൊളിറ്റിക്കൽ പോസ്റ്റോ കാര്യങ്ങളോ മറ്റുള്ള ചർച്ചകളോ ഒന്നും വരാത്തതുകൊണ്ട് ഞാനിപ്പോഴും ആ പഴയ അഖിൽ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. ഇപ്പോഴും ഞാൻ ഇവിടെ തന്നെ പാലാരിവിടത്തുള്ള എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു 10 ഫ്ലെക്സെങ്കിലും ഞാൻ ഇപ്പോഴും കാണും. നിങ്ങൾ വരുന്ന വഴിക്കും കണ്ടു കാണും. അവിടെ ഇതൊക്കെ എൻ്റെ അടുത്ത് മാറ്റാത്തെ. അത് ആക്ച്വലി മാറ്റേണ്ടതാണ്. അത് എനിക്കറിയത്തില്ല. അതൊക്കെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. മാറ്റിയിട്ടില്ല കേട്ടോ. അതൊക്കെ ചെയ്യേണ്ടതാണ് പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ. ഉമാ തോമസിൻ്റെയും കാണാം. കുറേയൊക്കെ എനിക്ക് തോന്നുന്നു മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ എടുത്ത് മാറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തിരിക്കുന്നതാണെന്ന് തോന്നി ഇരിക്കുന്നതൊക്കെ. ബാക്കിയെല്ലാം അതായിരിക്കണം. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതാണ്. അതൊക്കെ മാറ്റിയിട്ടൊന്നുമില്ല. ബാക്കിയെല്ലാം എല്ലാം മാറ്റി. ഇലക്ഷൻ്റെ പിറ്റേന്നാകുമ്പം എല്ലാം മാറ്റും. ഒരുവിധപ്പെട്ട മെയിൻ സ്ഥലത്തിരിക്കുന്ന എല്ലാം മാറുമല്ലോ. എനിക്കൊന്ന് വോട്ടെടുപ്പിൻ്റെ തലേന്ന് ഒരുവിധപ്പെട്ട എല്ലാം മാറും. കുറേയൊക്കെ മാറും. ഇപ്പോഴും ചില ആൾക്കാരൊക്കെ ചില ഇരിപ്പുണ്ട്. പിന്നെ ഇരിക്കട്ടെ, ഇടയ്ക്കിടയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ നിങ്ങൾ ചിരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇങ്ങനെ കാണാം. ഞാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ വരെ പോകുമ്പോൾ മിനിമം ഒരു നാളല്ല അത് ഇരിക്കുന്ന കണ്ടപ്പോൾ സുഖിത്ത് ഈ കോപ്പൊന്നും എടുത്ത് മാറ്റാറായിരിക്കും. ആ മാനസികാവസ്ഥയിലാണ് പോകുന്നത്. അല്ല, അങ്ങനല്ല. അപ്പം നിങ്ങളിങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ ഫ്ലെക്സ് അവിടെ ഇപ്പോഴും ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നാറുണ്ടോ? തുടക്കം അതായെന്നറിയോ, ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി നമ്മൾക്ക് ജനങ്ങൾക്കിടയിൽ നിന്നൊരു സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് കിട്ടുന്ന പബ്ലിസിറ്റി, പിന്നീട് കിട്ടുന്ന അറ്റൻഷനിലൊന്നും എക്സൈറ്റ്മെൻറ്റുകളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അന്നും ഇന്നും അതിനുശേഷം ഞാൻ ചിന്തിച്ചത്, ഈശ്വര എനിക്കിത് ഫിനാൻഷ്യലി, അതായത് ഒരാളെയും ആശ്രയിക്കാതെ നമ്മൾ ഒരാളെ ഫോൺ വിളിച്ചാൽ ഒരാൾ എടുക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ശരി, ഇപ്പൊ അഖിൽമാരാറിന്റെ ഇപ്പോഴത്തെ പ്രധാന വരുമാന മാർഗങ്ങളൊക്കെ എന്താണ്? എന്തൊക്കെയാണ് നിങ്ങളുടെ ഇപ്പം സ്ട്രാറ്റജീസ്? പേഴ്സണലി ഇപ്പം പ്രോഗ്രാമുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം വരുന്നു. ഇപ്പോഴും റീസെന്റ് ഞാൻ ദുബായിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഈ ഇലക്ഷൻ അതൊരു ഇവന്റ് ആയിരുന്നു. ഇവന്റ് ഇനാഗുറേഷൻസ് ഇപ്പം ഞാൻ ചാറ്റ് ജിപിടിയുടെ ഒഫീഷ്യൽ പരസ്യം ചെയ്തിട്ടുണ്ട്. ചാറ്റ് ജിപിടി എന്നെയാണ് സെലക്ട് ചെയ്തത്. അതൊക്കെ ഓൾമോസ്റ്റ് 2 lakh നമുക്ക് കിട്ടും. അങ്ങനെ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിനൊക്കെ മിനിമം 1.5 to 2 lakh വരെ നമുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് കിട്ടും. അതേപോലെ ഈവൻ നമ്മളെ ഫംഗ്ഷന് വിളിക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം പേയ്മെൻറ്റുകൾ കിട്ടും. പിന്നെ റിയൽ എസ്റ്റേറ്റ്, ഷെയർ ട്രേഡിങ്ങിൽ നിന്ന് സലൂൺ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അതിനകത്തുനിന്നുള്ള ലാഭമൊക്കെ വളരെ കുറവായതുകൊണ്ട് അതിപ്പോൾ നമ്മളതങ്ങ് വിട്ടു. അതിനുവേണ്ടി സമയം കളയാൻ നമുക്കില്ല. ദുബായിലും എനിക്ക് അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അതിപ്പോഴൊന്നുമില്ല, ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നുള്ള ഇൻകം എനിക്ക് ദുബായിൽ നിന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അത് മതി. നമുക്ക് അത്യാവശ്യം നമ്മളുടെ ആഗ്രഹങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തക്ക ഒരു ഇൻകമൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബിസിനസ്സുകാർക്ക് ഞാൻ ചില പൈസകളൊക്കെ നമുക്ക് പല വഴിയിലൂടെ വന്ന പൈസകളൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മാസം അവരുടെ പ്രോഫിറ്റിൽ നിന്നൊരു എമൗണ്ട് നമുക്ക് തരും. ഇൻവെസ്റ്റർ ആണോ? ഏതെങ്കിലും ബ്രാൻഡ് അംബാസഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇപ്പം ഞാൻ പോകുന്നൊരു മൂൺ എന്ന് പറയുന്നൊരു ജ്വല്ലറി ദുബായിൽ അവരുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് പോകുന്നുണ്ട്. അത് അവർ തന്നതാണ്, ചുമ്മാ അതുകൊണ്ട് അവർക്ക് കരുത്തിലിട്ടതാണ്. പിന്നെ ഞാൻ കുറച്ച് ഈ ഭാരതീയ സംസ്കാരത്തോടും നമ്മുടെ ഇത്തരം കാര്യങ്ങളോടൊക്കെ ചേർന്ന് നിന്ന് ജീവിക്കുന്ന ഒരാളുമാണ് ഞാൻ. എനിക്ക് നിങ്ങളിങ്ങനെ ഈ ഒരു ട്രഡീഷണൽ അറ്റയറിൽ വരുമ്പോൾ കാണുമ്പോൾ നല്ല ഞാൻ കൂടുതലും മുണ്ട ഷർട്ട് അന്ന് രാത്രി ദുബായ് പോകാൻ വേണ്ടി ഇറങ്ങിയതുകൊണ്ട്
ഞാൻ കിട്ടിയതും പറക്കിയിട്ടിട്ട് ഇറങ്ങി വന്ന ആളാണ്. അതിനകത്ത് ഏത് ബ്രാൻഡെന്ന് നോക്കിയിട്ട്, കാരണം അത്യാവശ്യം ഷൂസ് ആയാലും ഡ്രസ്സ് ആയാലും ഇതൊക്കെ നമുക്ക് അയ്യോ, അതിനകത്ത് മറ്റേ റെയ്ബാൻ ഗ്ലാസിനെ വരെ കളിയാക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. ഇതൊക്കെ നമ്മളങ്ങനെ അതിനിപ്പോ ഞാനും ഞാൻ ഫോട്ടോഷൂട്ട് എന്താ, നമുക്ക് വളരെ ഈസിയാ, ചുമ്മാ അല്ല മറ്റൊരു ഞാൻ യഥാർത്ഥത്തിലുണ്ടല്ലോ ഇപ്പോൾ ഈ ബിഗ് ബോസ് സാധാരണ ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ള ആൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒരു പ്രോപ്പർ സൺസ്ക്രീൻ പോലും ഉപയോഗിക്കാതിട്ട് മുഖം കരുവാളിച്ച് പോരാളാണ്. ഞാനിതൊന്നും ഉപയോഗിക്കുന്ന ഒരാളല്ല. പിന്നെ ഒരു ഫോട്ടോഷൂട്ട് പോലും നടത്തിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാരെ ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ ഫോട്ടോ വെച്ചാൽ ഫോട്ടോ ഇല്ല. സാധാരണ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഫ്രീ കൊളാബറേഷൻ വർക്കുകളും പല ഫോട്ടോഗ്രാഫേഴ്സും വന്ന് ഫ്രീ ആയിട്ട് എടുത്തു തരും. അതിന് പോലും ഞാൻ പോയിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്, അന്ന് മുതൽ ഇന്ന് വരെ. കാരണം എനിക്ക് അങ്ങനെയുള്ള ഒരു സെലിബ്രിറ്റി ഇമേജ് അതൊന്നും അല്ല എൻ്റെ ലക്ഷ്യം. അഖിലിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താ? അത് വളരെ നാച്ചുറൽ ഫുഡ്. എന്താണ്? പഴങ്കഞ്ഞി, അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഉണ്ടാക്കി തരുന്ന ഒരു വിധപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാരഗണി പോയി ഫുഡ് കഴിച്ചിട്ട്, അപ്പോൾ അവിടുത്തെ മറ്റേ മീൻകറി കഴിച്ച്, അവിടുത്തെ ഒരു സലാഡ് കഴിച്ചു. ഫിഷ് മാംഗോ കറിയാണോ? ഫിഷ് മാംഗോ കറി കഴിച്ചിട്ട് വീട്ടിൽ വന്ന് വൈഫ് ഉണ്ടാക്കി പാരഗണിനെക്കാട്ടിയും കിടിലൻ, സീരിയസ്ലി. അപ്പം പിള്ളേരും പറഞ്ഞു, ഞാനും പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പോൾ വന്നിട്ട് അവൾ തന്നെ പറഞ്ഞു, നിങ്ങളിങ്ങനെ എന്നെ ഓരോ ഹോട്ടലിലും കൊണ്ടുപോയിട്ട് ഫുഡ് മേടിച്ച് തരുവാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ ഉണ്ടാക്കി തരുമെന്ന്. ആക്ച്വലി എൻ്റെ വൈഫ് ഗംഭീര കുക്കാണ്, ഗംഭീര ടേസ്റ്റാണ് അവൾ എന്തുണ്ടാക്കിയാലും. അപ്പോൾ ഞാൻ എവിടെ ആയാലും ഞാൻ ഓടിപ്പോയി വീട്ടിൽ നിന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് അവൾ ഉണ്ടാക്കി തരുന്ന എല്ലാം ഞാൻ കഴിക്കും. അതിനകത്ത് എനിക്ക് ഇഷ്ടാനിഷ്ടങ്ങളില്ല. പക്ഷേ അതേസമയം പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ പലതും മാറ്റി വയ്ക്കും. അഖില് ഇപ്പം പല കാര്യങ്ങളായിട്ട് പല യാത്രകൾ ചെയ്യാറുണ്ടല്ലോ. അഖിലിൻ്റെ യാത്രകളിൽ അഖിൽ എൻജോയ് ചെയ്യുന്ന ഏറ്റവും എന്താ പറയുക സംഭവങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഞാൻ ആക്ച്വലി ഇപ്പം നമ്മളിപ്പം ദൈവം അനുവദിച്ചിപ്പം ഒരു സമയത്ത് എനിക്ക് പാസ്പോർട്ട് പഴയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം, കേസ് കാരണം 1 ഇയർ പാസ്പോർട്ട് കോടതിയിൽ നിന്ന് റിപ്പീറ്റ് എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. അത് പാടാം. അതായിരുന്നു ആദ്യം. അതുകൊണ്ട് എനിക്ക് വലിയ പാടായിരുന്നു യാത്രകളും മറ്റുമൊക്കെ. പിന്നെ നമ്മളതിൽ പൈസയും ഇല്ല. പിന്നെ സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്നത്, ദുബായിക്ക് പോകുന്നത്. പിന്നീട് ഇപ്പം യൂറോപ്പിൽ ഉൾപ്പെടെ ഒരു 10-15 രാജ്യങ്ങളിൽ പലപ്പോഴായിട്ട് നമ്മൾ പോയി. അപ്പോൾ ഈ പുറത്തു പോയ രാജ്യങ്ങളിതൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഇന്ന് സന്തോഷം അറിയുമോ, ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടെ അച്ചൻകോവിൽ കാട്ടിൽ കയറി, അവിടെ അങ്ങനെ പോയി തെങ്കാശി, തിരുമലക്കോവിൽ. ഇത് ഒരു സമയത്ത് ഇന്ന് പിള്ളേരെല്ലാം കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് വീഡിയോസ് ഇടാറുണ്ട്. ഇതൊക്കെ ബൈക്ക് ഓടും. ഒരു സമയത്ത് ഞാൻ ബൈക്ക് ഓടുന്നുകൊണ്ട് കേരളം മൊത്തം കറങ്ങിയ ആളാണ്. ഈ കേരളത്തിനകത്ത് ഞാൻ എക്സ്പ്ലോർ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അത്ര മനോഹരമായ സ്ഥലമാണ്. പിന്നെ ഷിംല, മനാലി അങ്ങനെയുള്ള നമ്മുടെ പിന്നെ എനിക്ക് ഈ ഉത്തരേന്ത്യയുടെ കൾച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കൾച്ചറുകളെല്ലാം കണ്ട് ഞാൻ പോയിട്ടുണ്ട്, ഒരുവിധപ്പെട്ട എല്ലായിടത്തും പോയിട്ടുണ്ട്. പക്ഷേ ഒന്ന് ഫ്രീ ആയി ഒരു 1.5 മാസം ഞാൻ ഒരിക്കൽ BMൻ്റെ ഒരു ബൈക്ക് എടുത്തായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, പക്ഷേ എൻ്റെ കൂടെ വരാൻ എനിക്ക് കംഫർട്ടാവുന്ന ആൾ വേണമല്ലോ. ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ യാത്രകളിൽ പോയി കാണുന്ന സ്ഥലമല്ല എൻജോയ് ചെയ്യുന്നത്, ഒപ്പമുള്ള ആൾക്കാർ, അവരുമായി നമ്മൾ ആ യാത്രകൾ നടത്തുന്ന ചർച്ചകൾ, പിന്നെ നമ്മൾ പോയി ഇരിക്കുന്ന ആ മൊമെൻറ്റുകൾ. ഞങ്ങൾ ഇപ്പം എൻ്റെ ഫോണിലൊക്കെ പഴയ വീഡിയോസ് വരുമ്പോൾ നമ്മളിങ്ങനെ പോയി കാട്ടിലും മേട്ടിലും അരുവിയിലും ഒക്കെ കയറി അവിടെ സൈഡിൽ എവിടെയെങ്കിലും ഇരുന്ന് കുറേ കപ്പയും ചുട്ട് ഒരു ബീറും അല്ലെങ്കിൽ ഒരു കുപ്പിയൊക്കെ അടിച്ച് അവിടെ തന്നെ നമ്മൾ ചിക്കനൊക്കെ വറുത്തടിച്ച് ആ മൊമെൻ്റ് ഉണ്ടല്ലോ, അതാണ് യാത്രകളുടെ ഒരു സന്തോഷം. പക്ഷേ ഇപ്പം അത് കുറവാണ്. എന്നാലും ഞാൻ ഇപ്പോൾ എപ്പോൾ എൻ്റെ നാട്ടിൽ പോയാലും, ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എപ്പോൾ നാട്ടിൽ പോയാലും ഞങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കും, നേരെ അച്ചൻകോവിൽ കാട് വഴി കോന്നി കാട്ടിനകത്ത് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലം. എന്നാലും നല്ല രസമാണ്. രാത്രി കൂടെ ഞങ്ങളിങ്ങനെ പോയി റിസ്ക് ആ പേടിയുണ്ടല്ലോ, ഈ കാട്ടിനടുത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഏത് നിമിഷവും നമ്മുടെ ഫ്രണ്ടിൽ ഒരു ആന ചാടി വരാം എന്ന് പറയുന്നൊരു ഭയമുണ്ട്. ആ ഒരു ത്രില്ല് ഒക്കെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ നേരെ കയറി തിരുമലക്കോവിൽ, തെങ്കാശിയൊക്കെ പോയിട്ട് അതാണ് എന്നെ സംബന്ധിച്ച് യാത്രകളിൽ ഞാൻ ഭയങ്കരമായി എൻജോയ് ചെയ്തിട്ടുള്ള എന്ന് പറയുന്നത്. മറ്റേതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ പോയി നമ്മളെ കൊണ്ടുനടക്കാൻ പല ആൾക്കാരുണ്ട്, പോയി കുറേ എനിക്ക് അതുപോലെ ഞാൻ താമസമൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും, പക്ഷേ അതൊന്നുമല്ല എൻജോയ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു ടെൻ്റൊക്കെ അടിച്ച് എവിടെയെങ്കിലുമൊക്കെ കിടന്ന് അവിടെ ഈ പരിപാടി, ഇതൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് എന്ന് പറയുന്ന റിയാലിറ്റി ഉണ്ടല്ലോ. മറ്റേത് നമ്മുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻസ് ചെയ്യാം. ഇപ്പോൾ ഒരാൾ നമ്മളെ വിളിച്ച് റൂം എടുത്ത് തരുമ്പം 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതും ഒക്കെ ഈ സ്റ്റാറ്റസ്, നമ്മുടെ ഒരു പ്രൊഫൈലിൽ നമ്മൾ താഴേക്ക് പോകേണ്ട, അവർ എടുത്ത് തരുമല്ലേ എന്നൊക്കെ കരുതിയിട്ടുള്ള ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷങ്ങൾ ഈ പറയുന്ന താഴെത്തട്ടിലുള്ള സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. ഓക്കെ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ കുടുംബമായിട്ടൊന്നും അധികം അങ്ങനെ ട്രാവൽ ചെയ്യാറില്ല, കൂടുതലും സുഹൃത്തുക്കളുമായിട്ടാണ്. പിന്നെ ചർച്ചകൾ ചെയ്യാൻ എനിക്ക് ആൾ വേണം. രാഷ്ട്രീയം, സിനിമ, ക്രിക്കറ്റ് വിഷയങ്ങൾ വേണം നമ്മുടെ മുമ്പിൽ. അത് വിഷയത്തിന് ടോപ്പിക് ഒന്നുമില്ല. ഇപ്പം ഞാൻ സാധാരണ എൻ്റെ അടുത്ത് പോഡ്കാസ്റ്റ് ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ ഞാനൊക്കെ ചെറിയൊരു റിസർച്ചൊക്കെ നടത്തി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ തന്നെ മിനിഞ്ഞാന്ന് ഞങ്ങൾ ഒരു 15 മിനിറ്റ് സംസാരിച്ചു, വെറുതെ വിളിച്ചതാ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വാ നമുക്കൊരു അത് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാ മേഖലയിലും ഇങ്ങനെ ടച്ച് ചെയ്യും. അത് ഭയങ്കര അറിവൊന്നുമില്ല, പക്ഷേ വളരെ കുറച്ച് എല്ലാ മേഖലയിലും ഒരാളിപ്പോൾ എന്നോട് ചോദിച്ചാൽ ആ മേഖലയിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഞാനും സഞ്ചരിച്ചിട്ടുണ്ടാവും.
അതുകൊണ്ടാണ് പെട്ടെന്ന് ചില കാര്യങ്ങൾ കണക്റ്റ് ആവുന്നത്. ഇപ്പം കച്ചവടത്തെക്കുറിച്ച് ഒരു കച്ചവടക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കച്ചവടം ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പം ഞാൻ റോഡ് സൈഡിൽ നിന്ന് മാങ്ങ കച്ചവടം ചെയ്തിട്ടുണ്ട്, തേങ്ങ കച്ചവടം ചെയ്തിട്ടുണ്ട്, മീൻ കച്ചവടം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു അപ്പോൾ ഇത് അവൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ എനിക്കിത് മനസ്സിലാവും. ഇപ്പോൾ അസംഘടിത മേഖലയിലൊരു തൊഴിലാളി അവരുടെ പ്രശ്നം പറയുമ്പോൾ ഞാൻ ആ മേഖലയിൽ വർക്ക് ചെയ്ത ആളാണ്, എനിക്കത് മനസ്സിലാവും. ഇപ്പോൾ മെഡിക്കൽ റെപ്പ് രംഗത്ത്, ആരോഗ്യരംഗത്തെ കാര്യം പറയുമ്പം എനിക്കത് മനസ്സിലാവും. ഇതൊക്കെ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പയ്യൻ, അവനിന്ന് ക്രിക്കറ്റ് അസോസിയേഷനോട് ബന്ധപ്പെട്ട് അവനെ മുന്നോട്ട് എടുക്കുന്നില്ല, പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ ഒരു സമയത്ത് നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളാണ്. അങ്ങനെ ജീവിതത്തിൽ പലതും കണ്ടു, പല ആൾക്കാരെയും പരിചയപ്പെട്ടു. വളരെ ചെറിയ പ്രായത്തിനിടയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ നമുക്ക് ഈശ്വരൻ സമ്മാനിച്ചു. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയേക്കുന്നത് അങ്ങനെയാണ്. അപ്പം പ്രകൃതി പാഠപുസ്തകവും അനുഭവങ്ങൾ പാഠപുസ്തകവും പ്രകൃതി ഗുരുനാഥനും എന്നാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ആരെ പറയും? ഉമ്മൻചാണ്ടി സാറിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ രീതികൾ, ജനങ്ങളുമായി അദ്ദേഹം സംവദിക്കുന്ന കാര്യങ്ങൾ, ഒരു ജനകീയ നേതാവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, രാഷ്ട്രീയ തീരുമാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ നിലപാടുകൾ, തന്ത്രം, കുതന്ത്രം, ചാണക്യതന്ത്രം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഇതിലെല്ലാം വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ഓറ ഡെവലപ്പ് ചെയ്ത് ഒരു വലിയ രാഷ്ട്രീയ നേതാവായിട്ട് ഒരാൾ മാറുന്ന രീതികൾ, ഇന്നലകളിൽ തന്നെ പരിഹസിച്ചവരെ കൊണ്ട് കൈയടിപ്പിച്ച് ലോകത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ തലയുയർത്തിപ്പിടിച്ച് രാജ്യത്തെ നയിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ എനിക്കൊരു സമയത്ത് ഞാൻ എതിർത്തിട്ടുള്ള ഒരാളാണ് നരേന്ദ്രമോദി പണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയെ ഇങ്ങനെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോഴും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സന്യാസി തുല്യമായൊരു തേജസ്, അതൊരു 52 വയസ്സ് വരെ രാജ്യത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതിരുന്നൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു കാലത്ത് അമേരിക്ക വിസ നിഷേധിച്ചൊരു മനുഷ്യൻ ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ലോക നേതാക്കന്മാർ നമ്മളെ അഭിമാനത്തോടുകൂടി നോക്കിക്കാണുന്ന നിമിഷം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കൊണ്ട് ചെക്കോസ്ലോവാക്കിയയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നിന്നിട്ട് വന്ദേമാതരം ഒരു വലിയ ടീം കണ്ടായിരുന്നത് നരേന്ദ്രമോദി അത് ഷെയർ ചെയ്തിട്ടുണ്ട്. വന്ദേമാതരം ഇവിടെ ഈ രാജ്യത്ത് വന്ദേമാതരം പാടുന്ന കേരളത്തിൽ പ്രശ്നമായപ്പോൾ വേറൊരു രാജ്യത്തെ ജനത നമ്മുടെ ഗാനം അവിടെ ആലപിക്കുകയാണ്. അങ്ങനെ പല രീതികളിലും ഒരാൾ എങ്ങനെ എതിർപ്പുകളെ അതിജീവിക്കണം, മാധ്യമങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്. മോദി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരില്ല എന്ന് പറഞ്ഞ് ഇവിടെ പലരും പരിഹസിക്കും. വരാത്തതല്ല, പുള്ളിയെ വളർത്തിയത് മാധ്യമങ്ങളല്ല, പുള്ളിയെ എതിർത്തവരാണ് മാധ്യമങ്ങളല്ല. മാധ്യമങ്ങളെ എതിർത്ത് ഇല്ലാതാക്കാൻ നോക്കിയ ഒരു മനുഷ്യൻ മാധ്യമങ്ങളെ മാറ്റി നിർത്താൻ തീരുമാനിച്ചു. നിങ്ങളില്ലാതെ ഞാൻ മുന്നോട്ട് പോകുമെന്നൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം എടുത്ത് നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവഗണിച്ചു വരെ. അതിന് ഇവർ പത്രസമ്മേളനം നടത്തത്തില്ല, ചോദ്യങ്ങളെ ആ പേടിക്കുന്ന മനുഷ്യനാണോ ഈ നടക്കുന്നത്? അല്ല, അയാളെടുത്ത തീരുമാനമാണ്. നിങ്ങളില്ലാതെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവുമെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഡിസിഷനാണത്. ആ നിലയിൽ അദ്ദേഹത്തെ ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ അവരെ ഇൻസ്പയർ ചെയ്യുന്നുള്ളതല്ല, ഇവരിൽ നിന്നൊക്കെ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ തൽക്കാലം ഇതോടെ വെച്ച് നിർത്താം. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇരിക്കാമല്ലോ. ഇതേപോലെ ഇടയ്ക്ക് മിണ്ടാനും പറയാനും ആരെയും കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മിണ്ടിയും പറഞ്ഞുകൊണ്ടിരിക്കാം. അതിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഒരു ദിവസം ഇവിടെ താമസിക്കാം. നമ്മുടെ ഈ സുജിത്തിൻ്റെ ഈ സംരംഭത്തിനും മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കും എല്ലാ രീതിയിലും നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ജീവിതത്തിൽ ഇനി വളരെ കുറച്ച് സമയമുള്ളതിൽ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ, ഒരുമിച്ച് പോകാൻ പറ്റുന്നതൊക്കെ ഒരുമിച്ച്. നമ്മളൊക്കെ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ ലൈഫ് ആയെന്ന് വേണമെങ്കിൽ പറയാം. പകുതി ജീവിതത്തിൽ എന്ത് സംഭവിക്കാം, ജീവിതത്തിൻ്റെ പകുതി നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുന്ന പകുതി ഇനി വളരെ കുറവാണ്. അതുപോലെ ബാക്കി നമ്മുടെ ആരോഗ്യം സ്വാഭാവികമായിട്ടും 60 വയസ്സിന് മുകളിലൊക്കെ എത്ര കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഭക്ഷണ രീതി, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ട് എത്രത്തോളം ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. വളരെ സാധ്യതകളൊക്കെ കുറവാണ് മുന്നോട്ടുള്ള ആരോഗ്യം. നിലനിർത്താൻ പറ്റും നമുക്ക്, മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റും. പക്ഷേ അത് എല്ലാം ചെയ്യാൻ പറ്റുന്ന ആരോഗ്യം ആയിരിക്കത്തില്ല, എല്ലാം കണ്ടുകൊണ്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുന്ന ആരോഗ്യമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. എല്ലാവിധ ആശംസകളും ഫോർ ദ ഫ്യൂച്ചർ പ്രോഗ്രാം. മുഖ്യമന്ത്രിക്ക് എയറിലാക്കി കിടക്കാം, അങ്ങനത്തെ വല്ല സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. രസമല്ലേ അത്? എന്താ പറയാ, അല്ല അതിനിപ്പോ എന്താ, അതിപ്പം ഇങ്ങനെ കൊണ്ട് ആവശ്യമില്ലാതൊക്കെ പറയിപ്പിക്കും. അതിപ്പം അതൊരു വലിയ കാര്യമൊന്നുമല്ല. ഒരു കാര്യത്തിൽ എനിക്ക് പിണറായി ഇഷ്ടം കേട്ടോ. അധികം അഭിനയിക്കാനെന്ന് പറഞ്ഞാൽ അത്ര ആളെ ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ട് കുറേ ആൾക്കാരെ ചേർന്ന് സുജിത്ത് ഉൾപ്പെടെ അഭിനയിപ്പിക്കാൻ നോക്കിയതാ ഈ പണി പറ്റിയത്. അല്ലാതെ അങ്ങേരായിട്ടൊക്കെ പോയായിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. കുറേ PR ടീമുകളും ദാറ്റ് ഇന്റർവ്യൂ വാസ് പ്യുവർലി നല്ലതായിരുന്നു. സ്ക്രിപ്റ്റഡ് ആയിരുന്നില്ല, ഒട്ടും സ്ക്രിപ്റ്റഡ് ആയിരുന്നില്ല. ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ്. ലാലേട്ടൻ്റെ കൂടെയും അല്ലാതെയൊക്കെ
അതെ. ചിരിക്കാത്ത പിണറായിയാണ് പിണറായി വിജയൻ ചിരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ഒരു ഡിഫറെന്റ് ഫേസ് എനിക്ക് ആ വീഡിയോയിൽ കാണിക്കാൻ, അല്ല ആ ഒരു ഇന്റർവ്യൂവിലും പോഡ്കാസ്റ്റിലും എടുക്കാൻ ഒക്കെ വെച്ചിട്ടുണ്ട്. 2 ഇന്നോവ ഇതിനെ കൂടെ കിടന്ന് ഞാൻ വെറുതെ വഴിക്ക് കറങ്ങുന്ന കണ്ട്. ഇല്ല, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, അത് പേടിക്കണ്ട, അതുകൊണ്ട് നമുക്കറിയാവുന്നിടത്തൊക്കെ ശരിക്കും ആ ഒരു റീല് വൈറലായി. പക്ഷെ തൊട്ടടുത്ത ദിവസം മറ്റൊരു പ്രോഗ്രാമിൽ ആ ഡയലോഗ് മാറിപ്പോയി തിരിച്ചു പറഞ്ഞു എന്നുള്ളതാണ് പറ്റിയൊരു പ്രശ്നം. അത് പറഞ്ഞില്ലായിരുന്നു ഓക്കെ ആയിരുന്നു, അത് പറഞ്ഞുകൊണ്ടാണ് പറ്റിപ്പോയത്. എല്ലാവിധ ആശംസകളും. എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. താങ്ക് യു.